എല്ലാ കൂട്ടുകാർക്കും സ്കോർ ചെയ്യൽ മലയാളത്തിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ റിവിഷൻ എക്സ്പ്രസ് സീരീസിന്റെ ഭാഗമായിട്ട് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ഹിസ്റ്ററിയുടെ മൂന്നാമത്തെ ടോപ്പിക്കാണ്, അല്ലെങ്കിൽ മൂന്നാമത്തെ വീക്കിലെ ടോപ്പിക്കാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. ഇതിന്റെ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് നേരത്തെ കൂട്ടി കിട്ടിക്കാണും. നിങ്ങൾ രാവിലെ തന്നെ ക്വസ്റ്റ്യൻസ് ചെയ്ത് കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആൻഡ് ഇതിന്റെ ഷെഡ്യൂൾ കഴിഞ്ഞ ആഴ്ച ഓൾറെഡി നമ്മൾ തന്നതാണ്. ഓക്കെ, അപ്പോൾ ഷെഡ്യൂൾ പ്രകാരം തന്നെ എല്ലാവരും മുന്നോട്ട് പോകാനായിട്ട് നോക്കുക. പ്രത്യേകിച്ച് ഗ്രൂപ്പ് ഡി എക്സാമിന്റെ ഡേറ്റ് ഡിക്ലെയർ ചെയ്തിരിക്കുകയാണ്. അറിയാത്തവർക്ക് ശ്രദ്ധിക്കുക, നവംബർ 17-നാണ് ഗ്രൂപ്പ് ഡി എക്സാം സ്റ്റാർട്ട് ചെയ്യുന്നതാണ് നിലവിൽ RRB പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതിന്റെ കേസ് എക്സാം നടത്തുമോ ഇല്ലയോ എന്നുള്ള കൺഫ്യൂഷൻസ് ഒക്കെ ഏറെക്കുറെ സെറ്റിൽ ആയിട്ടുണ്ട്. RRB ഒരു ടെൻറ്റേറ്റീവ് ഡേറ്റ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അപ്പോൾ നവംബർ 17-ന് എക്സാം കണ്ടക്ട് ചെയ്യുമെന്നാണ് RRB നിലവിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഗ്രൂപ്പ് ഡി എക്സാം അടുത്ത് വരികയാണ്. നമ്മുടെ റിവിഷൻ സീരീസ് ഇനിയും ഫോളോ ചെയ്യാത്ത കുട്ടികളുണ്ടെങ്കിൽ ഫോളോ ചെയ്യുക. ഇത് തീർത്തും സൗജന്യമായിട്ട് നമ്മുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ നിങ്ങൾക്ക് വേണ്ടി തരുന്നതാണ്. ഇതിന്റെ മെറ്റീരിയൽ നമ്മളിപ്പോൾ ഈ ക്ലാസ് എടുക്കുന്ന സ്ലൈഡ്സ് നമ്മുടെ ടെലഗ്രാം ചാനലിൽ നിങ്ങൾക്ക് ലഭ്യമാണ്. അപ്പോൾ ഇപ്പോഴും പാർട്ടിസിപ്പേഷൻ ഞാൻ നോക്കുമ്പോൾ വളരെ കുറവാണ്. ഇത്രയൊന്നും പാർട്ടിസിപ്പേഷൻ പോരാ. ആക്റ്റീവായിട്ട് എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികൾ കൃത്യമായിട്ട് ക്ലാസ്സുകൾ കാണുക. നിങ്ങൾ ഈ ചിലർ എനിക്ക് തോന്നുന്നു മെറ്റീരിയൽ മാത്രം നോക്കുന്ന കുട്ടികൾ കാണും. ഈ നമ്മുടെ ടെലഗ്രാം ചാനലിൽ കയറിയിട്ട് ഈ മെറ്റീരിയൽ കൊള്ളാമെന്ന് തോന്നി മെറ്റീരിയൽ മാത്രം ഡൗൺലോഡ് ചെയ്ത് അത് വെച്ച് പഠിക്കാം, ക്ലാസ്സസ് കാണേണ്ട കാര്യമില്ല എന്ന് വിചാരിക്കുന്ന കുട്ടികളുണ്ടെങ്കിൽ നിങ്ങൾ കാണിക്കുന്ന മറ്റൊരു മണ്ടത്തരമാണ്. കാരണം ആ മെറ്റീരിയലിന് അകത്ത് കൊടുക്കാത്ത കാര്യങ്ങൾ കൂടെ നമ്മൾ ഈ ക്ലാസ്സിനകത്ത് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. പല പെർസ്പെക്റ്റീവ്സ് നമ്മൾ ഈ ക്ലാസ്സിനകത്ത് പറയുന്നുണ്ട്. അപ്പോൾ അത് കിട്ടണമെന്നുണ്ടെങ്കിൽ ആ മെറ്റീരിയൽ അതുപോലെ തന്നെ നമ്മുടെ ക്ലാസ് ഇതെല്ലാം ചേർത്ത് വെച്ച് കാണുക. 1-2 വട്ടം നമ്മുടെ ക്ലാസ്സുകൾ കാണുക. അപ്പോൾ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും. ആൻഡ് ഇത് ഞാൻ പറഞ്ഞു, റിവിഷൻ സീരീസ് ആണ്. ഇതൊരിക്കലും നിങ്ങൾ ക്ലാസ് ആയിട്ട് കാണരുത്. ഇത് പഠിച്ചിട്ട് പോയാൽ എക്സാം ക്രാക്ക് ചെയ്യുമെന്ന് നിങ്ങൾ വിചാരിക്കരുത്. ഞാൻ എല്ലായ്പ്പോഴും പറയുന്നതാണ്, നമ്മുടെ കുട്ടികളുടെ അടുത്ത് പ്രത്യേകിച്ച് പറയുന്ന കാര്യമാണ്. ഇത് നിങ്ങൾക്ക് എക്സാം പഠിക്കുന്ന കുട്ടികൾ പഠിച്ചതിന് ശേഷം ആ ടോപ്പിക് റിവൈസ് ചെയ്യുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന ക്ലാസ്സുകൾ മാത്രമാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ പഠിക്കുന്നതിന് വേണ്ടി മറ്റെന്തെങ്കിലും ഒരു മെറ്റീരിയൽസോ നമ്മുടെ ക്ലാസ്സുകളോ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം. അല്ലെന്നുണ്ടെങ്കിൽ വേറെ ഏതെങ്കിലും കോഴ്സോ നിങ്ങൾക്ക് എടുക്കാം. ആ കോഴ്സിൽ ഈ പർട്ടിക്കുലർ ടോപ്പിക് എടുത്തതിന് ശേഷം അല്ലെങ്കിൽ സ്വന്തമായിട്ട് ആ പർട്ടിക്കുലർ ടോപ്പിക് പഠിച്ചതിന് ശേഷം നമ്മുടെ ക്ലാസ്സുകൾ കാണുക, നമ്മുടെ മെറ്റീരിയൽസ് യൂസ് ചെയ്യുക. എങ്കിലേ ഈ റിവിഷൻ സീരീസ് കൊണ്ട് നിങ്ങൾക്ക് ഉപകാരം ഉണ്ടാവുള്ളൂ. അതല്ലാതെ ഈ റിവിഷൻ സീരീസിന്റെ ക്ലാസ്സുകൾ മാത്രം കണ്ടാൽ നിങ്ങൾക്ക് എക്സാം ക്രാക്ക് ചെയ്യാനായിട്ട് പറ്റില്ല. കാരണം നമ്മൾ ഈ റിവിഷൻ സീരീസിൽ നിങ്ങൾക്ക് തരുന്ന ക്ലാസ്സസ് അല്ലെങ്കിൽ കണ്ടന്റ്, ഇതിന്റെ സ്റ്റഡി മെറ്റീരിയൽസ് എല്ലാം ലിമിറ്റഡ് ആണ്. ഇത് റിവൈസ് ചെയ്യുന്നതിന് വേണ്ടി, റിവിഷൻ പർപ്പസിന് വേണ്ടി നമ്മൾ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള സ്ലൈഡ്സ് ആണ്, നമ്മൾ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള മെറ്റീരിയൽസ് ആണ്. റിവൈസ് ചെയ്യുന്ന കുട്ടിക്ക്, നന്നായിട്ട് പഠിച്ചിരിക്കുന്ന ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം റിവൈസ് ചെയ്യാനായിട്ട് ഈ സ്ലൈഡും ഈ ക്ലാസ്സും ധാരാളമാണ്, നല്ല മെറ്റീരിയലാണ്. പക്ഷേ ആദ്യമായിട്ട് പഠിക്കുന്നവർക്ക് ഈ മെറ്റീരിയൽ പോരാ. അപ്പോൾ നിങ്ങൾ അതുകൂടെ ഒന്ന് മനസ്സിൽ വെക്കുക. ഓക്കെ, ഇത് പഠിക്കാൻ വേണ്ടിയല്ല, റിവൈസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ടോപ്പിക്സ് എന്തായിരുന്നു? ഇന്ന് അത്യാവശ്യം കുറേ ടോപ്പിക്സ് നമ്മൾ ഇന്നത്തെ ദിവസം കവർ ചെയ്യാൻ നമുക്ക് ഓൾറെഡി ഉണ്ട് അല്ലേ? അപ്പോൾ ഏതൊക്കെയാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ടോപ്പിക്സ് ആയിട്ട് പറഞ്ഞിരിക്കുന്നത്? ഒന്ന്, ട്രൈപാർട്ടൈറ്റ് സ്ട്രഗിൾ. ട്രൈപാർട്ടൈറ്റ് സ്ട്രഗിൾ എന്നായിരിക്കില്ല ചിലപ്പോൾ സിലബസിൽ കൊടുത്തിട്ടുണ്ടായിരിക്കുക. സിലബസിനകത്ത് നിങ്ങൾക്ക് രാഷ്ട്രകൂടാസ് എന്നും പാലാസ് എന്നും ഗുർജറ പ്രതിഹാരാസ് എന്നായിരിക്കും കൊടുത്തിട്ടുണ്ടാവുക. ആ 3 കൂട്ടരെ കൂടെ ഒരുമിച്ച് ഞാൻ ട്രൈപാർട്ടൈറ്റ് സ്ട്രഗിൾ എന്നാണ് വിളിക്കുന്നത്. നമ്മുടെ ക്ലാസ് കണ്ടുള്ള കുട്ടികൾക്ക് അറിയാം എന്തുകൊണ്ടാണ് അങ്ങനെ വിളിക്കുന്നത്, അല്ലെങ്കിൽ നമ്മൾക്ക് ഇപ്പോൾ ഉടനെ തന്നെ കാണാം. ഇനി ഇംപീരിയൽ ചോളാസ് അല്ലെ, നമ്മുടെ പൊന്നിയിൻ സെൽവനിലെ ചോളന്മാരെ പറ്റി, അവരെ പറ്റി പഠിക്കാനായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അറബ് ഇൻവേഷൻ പഠിച്ചുകൊണ്ട് വരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഡൽഹി സുൽത്താനേറ്റ്സിനെ പറ്റി പഠിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഡെക്കാൻ സുൽത്താനേറ്റ്സിനെ പറ്റി പഠിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. വിജയനഗര സാമ്രാജ്യത്തെ പറ്റി പഠിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത്യാവശ്യം മെഡീവിയൽ ഇന്ത്യയിലെ ഒരു പ്രധാനപ്പെട്ട ഒരു ഏരിയ നമ്മൾ ഇന്നത്തെ ദിവസം കവർ ചെയ്യാനായിട്ട് പോകാനാണ്. അത്രയും പഠിച്ചു വന്നിട്ടുള്ള കുട്ടികളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ക്ലാസ് വളരെയധികം യൂസ്ഫുൾ ആയിരിക്കും. ഓക്കെ, ആൻഡ് ഈ സെഷൻ നമ്മൾ എപ്പോഴത്തെയും പോലെ നമ്മൾ ഫോളോ ചെയ്യുന്നത് എങ്ങനെയാണ്? PYQ ബേസ് ചെയ്തിട്ടാണ്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിനെ അടിസ്ഥാനമാക്കിക്കൊണ്ടാണ് നമ്മൾ റിവിഷൻ ചെയ്യുന്നത്. നമ്മൾ ഈ ക്ലാസിന്റെ സ്ലൈഡ് സെറ്റ് ചെയ്തിരിക്കുന്നത്, ഈ സ്ലൈഡിൽ കാണുന്ന ഓരോ ചോദ്യവും മുൻപത്തെ ഓരോ എക്സാംസിന്, അത് RRB കണ്ടക്ട് ചെയ്തിട്ടുള്ള എക്സാംസ് ആയിക്കോട്ടെ, SSC കണ്ടക്ട് ചെയ്തിട്ടുള്ള എക്സാംസ് ആയിക്കോട്ടെ, PSCയോ UPSC കണ്ടക്ട് ചെയ്തിട്ടുള്ള എക്സാംസ് ആയിക്കോട്ടെ, അതിനൊക്കെ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളെയാണ് ഞങ്ങളിവിടെ കണ്ടന്റ് രൂപത്തിലാക്കി, നോട്ട് രൂപത്തിലാക്കി നിങ്ങളുടെ മുന്നിലേക്ക് തരുന്നത്. അപ്പോൾ അത് അത്രയും വിലപ്പെട്ടതാണ്. അത് ആ രീതിയിൽ തന്നെ അതിനകത്ത് കൊടുത്തിട്ടുള്ള കാര്യങ്ങൾ റിവൈസ് ചെയ്യുന്ന കുട്ടികൾ കൃത്യമായിട്ട് പഠിച്ച് മനസ്സിലാക്കി മുന്നോട്ട് പോവുക. ഓക്കെ, അപ്പോൾ ആദ്യം നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ട്രൈപാർട്ടൈറ്റ് സ്ട്രഗിൾ എന്ന് പറയുന്ന ഒരു ഭാഗമാണ്. അപ്പോൾ ട്രൈപാർട്ടൈറ്റ് സ്ട്രഗിൾ ഇതിന് മുന്നത്തെ ക്ലാസ് നിങ്ങൾ കണ്ടു കാണുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. രണ്ടാമത്തെ ക്ലാസ്സിൽ നമ്മൾ ഏൻഷ്യന്റ് ഇന്ത്യ ഏകദേശം കൺക്ലൂഡ് ചെയ്യുന്ന സമയത്ത് വ്യക്തമായിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ചാലുക്യാസിനെ പറ്റിയും പല്ലവാസിനെ പറ്റിയും ഹർഷവർദ്ധനെ പറ്റിയും. അതിനുശേഷമുള്ള ഒരു കാലഘട്ടമാണ് നമ്മളിവിടെ കാണുന്നത്. ഗുർജറ പ്രതിഹാരാസ്, പാലാസ് ഓഫ് ബംഗാൾ ആൻഡ് രാഷ്ട്രകൂട, ഈ 3 കൂട്ടരും ഈ കാണുന്ന കനൗജ് എന്ന് പറയുന്ന സ്ഥലത്തിന് വേണ്ടി നടത്തിയിട്ടുള്ള പോരാട്ടത്തെയാണ് ട്രൈപാർട്ടൈറ്റ് സ്ട്രഗിൾ എന്ന് വിളിക്കുന്നത്. 3 പാർട്ടികൾ തമ്മിലുള്ള തർക്കം അല്ലെങ്കിൽ തല്ലുകൂട്ടം, അതിനാണ് ട്രൈപാർട്ടൈറ്റ് സ്ട്രഗിൾ എന്ന് വിളിക്കുന്നത്. ആരൊക്കെയാണ്? ഗുർജറ പ്രതിഹാര എന്ന് പറയുന്ന ഈ പച്ച കളറിൽ കാണിക്കുന്ന, ഇളം പച്ച കളറിൽ കാണിച്ചിട്ടുള്ള ആളുകൾ
ഈ വയലറ്റ് കളറിൽ കാണിച്ചിട്ടുള്ള പാലാസ് ഓഫ് ബംഗാൾ കേന്ദ്രീകരിച്ചിട്ടുള്ള പാലാസ് എന്ന് പറയുന്ന രാജവംശം ആൻഡ് രാഷ്ട്രകൂടാസ് എന്ന് പറയുന്ന രാജവംശം. രാഷ്ട്രകൂടാസ് വന്നപ്പോൾ അവരുടെ കീഴിലായിട്ട് മാറി ആരൊക്കെ? ഈ ചാലുക്യന്മാര്, പല്ലവന്മാര്, ചോളന്മാരൊക്കെ. ഈ ചോളയിൽ നിന്നും പിന്നീടാണ് ആര് വരുന്നത്? ഇംപീരിയൽ ചോള, നമ്മുടെ പൊന്നിയിൻ സെൽവന്റെ രാജവംശമായിട്ടുള്ള ഇംപീരിയൽ ചോളാസ് പിന്നീട് ഏതാണ്ട് ഒരു നൂറ്റാണ്ടോളം കഴിഞ്ഞതിന് ശേഷമാണ് എന്ത് ചെയ്യുന്നത്? ഡെവലപ്പ് ചെയ്ത് വരുന്നത്. ഓക്കെ, അപ്പോൾ ഈ ട്രൈപാർട്ടൈറ്റ് സ്ട്രഗിളിനെ പറ്റിയിട്ട് നിങ്ങൾ മനസ്സിലാക്കി വെക്കണം. ഇവിടെ നിന്ന് ചോദിച്ചിട്ടുള്ള കുറച്ച് ചോദ്യങ്ങൾ ഇന്ന് രാവിലെ നിങ്ങൾ കണ്ടു കാണും. ആ ചോദ്യങ്ങളുടെ ഉത്തരം നമുക്ക് ആദ്യം പറയാം. ഹു ഫൗണ്ടഡ് ദ ഫേമസ് വിക്രംശില യൂണിവേഴ്സിറ്റി ഇൻ ദ 9th century? 9ാം നൂറ്റാണ്ട്, AD 9ാം നൂറ്റാണ്ടിലെ വിക്രംശില യൂണിവേഴ്സിറ്റി ഫൗണ്ട് ചെയ്ത രാജാവിന്റെ പേര് ആരാണ്? പാല രാജവംശത്തിലെ ധർമ്മപാല. NTPCക്ക് ചോദിച്ച ചോദ്യമാണ്. ഹു എമംഗ് ദ ഫോളോയിങ് വാസ് ദ ഗ്രേറ്റസ്റ്റ് റൂളർ ഓഫ് പ്രതിഹാര ഡൈനാസ്റ്റി? ഈ പ്രതിഹാര എന്ന് പറയുന്നത് ഗുർജറ പ്രതിഹാരയാണ്. ഗുർജറ പ്രതിഹാരയിലെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള റൂളർ ഏത്? SSCക്ക് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. ആരാണ്? മിഹിര ഭോജ. ഓക്കെ. ഇൻ ദ ഏർലി മിഡിൽ ഏജസ് എ ഫേമസ് ട്രൈപാർട്ടൈറ്റ് വാർ, നമ്മുടെ തലക്കെട്ട് തന്നെ അതാണ് അല്ലെ, ട്രൈപാർട്ടൈറ്റ് വാർ വാസ് ഫൗട്ട് ഫോർ ദ കൺട്രോൾ ഓഫ്, ഏത് സ്ഥലത്തിന് വേണ്ടിയിട്ടാണെന്ന് ഞാൻ പറഞ്ഞത്? കനൗജ് അല്ലെ, കനൗജ്. ശരിയാക്കി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇതും SSCക്ക് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് യൂണിവേഴ്സിറ്റീസ് വാസ് ഫൗണ്ടഡ് ബൈ പാല? പാലാസ് ഫൗണ്ട് ചെയ്തിട്ടുള്ള, പാൽ എന്നാണ് എഴുതിയിരിക്കുന്നത്, പക്ഷെ ഇത് പാലാസ് ആണ്. ക്വസ്റ്റ്യനിൽ അവർ ക്വസ്റ്റ്യൻ ഇട്ട സമയത്ത് വന്നിട്ടുള്ള എററാണ്. വിക്രംശില എന്ന് പറയുന്ന യൂണിവേഴ്സിറ്റിയാണ് ഫൗണ്ട് ചെയ്തത്. ഒന്നാമത്തെ ചോദ്യം ഈ പറയുന്ന ചോദ്യം തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാവുന്ന കുട്ടികൾക്ക് ഈസി ആയിട്ട് ആൻസർ ചെയ്യാൻ പറ്റുന്നതാണ്. ഇതും SSCക്ക് ചോദിച്ച ചോദ്യമാണ്. ഓക്കെ, അപ്പൊ ഈ 3 രാജവംശങ്ങളെ ഞാൻ ക്രോഡീകരിച്ച് ഒരു ടേബിളിലാക്കി കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് വരാം. 2 ചോദ്യം കൂടി ഉണ്ട്. ദണ്ഡി ദുർഗ ഇൻ ദ മിഡ് 8th century ഓവർ ത്രൂ ഹിസ് ചാലുക്യ വാസ് ദ ഫൗണ്ടർ ഓഫ്. ദണ്ഡി ദുർഗ എന്ന് പറയുന്നത് ഏത് രാജവംശത്തിന്റെ ഫൗണ്ടറാണ്? രാഷ്ട്രകൂടാസിന്റെ ഫൗണ്ടറാണ്. അടുത്തത്, ഹു വാസ് ദ ഫസ്റ്റ് ഓഫ് പാല ഡൈനാസ്റ്റി? പാല ഡൈനാസ്റ്റി ഫൗണ്ട് ചെയ്തത് ആരാന്ന് ചോദിച്ചിട്ടുണ്ട്. ആരാണ്? ഗോപാല എന്ന് പറയുന്ന രാജാവാണ് പാല ഡൈനാസ്റ്റി ഫൗണ്ട് ചെയ്തത്. പാല ഡൈനാസ്റ്റിയുടെ ഫൗണ്ടർ NTPCക്ക് ചോദിച്ചിട്ടുണ്ട്. ആൻഡ് ദണ്ഡി ദുർഗയെ പറ്റിയിട്ട് SSCക്കും ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, ഈ കാണുന്നതാണ് ആ ടേബിൾ. ഈ ടേബിളിനകത്ത് മാക്സിമം ഞാൻ ക്രോഡീകരിച്ച് ഈ 3 രാജവംശങ്ങളുടെയും നിങ്ങൾ നിർബന്ധമായിട്ട് പഠിച്ചിരിക്കേണ്ട കാര്യങ്ങൾ ഞാൻ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നമ്മുടെ ക്ലാസ് കണ്ടിട്ട് നിങ്ങൾക്ക് റിവിഷന് വേണ്ടി ഈ ടേബിൾ യൂസ് ചെയ്യാം. ഇതാണ് ഈ ഒരു കാലഘട്ടത്തിൽ ഉള്ള പ്രധാനപ്പെട്ട സംഭവങ്ങളെ ഞാൻ ഈ ടേബിളിനകത്തേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. എന്തൊക്കെയാണ് ഇതിനകത്ത് ഞാൻ പറഞ്ഞിരിക്കുന്നത് നോക്കാം. ആദ്യം ഞാൻ ഇതിനെ തരംതിരിക്കുന്നതിന് വേണ്ടി രാജവംശം ഏതാണെന്നുള്ളത് ഇവിടെ കൊടുത്തിട്ടുണ്ട്. 3 രാജവംശങ്ങൾ, ഗുർജറ പ്രതിഹാരയുണ്ട്, പാലയുണ്ട്, രാഷ്ട്രകൂടയുണ്ട്. 3 രാജവംശങ്ങളുണ്ട്. 2, ഈ ഓരോ രാജവംശങ്ങളുടെയും കാലഘട്ടം കൊടുത്തിട്ടുണ്ട്. ഓരോ രാജവംശങ്ങളുടെയും കാലഘട്ടം കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഈ കാലഘട്ടം എന്തിനാ പഠിക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ക്രൊണോളജിക്കൽ ഓർഡർ ചോദിക്കും. താഴെ തന്നിരിക്കുന്ന രാജവംശങ്ങളെ ക്രൊണോളജിക്കൽ ഓർഡറിൽ എഴുതുക. എന്നിട്ട് പാലാസ്, ഗുർജറ പ്രതിഹാര, രാഷ്ട്രകൂടാസ് എന്ന് കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ തന്നെ കാണാൻ പറ്റും. ഗുർജറ പ്രതിഹാരയാണ് 730 വന്നത്. 20 വർഷത്തിന് ശേഷമാണ് പാലാസ് വന്നിരിക്കുന്നത്. ഒരു 3 വർഷം കൂടെ കഴിഞ്ഞ്, അല്ലെങ്കിൽ ഗുർജർ പ്രതിഹാര തുടങ്ങി 23 വർഷങ്ങൾക്ക് ശേഷമാണ് രാഷ്ട്രകൂടാസ് വന്നിരിക്കുന്നത്. ഇതിന് മുന്നേ UPSCക്ക് ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ്. UPSC പ്രിലിംസിന് ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ്. ഇപ്പൊ ഈ UPSC പ്രിലിംസിനോ UPPSC പ്രിലിംസിനോ ഒക്കെ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളൊക്കെ പയ്യെ കേരള PSCയിലേക്കും RRBയിലേക്കും SSCയിലേക്കൊക്കെ വന്നു തുടങ്ങി. കാരണം UPSCയും UPPSCയും ഒക്കെ 5 വർഷം 10 വർഷം മുന്നേ ചോദിച്ച ചോദ്യങ്ങളൊക്കെ ഔട്ട്ഡേറ്റഡ് ആയി. ഇപ്പൊ UPSC കുറച്ചുകൂടെ നിലവാരത്തിലുള്ള ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ അന്ന് UPSCക്ക് ചോദിച്ച ചോദ്യങ്ങളൊക്കെ പയ്യെ എങ്ങോട്ട് ഇറങ്ങി വന്നു തുടങ്ങി? നമ്മുടെ SSC പോലുള്ള എക്സാംസിനും RRB എക്സാംസിനും അതുപോലെ തന്നെ കേരള PSC പോലുള്ള പരീക്ഷകൾക്കൊക്കെ വന്നു തുടങ്ങി. ഈ 3 പരീക്ഷകൾക്കും SSCക്കും PSCക്കും RRBക്കും ഒക്കെ ഇപ്പൊ പ്രസ്താവന രീതിയിലുള്ള സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് കാണാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. എന്നാൽ UPSCക്ക് ഇത് വർഷങ്ങൾക്ക് മുന്നേ തുടങ്ങിയ കാര്യമാണ്. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ ഇതിന്റെ ടൈം ലൈനായിട്ട് ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങൾ നെറ്റിലടിച്ച് കാണാൻ പറ്റും. UPSCക്ക് ഇതിന് മുന്നേ ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ടൈം ലൈൻ ഉൾപ്പെടുത്തിയത്. 3ാമത് ലിറ്റററി സോഴ്സസ്. അപ്പൊ ഒരു രാജവംശത്തെ പറ്റി പഠിക്കുമ്പോൾ നിങ്ങൾ ഇതുപോലെ എന്ത് ചെയ്യുക? ഡിവൈഡ് ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ ആ രാജവംശത്തിന്റെ സുപ്രധാനമായിട്ടുള്ള എല്ലാ ഭാഗങ്ങളും നിങ്ങളുടെ മനസ്സിലിരിക്കും. ഇതിന് മുന്നേ നമ്മുടെ പോസ്റ്റ് മൗര്യൻ പീരീഡിന്റെ കാര്യം പറഞ്ഞപ്പോഴും ഞാൻ ഇതുപോലെ നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. പഠിക്കുമ്പോൾ ഈ രീതിയിൽ പഠിക്കുക. റിവൈസ് ചെയ്യുമ്പോൾ ഈ രീതിയിൽ ടേബിൾ ചെയ്ത് വെച്ചിട്ടോ അല്ലെങ്കിൽ ചാർട്ട് ചെയ്ത് വെച്ചിട്ടോ റിവൈസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒറ്റ പേജിൽ കാര്യം കഴിയുകയും ചെയ്യും. റിവൈസ് ചെയ്യേണ്ട എല്ലാ പോയിന്റുകളും അതിനകത്ത് ഉൾപ്പെടുത്തുകയും ചെയ്യും. മൾട്ടിപ്പിൾ ഡയമെൻഷൻസ് ഒരു നിങ്ങളുടെ നോട്ടിനകത്തേക്ക് കൊണ്ടുവരാനായിട്ട് ശ്രദ്ധിക്കുക. ലിറ്റററി സോഴ്സസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ രാജവംശത്തെ പറ്റിയിട്ട് നമുക്ക് ലഭിക്കുന്ന എഴുത്തോലകൾ അല്ലെങ്കിൽ നമുക്ക് ലഭ്യമായിട്ടുള്ള കൃതികൾ ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ അത് അതിനകത്ത് വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അറബ് ട്രാവലർ ആയിട്ടുള്ള സുലൈമാനിന്റെ എഴുത്തുകളിൽ നിന്ന്, അതുപോലെ തന്നെ അൽ മസൂദിയുടെ എഴുത്തുകളിൽ നിന്നൊക്കെ ഗുർജറ പ്രതിഹാര എന്ന് പറയുന്ന രാജവംശത്തെ പറ്റി പറയുന്നുണ്ട്. പാലാസിനെ പറ്റി പറയുന്നത് സന്ധ്യാക്കർ നന്ദിയുടെ രാമചരിതം എന്ന് പറയുന്ന കൃതിയാണ്. അപ്പോൾ ഭക്തി പ്രസ്ഥാനത്തിന്റെ ഭാഗമായിട്ട് എഴുതപ്പെട്ടിട്ടുള്ള രാമചരിതം എന്ന് പറയുന്ന കൃതിയിലെ ആരാണ് എഴുതിയിരിക്കുന്നത്? സന്ധ്യാക്കർ നന്ദി. രാമചരിതം ഒരുപാട് പേര് എഴുതിയിട്ടുണ്ട്, മലയാളത്തിലും എഴുതിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ എഴുതിയിട്ടുള്ള സന്ധ്യാക്കർ നന്ദിയുടെ രാമചരിതത്തിനകത്ത് ഈ പറയുന്ന പാല രാജവംശത്തെ പറ്റിയിട്ട് പറയുന്നുണ്ട്.
കവിരാജമാർഗ എന്ന് പറയുന്ന കൃതി അത് എഴുതപ്പെട്ട വർഷമടക്കം നോട്ട് ചെയ്ത് വെക്കുക 850. ആരാണ് എഴുതിയിരിക്കുന്നത്? അമോഘ വർഷ എന്നുള്ള രാജാവാണ് എഴുതിയിരിക്കുന്നത്. അമോഘ വർഷ ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. കേരള PSCക്കൊക്കെ സ്ഥിരമായിട്ട് ഒരു കാലത്ത് ചോദിച്ചുകൊണ്ടിരുന്ന ചോദ്യമാണ്. ദക്ഷിണേന്ത്യയിൽ അശോകൻ ആര് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് അമോഘ വർഷയാണെന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ ആ രാജാവ് എഴുതിയിട്ടുള്ള കവിരാജമാർഗ എന്ന് പറയുന്ന കൃതി രാഷ്ട്രകൂടാസിനെ പറ്റിയിട്ടുള്ള ധാരണ നമുക്ക് പറഞ്ഞു തരുന്നു. അതായത് ആ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന ഏതെങ്കിലും ഒരു വ്യക്തി ഈ പറയുന്ന രാജവംശത്തെ പറ്റിയിട്ട് എന്ത് ചെയ്യുന്നു, അവരുടെ ഫൗണ്ടർ ഇന്ന രാജാവാണ്, ഇന്ന രാജാവിന്റെ സമയത്ത് വേറൊരു രാജാവായിട്ട് അവർ യുദ്ധം ചെയ്തിട്ടുണ്ട്, അയാളുടെ പോളിസീസ് ഇങ്ങനെയായിരുന്നു, അയാൾ ഒരു എന്താ പറയുന്നത് മതഭ്രാന്തി പിടിച്ച വ്യക്തിയായിരുന്നു, അല്ലെങ്കിൽ വളരെ സൗമ്യനായിരുന്നു, ശാന്തശീലനായിരുന്നു, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് ഇത്തരത്തിലുള്ള കൃതികളിൽ നിന്നും ഓരോ രാജാക്കന്മാരുടെ സ്വഭാവത്തെ പറ്റിയിട്ട് അവർ നടത്തിയിട്ടുള്ള പോളിസി നയങ്ങളെ പറ്റിയിട്ട് അവർ ആരൊക്കെയായിട്ട് കച്ചവടം ഉണ്ടായിരുന്നു, ആരൊക്കെയായിട്ട് യുദ്ധം ഉണ്ടായിരുന്നു തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഈ കൃതികളിൽ നിന്ന് നമുക്ക് കിട്ടും. അപ്പൊ അതുകൊണ്ടാണ് ലിറ്റററി സോഴ്സസ് ഇമ്പോർട്ടന്റ് ആയിട്ട് മാറുന്നത്. മറ്റൊന്ന് എപ്പിഗ്രഫിക് സോഴ്സസ്. ലിറ്റററി സോഴ്സുകൾ, എഴുത്തോലകളേക്കാൾ ഒരു പടി കൂടെ നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്ന ഒന്നാണ് എപ്പിഗ്രഫിക് സോഴ്സസ് എന്ന് പറയുന്നത്. എപ്പിഗ്രഫിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? കല്ലിൽ അല്ലെങ്കിൽ ഉറപ്പുള്ള പ്രതലങ്ങളിൽ കൊത്തിവെച്ചത് എന്നുള്ളത്. അപ്പം അത് ഗുർജര പ്രതിഹാരാസിന് കാര്യമായിട്ടുള്ള എപ്പിഗ്രഫിക് സോഴ്സസ് നമുക്ക് ലഭ്യമല്ല. പക്ഷെ പാലാസിനുണ്ട്. ഏതൊക്കെയാണ്? കലിംപൂർ കോപ്പർ പ്ലേറ്റ് ആൻഡ് ബാദായ് പില്ലർ ഇൻസ്ക്രിപ്ഷൻ. ബാദായ് പില്ലർ ഇൻസ്ക്രിപ്ഷൻ വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ബാദായ് പില്ലർ ഇൻസ്ക്രിപ്ഷൻ, കലിംപൂർ കോപ്പർ പ്ലേറ്റ്, ഇത് രണ്ടുമാണ് പാലാ രാജവംശത്തെ പറ്റി, ബംഗാളിലെ പാലാ രാജവംശത്തെ പറ്റിയിട്ട് നമുക്ക് ലഭ്യമായിട്ടുള്ള സോഴ്സുകൾ. അതുപോലെ തന്നെ സമൻഗഡ് കോപ്പർ പ്ലേറ്റ് ആണ് രാഷ്ട്രകൂടാസിനെ പറ്റിയിട്ട് നമുക്ക് അറിവ് പകർന്നു തരുന്നത്. സമൻഗഡ് കോപ്പർ പ്ലേറ്റ്. അപ്പൊ ഇതൊക്കെ എക്സ്ട്രാ പോയിന്റ് ആണ്. ഇതൊക്കെ എക്സ്ട്രാ പോയിന്റ് ആണെന്ന് പറയാൻ കാരണം ഇതൊന്നും നിങ്ങൾ ഏതെങ്കിലും ഒരു മെറ്റീരിയൽ നോക്കി നിങ്ങൾക്ക് കിട്ടുന്ന സാധനങ്ങളല്ല. ഓക്കെ, അപ്പൊ അത്തരത്തിലുള്ള കണ്ടന്റുകളെയൊക്കെ നമ്മൾ ക്രോഡീകരിച്ച് ഒരു ടേബിൾ ഫോർമാറ്റിലാക്കി നിങ്ങളുടെ മുന്നിലേക്ക് തരികയാണ്. ഇത് വേണ്ട വിധത്തിൽ ഉപയോഗിക്കേണ്ട ഉത്തരവാദിത്തം നിങ്ങളുടെയാണ്. ഓക്കെ, ഞാൻ ഇപ്പോഴും പറയുന്നു, നമ്മുടെ റിവിഷൻ സീരീസിന് നിങ്ങളുടെ കാര്യമായിട്ടുള്ള പിന്തുണ ഞാൻ പ്രതീക്ഷിച്ചിരുന്നു. പക്ഷെ പലപ്പോഴും കുട്ടികൾ എന്ത് ചെയ്യുന്നില്ല, വരുന്നില്ല, നിങ്ങൾ പഠിക്കുന്നില്ല. അത് വളരെ മോശപ്പെട്ട കാര്യമാണ്. നമ്മൾ ഇത്തരത്തിലുള്ള സാഹചര്യങ്ങൾ, ഇത്തരത്തിലുള്ള ഓപ്പർച്യൂണിറ്റീസ് കിട്ടുമ്പോൾ അത് മാക്സിമം ഉപയോഗിക്കുക. ഇപ്പൊ കിട്ടുന്ന അവസരങ്ങൾ നിങ്ങൾക്ക് ചിലപ്പോൾ ഇനി കിട്ടിക്കോളാൻ നിർബന്ധമില്ല. അപ്പോൾ അവസരങ്ങൾ നഷ്ടപ്പെടാതെ പരമാവധി പഠിച്ചുള്ള സമയം കൊണ്ടൊരു ജോലി നേടാനായിട്ട് നോക്കുക. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ അതാണ് എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാനുള്ള കാര്യങ്ങൾ. ആൻഡ് പഠിച്ചിട്ട് വന്നിട്ട് ഈ ക്ലാസ്സുകൾ കാണുക. ഈ ക്ലാസ് വെറുതെ കാണാനിരിക്കരുത്. ഇതിന്റെ മെറ്റീരിയൽസ് ചുമ്മാ പഠിച്ചു പോയാൽ എക്സാം കിട്ടുന്നുള്ള മിഥ്യാധാരണയും മാറ്റിവെക്കുക. നിങ്ങൾ പഠിക്കണം. പ്രോപ്പറായിട്ടുള്ള മെറ്റീരിയൽസ് ഉപയോഗിച്ചുകൊണ്ട്, പ്രോപ്പറായിട്ടുള്ള ക്ലാസ്സുകൾ കണ്ടുകൊണ്ട് പഠിച്ച് വന്ന് ഈ വീഡിയോസ് റിവിഷന് വേണ്ടി ഉപയോഗിക്കുക. ഞാൻ വീണ്ടും വീണ്ടും പറയുന്നു. ഓക്കെ, ഇനി ഓരോ രാജവംശത്തിലെയും റൂളേഴ്സിനെ പറ്റിയിട്ട്, പ്രധാനപ്പെട്ട ഭരണകർത്താക്കളെ പറ്റി നമുക്ക് നോക്കാം. ആദ്യം ഗുർജര പ്രതിഹാര. അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫൗണ്ടിങ് റൂളറാണ് ആര്? നാഗഭട്ട. നാഗഭട്ട ജീവിച്ചിരുന്ന കാലഘട്ടം 730 മുതൽ 760 CE വരെയാണ്. അപ്പൊ ഇവിടെ ഹരിശ്ചന്ദ്ര എന്ന് പറയുന്ന ഒരു രാജാവിനെ പറ്റിയിട്ട് NCERT പറയുന്നുണ്ട്. ഹരിശ്ചന്ദ്ര ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. നിങ്ങൾ നോട്ട് എഴുതുമ്പോൾ നോട്ടിന്റെ സൈഡിൽ എഴുതി വെക്കുക. അല്ലെങ്കിൽ ഇപ്പോൾ നോട്ട് ചെയ്ത് വെച്ചിട്ട് ഈ മെറ്റീരിയൽ പ്രിന്റ് എടുക്കുമ്പോൾ അതിന്റെ സൈഡിലാണെങ്കിലും നിങ്ങൾ എഴുതി വെക്കുക. ഹരിശ്ചന്ദ്ര എന്ന് പറയുന്ന റൂളറാണ് ഈ പറയുന്ന ഗുർജർ പ്രതിഹാര എന്ന് പറയുന്ന രാജവംശത്തിന്റെ ഫൗണ്ടർ എന്ന് NCERT-യിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അവർ പാസ്റ്റ് എന്ന് പറയുന്ന പുസ്തകത്തിന്റെ 2ാം പതിപ്പിൽ ആണ് നമുക്ക് ഇത്തരത്തിലുള്ള ചാപ്റ്റർ, ഞാൻ മറന്നുപോയി, അവർ പാസ്റ്റ് 2 എന്ന് പറയുന്ന ബുക്കിനകത്താണ് നമുക്ക് ഇത്തരത്തിലുള്ള ഒരു പരാമർശം കാണാനായിട്ട് സാധിക്കുന്നത്. എന്നാൽ ഹരിശ്ചന്ദ്ര നമ്മൾ ഗുർജര പ്രതിഹാരയുടെ ഫൗണ്ടർ ആണെന്ന് പറയുമ്പോഴും ഗുർജര പ്രതിഹാരയുടെ യഥാർത്ഥ ഫൗണ്ടർ, ട്രൂ ഫൗണ്ടർ ആരാണെന്ന് ചോദിച്ചാൽ അത് നാഗഭട്ട ഒന്നാമൻ തന്നെയാണ് എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. ഇത്തവണത്തെ NTPC ഗ്രാജുവേറ്റ് ലെവലിലും ഈ ചോദ്യം ഉണ്ടായിരുന്നു. നമ്മുടെ NTPC ഗ്രാജുവേറ്റ് ലെവലിന്റെ ചരിത്രത്തിലെ ചോദ്യങ്ങൾ എവിടെ നിന്ന് എന്ന് പറഞ്ഞുകൊണ്ട് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. നമ്മുടെ ചാനൽ അവൈലബിൾ ആണ്, നിങ്ങൾക്ക് പോയി നോക്കാവുന്നതാണ്. അപ്പോൾ അതിനകത്ത് ഞാൻ ഈ ക്വസ്റ്റ്യൻ ഒന്നുകൂടെ അവിടെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇനി വത്സരാജ എന്ന് പറയുന്ന മറ്റൊരു രാജാവ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അദ്ദേഹത്തിന്റെ ഇമ്പോർട്ടൻസിന് കാരണം എന്താണ്? ധർമ്മപാലയെയും ദണ്ഡിദുർഗയെയും തോൽപ്പിച്ചു. അപ്പോൾ ആരാണ് ദണ്ഡിദുർഗ? ദണ്ഡിദുർഗ എന്ന് പറഞ്ഞാൽ രാഷ്ട്രകൂടയിലെ രാജാവാണ്. ധർമ്മപാല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാലാസിലെ രാജാവാണ്. അപ്പോൾ വത്സരാജൻ എന്ന് പറയുന്ന രാജാവിന്റെ പ്രസക്തി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം ഗുർജര പ്രതിഹാരയും പാലാസും രാഷ്ട്രകൂടാസും കനൌജിന് വേണ്ടി ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞു. അപ്പോൾ വത്സരാജ ഈ പറഞ്ഞ രണ്ടുപേരെയും തോൽപ്പിച്ചിട്ടുള്ള രാജാവാണ്. മിഹിര ഭോജ 836 885 CE, വളരെ ഇമ്പോർട്ടന്റ് ആണ്, ഓർത്തിരിക്കേണ്ട റൂളറാണ്. അദ്ദേഹമാണ് ഭോപ്പാൽ നഗരം ഫൗണ്ട് ചെയ്തത്. ചോദിച്ചിട്ടുണ്ട്, ഭോപ്പാൽ നഗരം ഫൗണ്ട് ചെയ്ത രാജാവിന്റെ പേര് ചോദിച്ചിട്ടുണ്ട്. ആരാണ്? മിഹിര ഭോജ. അതിനുശേഷം വന്നിട്ടുള്ള 2 ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള റൂളേഴ്സ് ആണ് യശപാല, ജസപാല എന്നുള്ള പേരിൽ അറിയപ്പെടുന്ന വ്യക്തി. ഓക്കെ, അപ്പോൾ ഇത്രയും പേരെ ഓർത്തിരിക്കുക. അപ്പോൾ ഈ യശപാല അല്ലെങ്കിൽ ജസപാല എന്ന പേരിൽ അറിയപ്പെടുന്ന വ്യക്തി വാലിന്റെ അറ്റത്തുള്ളത് കൊണ്ട് പാല രാജവംശമാണെന്ന് വിചാരിക്കരുത്, ഗുർജര പ്രതിഹാരയാണ്. ഓക്കെ,
ഇനി ട്രൈപാർട്ടൈറ്റ് സ്ട്രഗിളിലെ രണ്ടാമത്തെ കൂട്ടരാണ് പാല. പാലയുടെ ഫൗണ്ടർ ആരാണ്? ഇതിപ്പോ ചോദ്യം നിങ്ങൾ കണ്ടതാണ്. ആരാണ്? ഗോപാല. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള റൂളേഴ്സ് ആണ് ധർമ്മപാല, ദേവപാല. ധർമ്മപാല മകൻ, ദേവപാല കൊച്ചുമകൻ. ധർമ്മപാലയെ പറ്റിയിട്ടാണ് എവിടെ കൊടുത്തിരിക്കുന്നത്? കലിംപൂർ കോപ്പർ പ്ലേറ്റിനകത്ത് കൊടുത്തിട്ടുള്ളത്. കലിംപൂർ കോപ്പർ പ്ലേറ്റിനകത്ത് കൊടുത്തിട്ടുള്ളത്. ധർമ്മപാല പണി കഴിപ്പിച്ചിട്ടുള്ളതാണ് വിക്രംശില മോണസ്ട്രി ആൻഡ് സോമപുര മഹാവിഹാര. ധർമ്മപാലയുടെ സമയത്ത് പണി കഴിപ്പിച്ചിട്ടുള്ളതാണ് വിക്രംശില മൊണാസ്ട്രി, വിക്രംശില യൂണിവേഴ്സിറ്റി, അതുപോലെ തന്നെ സോമപുര മഹാവീരയും ധർമ്മപാല എന്ന് പറയുന്ന പാല രാജവംശത്തിന്റെ സമയത്ത് പണി കഴിപ്പിച്ചിട്ടുള്ളതാണ്. അദ്ദേഹത്തിന്റെ മകൻ ദേവപാലയും അതിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, രാഷ്ട്രകൂടാസിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള റൂളറാണ് ദണ്ഡി ദുർഗ. ദണ്ഡി ദുർഗയാണ് ഫൗണ്ടർ എന്ന് പറയുന്നത്. അതിനുശേഷം ധ്രുവ എന്ന് പറയുന്ന രാജാവ് അത്യാവശ്യം പ്രോമിനന്റ് ആയിരുന്നു. അമോഘ വർഷ വളരെ വളരെ പ്രോമിനന്റ് ആയിട്ടുള്ള വ്യക്തിയാണ്. അതിനുശേഷം ഇന്ദ്ര നാലാമൻ, രാഷ്ട്രകൂടാസിലെ ഏറ്റവും പവർഫുൾ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള റൂളർ അമോഘ വർഷമാണ്. ഏറ്റവും അവസാനത്തെ റൂളർ എന്ന് പറയുന്നത് ഇന്ദ്ര നാലാമനാണെന്നുള്ള കാര്യം കൂടെ ഓർത്തിരിക്കുക. ഇന്ദ്ര നാലാമന് ശേഷമാണ് ആ രാഷ്ട്രകൂടാസിന്റെ ആധിപത്യം അവസാനിപ്പിക്കുകയും ഇമ്പീരിയൽ ചോളന്മാരെ എന്ത് ചെയ്യുന്നു? രണ്ടാമതൊരു തിരിച്ചുവരവിലേക്ക് വരികയും ചെയ്യുന്നത്. അപ്പൊ ഇത്രയാണ് നിങ്ങൾ ട്രൈപാർട്ടൈറ്റ് സ്ട്രഗിൾ എന്ന് പറയുന്ന ഈ 3 രാജവംശങ്ങളെ പറ്റിയിട്ട് പഠിച്ചിരിക്കേണ്ടത്. നമ്മൾ അടുത്തത് നോക്കാനായിട്ട് പോകുന്നത് ആരെ പറ്റിയിട്ടാണ്? ഇമ്പീരിയൽ ചോള. ഇമ്പീരിയൽ ചോളാസിന്റെ ഈ ഒരു ഇമേജ് നിങ്ങൾ മനസ്സിൽ വെക്കുക. നിങ്ങൾ ഇതുവരെ കണ്ടിട്ടുള്ള അല്ലെങ്കിൽ കേട്ടിട്ടുള്ള ചരിത്രത്തിലെ മറ്റു രാജാക്കന്മാരെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇമ്പീരിയൽ ചോളാസ് ഒരു കാലഘട്ടത്തിൽ നമ്മൾ എങ്ങനെയാണോ ബ്രിട്ടനെ സൂര്യൻ അസ്തമിക്കാത്ത സാമ്രാജ്യം എന്ന് വിളിച്ചിരുന്നത്, അതുപോലെ തന്നെ ആ ഒരു നൂറ്റാണ്ടിലെ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ലോകത്തിലെ ഒരു സാമ്രാജ്യമായിരുന്നു ചോളന്മാരുടെ സാമ്രാജ്യം എന്ന് പറയുന്നത്. കാരണം അവരുടെ നേവി ആ കാലത്തിൽ നമ്മളെക്കാളും 1000 വർഷം മുന്നേ ജീവിച്ചിരുന്ന രാജാക്കന്മാരുടെ നേവി അറബിക്കടലിലും ബംഗാൾ ഉൾക്കടലിലും സ്ഥിരമായിട്ട് പെട്രോളിംഗ് നടത്തിയിരുന്ന, ഈ പറയുന്ന അതിൽ കച്ചവടം നടത്തിയിരുന്ന, ഇത്രയും ഏരിയയിലേക്ക് വ്യാപിച്ചു കിടന്നിരുന്ന വലിയൊരു സംസ്കാരത്തിന്റെയും വലിയൊരു സാമ്രാജ്യത്തിന്റെയും ഉടമകളായിരുന്നു ഇമ്പീരിയൽ ചോളന്മാരെന്നുള്ള കാര്യം കൂടെ ഓർത്തിരിക്കുക. ഓക്കെ, ഇതാണ്ടോ ചോളയുടെ ടെറിട്ടറിയാണ് മഞ്ഞ നിറത്തിൽ കൊടുത്തിരിക്കുന്നത്. ചോളന്മാരുടെ ഇൻഫ്ലുവൻസ് ഉള്ള അതായത് അവരവിടെ എത്തിപ്പെട്ടിരുന്ന സ്ഥലങ്ങളാണ് നീല നിറത്തിൽ കൊടുത്തിരിക്കുന്നത്. ഇവിടെ നോക്കി നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇന്തോനേഷ്യയിൽ അവർ എത്തിപ്പെടാത്ത സ്ഥലങ്ങളൊന്നുമില്ല. ആൻഡ് അവരുടെ ട്രേഡ് ഈ സൈഡിൽ കൂടെ കടന്ന് അങ്ങ് ജപ്പാൻ വരെ പോകുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഓസ്ട്രേലിയയും ജപ്പാനൊക്കെയാണ് അപ്പുറത്ത് കിടക്കുന്നത് അല്ലെ. അപ്പൊ ആ അത്രയും ഏരിയയിലൂടെ വ്യാപാരം നടത്തിയിരുന്ന, 1000 വർഷം മുന്നേ വ്യാപാരം നടത്തിയിരുന്ന വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു എൻറ്റിറ്റി ആയിരുന്നു ഇമ്പീരിയൽ ചോളന്മാർ. അവിടെ നിന്ന് ചോദിച്ചിട്ടുള്ള 2 ചോദ്യങ്ങൾ നോക്കിയാലോ. In the Chola administration, Dash was the assembly in the villages which were inhabited predominantly by Brahmins. അപ്പോൾ ചോളന്മാരുടെ സമയത്ത് ബ്രാഹ്മിൻസ് ഏറ്റവും കൂടുതൽ ഡോമിനേറ്റ് ചെയ്തിരുന്ന അസംബ്ലിയെ വിളിച്ചിരുന്ന പേര് എന്ത്? സഭ എന്നാണ്. ഓക്കെ, ഇനി ചോള രാജാവായിട്ടുള്ള രാജരാജ ഒന്നാമൻ അധികാരത്തിലേക്ക് വന്ന വർഷം 985. 982 ഇന്ദിരാ നാലാമൻ എന്ത് ചെയ്യുന്നത്? മരണപ്പെടുന്നത്. 985 ചോള രാജാവായിട്ടുള്ള രാജരാജ ഒന്നാമൻ എന്ത് ചെയ്യുന്നു? അധികാരത്തിലേക്ക് വരുന്നു. ഓക്കെ, അപ്പോൾ ഇതിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റൂളേഴ്സിനെയും അവരുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ പഠിക്കുന്നതിന് വേണ്ടി ഞാൻ ഇവിടെ ഒരു ടേബിൾ ഫോർമാറ്റിൽ കൊടുത്തിട്ടുണ്ട്. ഇമ്പീരിയൽ ചോള എന്ന് പറയുന്ന ഈ പുതിയ ചോളന്മാർ 3 കാലഘട്ടത്തിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഏൻഷ്യൻ ചോളാസ്, മെഡീവിയൽ ചോളാസ് ആൻഡ് കുറച്ചുകൂടെ കഴിഞ്ഞതിന് ശേഷം ഈ ഇമ്പീരിയൽ ചോളന്മാരുടെ കാലത്തിന് ശേഷമുള്ള ഒരു ചോള രാജവംശം കൂടെ ഉണ്ട്. വളരെ ചെറിയ ഏരിയയിൽ മാത്രം പവർ ഉണ്ടായിരുന്ന ആളുകൾ. പക്ഷെ അതിൽ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ചോളന്മാർ ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇമ്പീരിയൽ ചോളന്മാരാണ്. നമ്മൾ സംഘകാലം പഠിച്ചപ്പോൾ ഒരു ചോളന്മാരെ പറ്റി പഠിച്ചു അല്ലെ. ചേര ചോള പാണ്ഡ്യന്മാരെന്ന് പറയുന്ന മൂവേന്ദ്രന്മാരെ പറ്റി പഠിച്ചു. ഇവരും തമ്മിൽ പ്രത്യക്ഷത്തിൽ ബന്ധമില്ല, പക്ഷെ ബന്ധം സ്ഥാപിക്കാനുള്ള ലീനിയേജ് ഒക്കെ നോക്കാനായിട്ടുള്ള ശ്രമങ്ങളൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നു. കാരണം ഇത് രണ്ട് കാലഘട്ടം തമ്മിൽ ഏകദേശം 300-400 പരം വർഷങ്ങളുടെ വ്യത്യാസമുണ്ട്. സംഘകാലം നമുക്കറിയാം 3-ാം നൂറ്റാണ്ട് BC മുതൽ 3-ാം നൂറ്റാണ്ട് AD വരെ നിന്നിരുന്നതാണ്. ഈ പറയുന്ന ഇമ്പീരിയൽ ചോളന്മാർ അവരുടെ അധികാരത്തിലേക്ക്, അവരുടെ പീക്ക് മൊമെന്റിലേക്ക് വരുന്നത് 800 വർഷം, 800-ാം ആണ്ടിലേക്കാണ് വരുന്നത്. എന്ന് പറഞ്ഞാൽ 500 വർഷത്തിനിപ്പുറം, സംഘകാലത്തിന്റെ 500 വർഷത്തിനിപ്പുറമാണ് ഇമ്പീരിയൽ ചോളന്മാർ പവർഫുൾ ആയിട്ട് വരുന്നത്. ഓക്കെ, പ്രധാനപ്പെട്ട റൂളേഴ്സും അവരുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ ഓർത്തിരിക്കേണ്ട പോയിന്റ്സുമാണ് ഞാൻ ഇവിടെ കൊടുത്തിട്ടുള്ളത്. വിജയാലയാണ് ഇമ്പീരിയൽ ചോളന്മാരുടെ ഫൗണ്ടർ ആയിട്ട് പറയുന്നത്. വിജയാലയ, ആ പേര് ഓർത്തിരിക്കുക, വിജയാലയ. അതിനുശേഷം വരുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റൂളറാണ് ആദിത്യ ഒന്നാമൻ. ആദിത്യ ഒന്നാമന്റെ പ്രത്യേകതയായിട്ട് പറയുന്നത് എന്താ? ചോളാസ് എലോങ് വിത്ത് പല്ലവ. അപ്പൊ അന്ന് പല്ലവന്മാരുടെ കൂട്ടുപിടിച്ചുകൊണ്ട് മധുരയിലെ ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള പാണ്ഡ്യന്മാരെ എന്ത് ചെയ്യുന്നുണ്ട്? തോൽപ്പിക്കുന്നു 885 CE. അതിനുശേഷം അധികാരത്തിലേക്ക് വരുന്ന റൂളറാണ് പരന്തക രണ്ടാമൻ. പരന്തക രണ്ടാമനാണ് ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള അല്ലെങ്കിൽ അത്യാവശ്യം ഈ ഇമ്പീരിയൽ ചോളാസിന്റെ ഒരു അടിത്തറയിട്ട റൂളർ എന്ന് നമുക്ക് പറയാൻ പറ്റുന്നത് പരന്തക രണ്ടാമനെയാണ്. പരന്തക രണ്ടാമനെ തൊട്ട് നിങ്ങൾക്ക് അറിയാവുന്ന കഥാപാത്രങ്ങളാണ് നമ്മുടെ പൊന്നിയിൻ സെൽവനിലെ ഇവരുടെ അച്ഛനായിട്ടുള്ള രാജാവ് സുന്ദര ചോളൻ എന്ന് പറയുന്ന രാജാവിന്റെ കഥാപാത്രമാണ് പരന്തക രണ്ടാമൻ എന്ന് പറയുന്നത്. 958 മുതൽ 973 വരെയാണ് പരന്തക ഭരിച്ചിരുന്നത്.
അപ്പോൾ he was also known as സുന്ദര ചോള. ദ പാണ്ഡ്യൻ റൂളർ വീരപാണ്ഡ്യ വാസ് ഡിഫീറ്റഡ് ആൻഡ് മധുരൈ വാസ് ടേക്കൺ. അങ്ങനെ ആ കാലഘട്ടത്തിൽ ഇവരുടെ പ്രധാന എതിരാളിയായിട്ടുള്ള പാണ്ഡ്യ രാജാവായിട്ടുള്ള വീരപാണ്ഡ്യനെ തോൽപ്പിക്കുകയും മധുരൈ പിടിച്ചെടുക്കുകയും ചെയ്യുന്നു ആര്, ഇമ്പീരിയൽ ചോള. പൊന്നിയിൻ സെൽവന്റെ കഥയുടെ ഒരു ബാക്ക്ഗ്രൗണ്ട് സ്റ്റോറിയാണ് ഇപ്പൊ ഇവിടെ ഞാൻ പറഞ്ഞത്. ഉത്തമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ റഹ്മാൻ ചെയ്ത കഥാപാത്രമാണ്. അപ്പോൾ പരന്തക രണ്ടാമന്റെ മരണത്തിന് ശേഷം നമുക്കറിയാം ആദിത്യ കരികാലൻ ആ സിനിമ ഈ പറഞ്ഞ പോലെ ഒരു ലെജൻഡ് എന്നെ ബേസ് ചെയ്തിട്ടുള്ളതാണ്. ഹിസ്റ്റോറിക്കൽ ഫാക്ടുകൾ കുറച്ചുണ്ടെങ്കിലും കൂടുതലും അത് എന്താണ് ഈ പറഞ്ഞ മറ്റ് കഥകളാണ്. ഉത്തമ എന്ന് പറയുന്ന അവിടുത്തെ റഹ്മാന്റെ കഥാപാത്രമാണ്. ഓൾസോ നോൺ ആസ് മധുരാന്തക. ഉദയകുമാർ വാസ് എ ചോള എംപറർ ഹു റൂൾഡ് ഫ്രം 971 CE ടു 985 CE. അതിനുശേഷമാണ് നമ്മൾ പൊന്നിയിൻ സെൽവൻ എന്ന് വിളിക്കുന്ന അഥവാ രാജരാജ ഒന്നാമൻ എന്ന് വിളിക്കുന്ന ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള രാജാവ് അധികാരത്തിലേക്ക് വരുന്നത്. രാജ ആ സമയത്തെ നമ്മുടെ തിരുവനന്തപുരത്ത് ഉണ്ടായിരുന്ന ചേരന്മാരെ തോൽപ്പിക്കുന്നു, കൊല്ലം അറ്റാക്ക് ചെയ്യുന്നു, മധുരൈ പിടിച്ചെടുക്കുന്നു, പാണ്ഡ്യരാജാവിനെ തോൽപ്പിക്കുന്നു, ശ്രീലങ്ക ഇൻവേഡ് ചെയ്യുന്നു. ആൻഡ് അദ്ദേഹം മാൽദീവ്സ് പിടിച്ചെടുക്കുന്നുണ്ട്. 1010 അദ്ദേഹം രാജരാജേശ്വര ടെമ്പിൾ അല്ലെങ്കിൽ ബൃഹത്തേശ്വര ടെമ്പിൾ തഞ്ചാവൂർ പണി കഴിപ്പിക്കുന്നുണ്ട്. തഞ്ചാവൂരിലെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള അമ്പലങ്ങളിലൊന്നാണ് ബൃഹത്തേശ്വര ടെമ്പിൾ എന്ന് പറയുന്നത്. അത് പണി കഴിപ്പിക്കുന്ന രാജാവ് ആരാണെന്ന് ചോദിച്ചാൽ രാജരാജ ചോളനാണ്. അതിനുശേഷം രാജേന്ദ്ര ചോളൻ വരുന്നു. അദ്ദേഹത്തെ വിളിക്കുന്ന മറ്റൊരു പേരാണ് ഗംഗൈ കൊണ്ട ചോളൻ. അതുകൊണ്ട് കാരണം അദ്ദേഹം എന്ത് ചെയ്യുന്നു, ഗംഗ വരെയുള്ള രാജാക്കന്മാരെ തോൽപ്പിച്ചു എന്നാണ് പറയുന്നത്. നിങ്ങൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ അവരുടെ ഇൻഫ്ലുവൻസ് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും അല്ലെ. അപ്പൊ ഗംഗ വരെ ഉണ്ടായിരുന്ന രാജാക്കന്മാരെയൊക്കെ പോയി അവിടെ നിന്ന് അവർ തോൽപ്പിച്ചു കൊണ്ടുവന്നിരുന്നു എന്നാണ് പറയുന്നത്. അതുകൊണ്ട് അദ്ദേഹത്തെ ഗംഗൈ കൊണ്ട ചോളൻ എന്ന് വിളിക്കുന്നു. അദ്ദേഹം ഫൗണ്ട് ചെയ്ത സിറ്റിയാണ് ഗംഗൈ കൊണ്ട ചോളപുരം. ഓക്കെ, അപ്പൊ ഇത്രയും പോയിന്റ്സ് ഇമ്പീരിയൽ ചോളാസിനെ പറ്റിയിട്ട് നിങ്ങൾ ഓർത്തിരിക്കുക, അവരുടെ റൂളേഴ്സിനെ പറ്റി ഓർത്തിരിക്കുക. പക്ഷെ ഈ റൂളേഴ്സിനേക്കാൾ കൂടുതൽ ചോദ്യങ്ങൾ ഇമ്പീരിയൽ ചോളയിൽ നിന്ന് ചോദിച്ച് നമ്മൾ കാണുന്നത് ഇനി കാണുന്ന ഏരിയ ആണ്. അതുകൊണ്ടാണ് ഇത് സ്കോർ പോയിന്റ് ആയിട്ട് നിങ്ങൾ പഠിച്ചിരിക്കുന്നതിന് വേണ്ടി നമ്മുടെ കൊടുത്തിട്ടുള്ളത്. ഈ ടേംസ് നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചു പോവുക. NTPCക്കൊക്കെ ഒരുപാട് ചോദ്യങ്ങൾ ഈ ഏരിയയിൽ നിന്ന് വന്നിട്ടുണ്ട്, ഇനിയും ചോദിക്കും, ഗ്രൂപ്പ് ഡിക്കും ചോദിക്കും, ഈ പറഞ്ഞ ഏത് എക്സാംസിനും ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. അപ്പോൾ ഇതൊന്ന് പഠിച്ചു പോവുക. ചോള അഡ്മിനിസ്ട്രേഷനുമായിട്ട് ബന്ധപ്പെട്ട അവരുടെ ഡിവിഷൻസ്. അപ്പോൾ ചോള കാലത്തെ ഇത്രയും വലിയ സാമ്രാജ്യം അവരെങ്ങനെയാണ് ഭരിച്ചിരുന്നത്, അതിന്റെ പ്രധാനപ്പെട്ട ഡിവിഷൻസ് ആണ് മണ്ഡലങ്ങൾ. ചോള സാമ്രാജ്യത്തെ മണ്ഡലങ്ങളായിട്ട് തിരിക്കും. മണ്ഡലം എന്ന് പറഞ്ഞാൽ പ്രൊവിൻസുകളാണ്. അതിനുശേഷം അതിനെന്തായിട്ട് തിരിക്കും, ഡിവിഷൻസ് ആയിട്ട് തിരിക്കും. അതാണ് വലനാട് എന്ന് പറയുന്നത്. പിന്നെ നാടുകളായിട്ട് തിരിക്കും, ജില്ലകൾ. പിന്നെ കുറം എന്ന് പറഞ്ഞാൽ വില്ലേജ്, ഗ്രാമങ്ങളായിട്ട് തിരിക്കും. ഇനി അതിനുശേഷം ആ കാലഘട്ടത്തിൽ ഉപയോഗിച്ചിരുന്ന മറ്റ് ഇപ്പം ഗ്രാമങ്ങളുണ്ടല്ലോ, കുറത്തിനകത്തുള്ള അസംബ്ലികളെയാണ് ഊരെന്ന് പറഞ്ഞാൽ ജനറൽ അസംബ്ലി, നമ്മൾ ഇന്നത്തെ ഗ്രാമസഭ പോലെ. സഭ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നേരത്തെ ചോദിച്ചതാണ്, സഭ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രാഹ്മിൻസിന്റെ കൂട്ടായ്മ, അഗ്രഹാരങ്ങൾ പോലെയുള്ള സംഭവങ്ങൾ. പിന്നെ റവന്യൂ ഡിപ്പാർട്ട്മെന്റ്, അതുപോലെ തന്നെ മറ്റു ഡിപ്പാർട്ട്മെന്റ്സിനെ പറ്റി പറയുന്നുണ്ട്. ഇതിനേക്കാൾ ഉപരിയായിട്ട് നിങ്ങൾ പഠിച്ചിരിക്കേണ്ട ഏതാനും ടേംസ് ആണ് താഴെ കൊടുത്തിരിക്കുന്നത്. ഇത് നിർബന്ധമായിട്ട് നിങ്ങൾ പഠിക്കണം. ഈ ടേംസ് കൂടെ കൃത്യമായിട്ട് പഠിച്ചു പോവുക. ഇതെന്താണെന്ന് ഇതിനു മുന്നേ RRB ചോദിച്ചിട്ടുള്ള ടേംസ് ആണ് ഞാൻ കൂടുതൽ എഴുതിയിട്ടുള്ളത്. ഇതല്ലാത്ത ടേംസ് ഒക്കെ നമ്മൾ ക്ലാസ്സിനകത്ത് പറഞ്ഞിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുള്ള ഭാഗങ്ങളാണ് ഞാൻ ഇവിടെ കാണിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ശലഭോഗ പഠിച്ചു പോവുക, ബ്രഹ്മദേയ പഠിച്ചു പോവുക, ദേവദാന പഠിച്ചു പോവുക, പള്ളിച്ചന്ദ്രൻ, വേലൻ വകയൊക്കെ കൃത്യമായിട്ട് പഠിച്ചു പോകാനായിട്ട് നോക്കുക. ഓക്കെ, ഇനി നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് അറബ് ഇൻവേഷൻ ആണ്. ഓക്കെ, അറബ് ഇൻവേഷനിൽ 3 ഇൻവേഷൻസ് ആണ് നമ്മൾ പ്രധാനമായിട്ട് പഠിക്കുന്നത്. ആ 3 ഇൻവേഷൻസ് കൃത്യമായിട്ട് മനസ്സിലാക്കി പോവുക. അതിന്റെ പിന്നിലെ ഒരു ബാക്ക്ഗ്രൗണ്ട് സ്റ്റോറി മനസ്സിലാക്കി പോവുക. ഇപ്പോൾ RRB ആയിക്കോട്ടെ, SSC ആയിക്കോട്ടെ, അവർ ചോദിക്കുന്ന ചോദ്യങ്ങൾ എന്ന് പറയുന്നത് ഗ്യാപ്പുകളിൽ നിന്നാണ്. മനസ്സിലാവുന്നുണ്ടോ? ഗ്യാപ്പുകളിൽ നിന്നാണ്. എന്താണ് ഗ്യാപ്പ് എന്നുള്ളതുകൊണ്ട് അർത്ഥമാക്കുന്നത്? പോസ്റ്റ് മൗര്യൻ പീരീഡ്. അപ്പൊ മൗര്യ സാമ്രാജ്യത്തിനും ഗുപ്ത സാമ്രാജ്യത്തിനും ഇടയിലുള്ള ഒരു കാലഘട്ടമാണ് പോസ്റ്റ് മൗര്യൻ പീരീഡ്. ഇത് RRBക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഏരിയ. കാരണം അധികം മെറ്റീരിയൽസ്, അധികം കണ്ടന്റുകൾ ഈ ഏരിയയിൽ നിന്നും ക്ലാസ്സുകളോ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ നോട്ട്സോ, ഈവൻ NCERT ടെക്സ്റ്റ് ബുക്കിനകത്ത് പോലും എന്തില്ല, കാര്യമായിട്ടുള്ള ഡീറ്റെയിലിംഗ് ഇല്ല. അപ്പൊ അവിടെ നിന്ന് ചോദ്യങ്ങൾ ചോദിച്ച് കുട്ടികളെ ബുദ്ധിമുട്ടിക്കുക. പിന്നെ ഗുപ്ത സാമ്രാജ്യത്തിനും ഈ പറയുന്ന സുൽത്താൻമാർക്കും ഇടയിലുള്ള ഞാൻ ഇപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്ന ഈ ഒരു കാലഘട്ടം ഉണ്ടല്ലോ, പോസ്റ്റ് ഗുപ്ത പീരീഡ്, അതും ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു ഏരിയയാണ്. പിന്നെ ഈ പറഞ്ഞ ഡെക്കാൻ സുൽത്താനും ഡൽഹി സുൽത്താനും മുഗൾസിനും മുന്നേ ഉള്ള ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ, ഈ ട്രൈപാർട്ടൈറ്റ് സ്ട്രഗിൾ, അറബ് ഇൻവേഷൻസ്, ഇങ്ങനെയുള്ള ഏരിയയിൽ നിന്നൊക്കെ ഇപ്പോൾ ചോദ്യങ്ങൾ RRB സ്ഥിരമായിട്ട് ചോദിച്ച് കാണുന്നുണ്ട്. കുട്ടികളെ ബുദ്ധിമുട്ടിക്കുന്നതിന് വേണ്ടിയിട്ടാണ്, മറ്റൊന്ന് കോമ്പറ്റീഷൻ കൂട്ടുന്നതിന് വേണ്ടിയിട്ടാണ്. കാരണം വർഷാവർഷം റിപ്പീറ്റ് ചെയ്തിട്ടാണ് ചോദ്യങ്ങൾ വരുന്നതെന്നുണ്ടെങ്കിൽ കുട്ടികൾ എന്ത് ചെയ്യും, ആ ക്വസ്റ്റൻസ് എല്ലാം പഠിച്ചിട്ട് പോകുമ്പോൾ കട്ട് ഓഫ് ഭയങ്കരമായിട്ട് കയറും. അപ്പോൾ എക്സാം ഒന്ന് കട്ടിക്കാക്കാനായിട്ട് ഇവരെന്ത് ചെയ്യുന്നു, പല രീതിയിലുള്ള പല ഭാഗത്തു നിന്നുള്ള ചോദ്യങ്ങൾ ചോദിക്കുന്നു. അതുകൊണ്ട് ഹിസ്റ്ററി നമ്മൾ അത്യാവശ്യം ഡീറ്റെയിൽ ആയിട്ടാണ് നമ്മൾ ക്ലാസ്സിനകത്ത് പഠിപ്പിച്ചിട്ടുള്ളത്. നമ്മൾ ക്ലാസ് എടുത്തിട്ടുള്ള കുട്ടികൾക്ക് അറിയാവുന്നതാണ് നമ്മൾ എത്ര ക്ലാസ്സുകളാണ് ഹിസ്റ്ററിക്ക് വേണ്ടി മാത്രം തരുന്നത് എന്നുള്ളത് അല്ലെ. എനിക്ക് തോന്നുന്നു GK ഏറ്റവും കൂടുതൽ ക്ലാസ്സുകളുള്ള ഒരു വിഷയമാണ് ഹിസ്റ്ററി എന്ന് പറയുന്നത്. നമ്മൾ ഇപ്പോഴും അതിനകത്തേക്ക് ആഡ് ഓൺ എടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൽ ഞാൻ അന്ന് ആ ക്ലാസ്സിനകത്തും പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ ടോപ്പിക്ക് നമ്മളൊരു ക്ലാസ്സിനകത്ത് എടുത്തിട്ടുള്ളതാണ്, അത്യാവശ്യം ഡീറ്റെയിൽ ആയിട്ട് എടുത്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് മാക്സിമം അതിനെ
നിങ്ങൾക്ക് അറിയാത്ത കുട്ടികൾക്ക് മനസ്സിലാവുന്ന രീതിയിലാണ് ഞാൻ ഈ സ്ലൈഡും സെറ്റ് ചെയ്തിട്ടുള്ളത്. നമുക്ക് അത് വെച്ചിട്ട് നോക്കാം. ഓക്കെ, അപ്പോൾ ഇവിടുന്ന് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങൾ നമുക്ക് നോക്കാം. ഏറ്റവും ആദ്യത്തെ ചോദ്യം എന്ന് പറയുന്നത് there were two battles fought between മുഹമ്മദ് ഗോരീസ് ഫോഴ്സസ് ആൻഡ് പൃഥ്വിരാജ് ചൗഹാൻ in which പൃഥ്വിരാജ് ചൗഹാൻ lost the second battle of Dash and his kingdom was captured. അപ്പോൾ 2 യുദ്ധങ്ങളാണ് മുഹമ്മദ് ഗോരിയും പൃഥ്വിരാജ് ചൗഹാനും തമ്മിൽ നടത്തിയിട്ടുള്ളത്. അതിലെ രണ്ടാമത്തെ യുദ്ധത്തിനകത്ത് പൃഥ്വിരാജ് ചൗഹാൻ അദ്ദേഹത്തിന്റെ രാജ്യവും ചെങ്കോലും കിരീടവും ഒക്കെ നഷ്ടപ്പെടുകയാണ്. അത് ഏത് യുദ്ധം എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ആൻസർ വരുന്നത് ബാറ്റിൽ ഓഫ് ടെറൈൻ, ബാറ്റിൽ ഓഫ് ചന്ദാവാർ. ചന്ദാവാർ യുദ്ധം നടന്നത് ആരൊക്കെ തമ്മിലാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ആദ്യത്തെ ചോദ്യം ഗ്രൂപ്പ് ഡിക്ക് ചോദിച്ചാണ്, രണ്ടാമത്തെ ചോദ്യം SSCക്ക് ചോദിച്ചാണ്. രണ്ടാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം എന്ന് പറയുന്നത് ജയ്ചന്ദും മുഹമ്മദ് ഗോരിയും ജയ്ചന്ദും തമ്മിലുള്ള യുദ്ധമാണ് ചന്ദാവാർ യുദ്ധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഈ ഒരു ഭാഗത്തെ പറ്റിയിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ഒന്ന് നോക്കിയെടുക്കാം. പ്രധാനമായിട്ടും 3 ഇൻവേഷൻസ് ആണ്, ഇസ്ലാമിക് ഇൻവേഷൻസ് ആണ് ഈ സമയത്ത് നടക്കുന്നത്. ഓക്കെ, ഈ ഇസ്ലാമിക് ഇൻവേഷൻ എന്ന് പറയുന്ന ആ ഒരു ടേം തന്നെ ആക്ച്വലി ഹിസ്റ്റോറിക്കലി ഞാൻ അഗ്രി ചെയ്യുന്ന ഒരു ടേം അല്ല. കാരണം എന്താണ്, അറബ് ഇൻവേഷൻ എന്ന് പറയുന്നതാണ് കുറച്ചുകൂടെ നല്ലത്. കാരണം ആ സമയത്ത് ഓൾറെഡി ഇവിടെ ഉണ്ടായിരുന്ന ഈ പറയുന്ന ഇസ്ലാം സ്പ്രെഡ് ചെയ്തിട്ടുള്ള സ്ഥലങ്ങളിലേക്ക് കൂടെ എന്ത് ചെയ്യുന്നുണ്ട്, ഈ അറബ്സ് അവിടെയും വന്നിട്ട് യുദ്ധം, അതായത് മുസ്ലിംസ് ആൻഡ് മുസ്ലിംസ് തമ്മിൽ എന്ത് ചെയ്യുന്നുണ്ട്, അവിടെ യുദ്ധം നടക്കുന്നുണ്ട്. അപ്പോൾ അറബ് ഇൻവേഷൻ എന്ന് പറയുന്ന ടേമാണ് കുറച്ചുകൂടെ നമുക്ക് പൊളിറ്റിക്കലി കറക്റ്റ് ആയിട്ടുള്ള ഒരു ടേം എന്ന് പറയുന്നത്. 3 തരത്തിലുള്ള ഇൻവേഷൻസ് ആണ് പ്രധാനമായിട്ട് അവിടെ നടക്കുന്നത്. അതിൽ ഒന്നാമത്തെ ഇൻവേഷൻ എന്ന് പറയുന്നത് മുഹമ്മദ് ബിൻ ഖാസിമിന്റെ നേതൃത്വത്തിലുള്ള ഇൻവേഷൻ, രണ്ടാമത്തെ ഇൻവേഷൻ എന്ന് പറയുന്നത് മുഹമ്മദ് ഓഫ് ഗസനിയുടെ നേതൃത്വത്തിലുള്ള ഇൻവേഷൻ, ആൻഡ് മൂന്നാമത്തെ ഇൻവേഷൻ എന്ന് പറയുന്നത് മുഹമ്മദ് ഗോരി. അപ്പൊ ഈ രീതിയിൽ 3 ഇൻവേഷൻസ് നടന്നതിന് ശേഷമാണ് ഇന്ത്യ ഈ പറയുന്ന പോലെ ഒരു ഇസ്ലാമിക് റൂളിന്റെ കീഴിലേക്ക് വരുന്ന ഒരു സാഹചര്യം ഉണ്ടാവുന്നത്. അപ്പൊ അതിൽ ഒന്നാമത്തെ ഇൻവേഷനെ പറ്റി നമുക്ക് നോക്കാം. ഒന്നാമത്തെ ഇൻവേഷൻ നടക്കുന്നത് 712ലാണ്. 712ലാണ് ഒന്നാമത്തെ ഇൻവേഷൻ നടക്കുന്നത്. അപ്പൊ ഈ പേരുകളൊക്കെ ചോദിച്ചു വെക്കുക. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഗ്യാപ്പുകളിൽ നിന്ന് ചോദ്യങ്ങൾ വരുന്നുണ്ട്. അപ്പൊ അന്നത്തെ അറബ് ഗവർണർ ആയിട്ടുള്ള ഹജാജ് ബിൻ യൂസഫ് എന്ത് ചെയ്യുന്നു, അദ്ദേഹത്തിന്റെ മിലിറ്ററി കമാൻഡർ ആയിട്ടുള്ള മുഹമ്മദ് ബിൻ ഖാസിമിനെ സിന്ധിലേക്ക് അയക്കുന്നു. എങ്ങോട്ട് അയക്കുന്നത്? സിന്ധ് എന്ന് പറയുന്ന ഏരിയ. സിന്ധ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നത്തെ ഗുജറാത്തിന്റെ ഒക്കെ അപ്പുറത്ത് കിടക്കുന്ന പാകിസ്ഥാൻ ഏരിയ കേന്ദ്രീകരിച്ചിട്ടുള്ള ഒരു ഏരിയയാണ് സിന്ധ്. സിന്ധിലേക്ക് അയക്കുന്നു. വർഷം 712. അപ്പൊ ഈ ഹജാജ് ബിൻ യൂസഫ് ആരാണ്? ഹജാജ് ബിൻ യൂസഫ് എന്ന് പറയുന്നത് അന്നത്തെ ഉമയ്യദ് ഖലീഫേറ്റ് രണ്ടാമത്തെ ഖലീഫേറ്റ് ആണ് ഉമയ്യദ് ഖലീഫേറ്റ്. ഉമയ്യദ് ഖലീഫേറ്റിന്റെ കീഴിൽ അദ്ദേഹത്തിന്റെ ഒരു ഗവർണർ ആയിട്ടുള്ള, അദ്ദേഹത്തിന്റെ വളരെ വിശ്വസ്തനായിട്ടുള്ള ഒരു വ്യക്തിയാണ് അന്നത്തെ ഖലീഫയുടെ വളരെ വിശ്വസ്തനായിട്ടുള്ള വ്യക്തിയാണ് ഹജാജ് ബിൻ യൂസഫ് എന്ന് പറയുന്നത്. അദ്ദേഹം സിന്ധ് പിടിച്ചെടുക്കുന്നതിന് വേണ്ടി മുഹമ്മദ് ബിൻ ഖാസിം എന്ന് പറയുന്ന ഹജാജ് ബിൻ യൂസഫിന്റെ തന്നെ ഒരു കമാൻഡറെ എങ്ങോട്ട് അയക്കുന്നു? സിന്ധിലേക്ക് അയക്കുന്നു. അവിടെ സിന്ധിലേക്ക് വന്നിട്ട് അദ്ദേഹം ആരെ തോൽപ്പിക്കുകയാണ്? ദഹർ എന്ന് പറയുന്ന ദഹർ എന്ന് പറയുന്ന രാജാവിനെ തോൽപ്പിക്കുകയും സിന്ധ് പിടിച്ചെടുക്കുകയും ചെയ്യുന്നു. അപ്പൊ ഇതിന് പിന്നിൽ കുറെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ആ സമയത്ത് ഈ സിന്ധ് ഏരിയ കേന്ദ്രീകരിച്ചിട്ടുണ്ടായിരുന്ന കുറച്ച് പൈറേറ്റ്സ് അല്ലെ, പൈറേറ്റ്സ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, കടൽ കൊള്ളക്കാർ ഈ അറബികൾ കച്ചവടത്തിന് വേണ്ടി ഈ പറഞ്ഞ നമ്മുടെ കേരള കോസ്റ്റിലേക്കും അതുപോലെ തന്നെ ശ്രീലങ്കയിലേക്കും പിന്നീട് ഇപ്പുറത്തേക്കും നമ്മുടെ ഈസ്റ്റേൺ കോസ്റ്റിലേക്കൊക്കെ അറബികൾ പോകുന്ന സമയത്ത് ഈ കടൽ കൊള്ളക്കാർ ഈ സിന്ധ് ഏരിയ കേന്ദ്രീകരിച്ചുകൊണ്ട് ഈ ദഹർ രാജാവിന്റെ ആ ഒരു ഏരിയ കേന്ദ്രീകരിച്ചുകൊണ്ട് പ്രവർത്തിച്ചിരുന്ന കടൽ കൊള്ളക്കാർ വളരെ ശല്യമായിട്ട് വന്നപ്പോഴാണ് ഹജാജ് ബിൻ യൂസഫ് എന്ത് പറയുന്നത്, മുഹമ്മദ് ബിൻ ഖാസിമിന്റെ അടുത്ത് പോയിട്ട് പറയുന്നത്, ആ ഏരിയ നീ പിടിച്ചെടുത്ത് നമ്മുടെ അധീനതയിലേക്ക് കൊണ്ടുവരിക, നമ്മുടെ ഖലീഫേറ്റിന്റെ ഭാഗമാക്കി മാറ്റുക. അപ്പൊ അവിടെയുള്ള പോർട്ടുകളൊക്കെ നമ്മൾ കൺട്രോൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ഈ കടൽ കൊള്ളക്കാരെ പേടിക്കാതെ കൃത്യമായിട്ട് അതിലൂടെ വ്യാപാരം നടത്താമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ആക്രമണം നടക്കുന്നത്. അങ്ങനെ മുഹമ്മദ് ബിൻ ഖാസിം എന്ത് ചെയ്യുന്നു, ബ്രാഹ്മണാബാദ് എന്ന് പറയുന്ന സ്ഥലവും ദേബാൾ എന്ന് പറയുന്ന സ്ഥലവും ഒക്കെ പിടിച്ചെടുക്കുകയും അവിടെയൊക്കെ ഈ പറഞ്ഞ കടൽ കൊള്ളക്കാരെ കംപ്ലീറ്റ് തൂത്ത് അടിച്ച് വൃത്തിയാക്കി ആക്കുന്നുണ്ട്. അപ്പൊ ഇതാണ് ചരിത്രത്തിലെ ഏറ്റവും ആദ്യത്തെ ഒരു ഇസ്ലാമിക് ഇൻവേഷൻ ആയിട്ട് നമ്മൾ പറയുന്നത്. വർഷം 712. ഓക്കെ, രണ്ടാമത്തെ ഇൻവേഷൻ നടക്കുന്നത് 963 ശേഷം നമ്മുടെ മുഹമ്മദ് ഓഫ് ഗസനിയുടെ നേതൃത്വത്തിലാണ്. അപ്പൊ മുഹമ്മദ് ഓഫ് ഗസനിയുടെ ബാക്ക്ഗ്രൗണ്ട് നിങ്ങൾ ഒന്ന് അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. മുഹമ്മദ് ഓഫ് ഗസനിയുടെ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുമ്പോൾ അലപ്തജിൻ എന്ന് പറയുന്ന വ്യക്തിയെ നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം. അലപ്തജിൻ എന്ന് പറയുന്ന വ്യക്തി ഗസനി പിടിച്ചെടുക്കുന്നുണ്ട്. അപ്പൊ സമനിറ്റ് എന്ന് പറയുന്ന ഒരു എംപയർ അവിടെ ഉണ്ടായിരുന്നു. സമനിറ്റ് എന്ന് പറയുന്ന ഒരു എംപയർ അവിടെ ഉണ്ടായിരുന്നു. ആ എംപയറിന്റെ കീഴിൽ വർത്തിച്ചിരുന്ന ഒരാളാണ് അലപ്തജിൻ. 963 ഗസ്നി എന്ന് പറയുന്ന സ്ഥലം പിടിച്ചെടുക്കുന്നു. അലപ്തജിന്റെ നേതൃത്വത്തിലുണ്ടായിരുന്ന സബുക്തിജിൻ എന്ത് ചെയ്യുന്നു, ഗസ്നാവിദ് എംപയറിന് അടിത്തറവാകുന്നു. അദ്ദേഹത്തിന്റെ മകനായിട്ടുള്ള മഹമ്മൂദ് ഓഫ് ഗസ്നി എന്ത് ചെയ്യുന്നു, ഈ പറയുന്ന പോലെ വളരെ പോപ്പുലർ ആയിട്ട് അല്ലെങ്കിൽ ആ എംപയറിനെ, ഗസ്നാവിദ് എംപയറിനെ എന്ത് ചെയ്യുന്നു, എസ്റ്റാബ്ലിഷ് ചെയ്യുകയും അതിനങ്ങ് വലുതാക്കിയെടുക്കുകയും ചെയ്യുന്നു. അങ്ങനെ മുഹമ്മദ് ഓഫ് ഗസ്നി ഭരിച്ചിരുന്ന കാലഘട്ടം 998 മുതൽ 1030 വരെയുള്ള കാലഘട്ടത്തിൽ അദ്ദേഹം ഷാഹി റൂളേഴ്സ് ആയിട്ടുള്ള ജയപാലയെയും ആനന്ദപാലയെയും തോൽപ്പിക്കുന്നു.
സോമനാഥ ക്ഷേത്രം ഇൻവേഡ് ചെയ്യുന്നു. അപ്പോൾ ഇതാണ് ഹിസ്റ്ററിയിൽ വളരെയധികം കോൺട്രവേഴ്ഷ്യൽ ആയിട്ടുള്ള ഒരു ഇൻസിഡന്റ് എന്ന് പറയുന്നത്. സോമനാഥ ക്ഷേത്രത്തിന്റെ ലിംഗം അടിച്ചു തകർത്തു, അതിനകത്തുണ്ടായിരുന്ന പ്രതിഷ്ഠയിലെ ലിംഗം അടിച്ചു തകർത്തു. അത് പിന്നീട് അദ്ദേഹം ഗസനിയിലേക്ക് പോവുകയും ഗസനിയിൽ അദ്ദേഹം പണി കഴിപ്പിച്ചിട്ടുള്ള പള്ളിയുടെ എന്താണ് ചവിട്ടുപടിക്ക് വേണ്ടിയിട്ട് ആ ലിംഗത്തിന്റെ മെറ്റീരിയൽസ് ഉപയോഗിച്ചു എന്നുള്ളതൊക്കെയാണ് പിന്നീട് ചരിത്രകാരന്മാർ ഇദ്ദേഹത്തിന് ഒരു മതവൈരിയുള്ള അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഒരു വർഗീയ ചിന്തയുള്ള ഒരാളായിട്ട് ചരിത്രകാരന്മാർ അദ്ദേഹത്തെ വിശേഷിപ്പിക്കുന്ന ഒരു അവസ്ഥയിലാണ് എത്തുന്നത്. ഇതിലെ ഷാഹി റൂളേഴ്സ് ആയിട്ടുള്ള ജയപാലയെയും ആനന്ദപാലയെ പറ്റിയിട്ട് നിങ്ങൾ പഠിച്ചിരിക്കണം. ഈ ജയപാല എന്ന് പറയുന്ന റൂളർ, ഹിന്ദു ഷാഹി റൂളറായിട്ടുള്ള ജയപാല എന്ത് ചെയ്യുന്നുണ്ട്, ബാറ്റിൽ ഓഫ് പെഷാവാറിൽ ഈ പറയുന്ന മുഹമ്മദ് ഓഫ് ഗസനിയോട് തോൽക്കുകയും ആത്മഹത്യ ചെയ്യുകയുമാണ് ഉണ്ടാവുന്നത്. ഓക്കെ, അദ്ദേഹത്തിന്റെ മകനാണ് ആനന്ദപാല, അദ്ദേഹത്തെയും പിന്നീട് തോൽപ്പിക്കുന്നുണ്ട്. 1025 സോമനാഥ ക്ഷേത്രം അദ്ദേഹം ആക്രമിക്കുന്നു. അപ്പൊ ഈ ഒരു കാലഘട്ടം കൃത്യമായിട്ട് ഓർത്തിരിക്കുക. ഇതാണ് രണ്ടാമത്തെ ഇൻവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, മൂന്നാമത്തെ ഇൻവേഷൻ നടക്കുന്നത് മുഹമ്മദ് ഗോരി എന്ന് പറയുന്ന ഒരു രാജാവിന്റെ സമയത്താണ്. മുഹമ്മദ് ഗോരി മൊയ്സുദ്ദീൻ മുഹമ്മദ് ഓഫ് ദ ഗുരി ഡൈനാസ്റ്റി, ഗുരി ഡൈനാസ്റ്റിയുടെ ഒരു ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു മുഹമ്മദ് ഗോരി. അദ്ദേഹം 1175 സിറ്റി ഓഫ് മുൾട്ടാൻ കേന്ദ്രീകരിച്ച് വരികയും ഇസ്മായിലി റൂളറുടെ കയ്യിൽ നിന്നും ആ ഏരിയ പിടിച്ചെടുക്കുകയും ചെയ്തു. ഓക്കെ, ആ സമയത്ത് ഗുജറാത്തിലുണ്ടായിരുന്ന ചാലുക്യാസ് ഓഫ് ഗുജറാത്ത് ഭീമ രണ്ടാമന്റെ നേതൃത്വത്തിൽ മുഹമ്മദ് ഗോരിയെ തോൽപ്പിക്കുന്നുണ്ട് തിരിച്ച്. മനസ്സിലാവുന്നുണ്ടോ? അത് വർഷം 1179. അപ്പൊ ഈ ഒരു കാര്യങ്ങളൂടെ അവിടെ ഓർത്തിരിക്കുക. ഇതൊക്കെ ഒരു എക്സ്ട്രാ പോയിന്റ് ആയിട്ട് കൺസിഡർ ചെയ്യുക. നിങ്ങൾക്ക് സാധാരണ കൺവെൻഷണൽ ബുക്കുകളിൽ നിങ്ങൾ കാണുന്ന ഒരു പോയിന്റ് അല്ല. അപ്പോൾ മുഹമ്മദ് ഗോരി ആദ്യം ഇന്ത്യ കേന്ദ്രീകരിച്ചുകൊണ്ട്, ഇന്ത്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അന്നത്തെ ഒരു ഇന്ത്യ എന്ന് പറയുന്ന ഏരിയ കേന്ദ്രീകരിച്ചുകൊണ്ട് വരുന്നത് സിറ്റി ഓഫ് മുൾട്ടാൻ കേന്ദ്രീകരിച്ചുകൊണ്ട് 1175 പിന്നീട് ഗുജറാത്ത് ആക്രമിക്കാൻ വരുകയും ഭീമ രണ്ടാമൻ എന്ന് പറയുന്ന രാജാവ് അദ്ദേഹത്തെ തോൽപ്പിച്ചു വിടുകയും ചെയ്യുന്നുണ്ട് 1179. അതിനുശേഷം വരുന്ന ഒരു പ്രധാനപ്പെട്ട യുദ്ധമാണ് ബാറ്റിൽ ഓഫ് ടെറൈൻ. അത് ആരായിട്ടാണ്? പൃഥ്വിരാജ് ചൗഹാനുമായിട്ടാണ്. ഗോരി തബറിന്ദ എന്ന് പറയുന്ന അല്ലെങ്കിൽ ബറ്റിൻഡ എന്ന് പറയുന്ന പൃഥ്വിരാജ് ചൗഹാന്റെ കീഴിലുള്ള ഒരു കോട്ടയെ ആക്രമിക്കുന്നു. പൃഥ്വിരാജ് ചൗഹാൻ അങ്ങോട്ട് മാർച്ച് ചെയ്യുന്നു. ഫസ്റ്റ് ബാറ്റിൽ ഓഫ് ടെറൈൻ നടക്കുന്നു. 1191 പൃഥ്വിരാജ് ചൗഹാൻ ആരെ തോൽപ്പിക്കുന്നു? ഈ പറയുന്ന മുഹമ്മദ് ഗോരിയെ തോൽപ്പിക്കുന്നു. ബട്ട് ഈ ഫെയിൽഡ് ടു കൺസോളിഡേറ്റ്. അപ്പൊ ഒരു വിജയം കിട്ടിയപ്പോൾ പുള്ളി ഒന്ന് റിലാക്സ് ചെയ്തതാണ്. അടുത്ത വർഷം തന്നെ വീണ്ടും ഗോരിയായിട്ട് ഏറ്റുമുട്ടേണ്ടി വരുന്നു. പൃഥ്വിരാജ് വാസ് ഡിഫീറ്റഡ് ആൻഡ് ക്യാപ്ചേർഡ്. പിന്നീട് അദ്ദേഹത്തെ വധിക്കുകയാണ് ഉണ്ടാവുന്നത്. അപ്പൊ ഈ ഗുരിഡ് എംപയറിന്റെ ഭാഗമായിട്ടുള്ള അല്ലെങ്കിൽ ഗോരി ഇത്തരത്തിൽ ഈ സംഭവങ്ങളൊക്കെ പിടിച്ചെടുത്ത് ആരെ ഏൽപ്പിക്കുകയാണ്? കുത്തുബുദ്ദീൻ ഐബക്കിനെ അവിടുത്തെ ഡെപ്യൂട്ടി ആയിട്ട് അപ്പോയിന്റ് ചെയ്തിട്ട് ഗോരി എന്ത് ചെയ്യുന്നു? തിരിച്ചു പോകുന്നു. ഓക്കെ, അപ്പോൾ മുഹമ്മദ് ഗോരി എന്ന് പറയുന്ന ഈ രാജാവ് എന്ത് ചെയ്യുന്നു? ഇന്ത്യയെ വരുന്നു. ബാറ്റിൽ ഓഫ് ടെറൈനിലൂടെ ഈ പഞ്ചാബ് ഏരിയ ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്? പിടിച്ചെടുത്തിട്ട് അദ്ദേഹത്തിന്റെ അടിമയായിട്ടുള്ള കുത്തുബുദ്ദീൻ ഐബക്കിനെ എന്ത് ചെയ്യുന്നു? അവിടെ ഡെപ്യൂട്ടി ആയിട്ട് അപ്പോയിന്റ് ചെയ്യുകയും തിരിച്ചു പോവുകയും ചെയ്യുന്നു. തിരിച്ചു പോകുന്ന മധ്യേ അദ്ദേഹം എന്ത് ചെയ്യുന്നു? മരണപ്പെടുന്നു. അങ്ങനെയാണ് കുത്തുബുദ്ദീൻ ഐബക്ക് എന്ത് ചെയ്യുന്നത്? ഇൻഡിപെൻഡൻസ് ഡിക്ലെയർ ചെയ്യുകയും ഇന്ത്യയുടെ ആദ്യത്തെ സുൽത്താനായിട്ട് സ്വയം അവരോധിക്കുകയും ചെയ്യുന്നത്. ഇവിടെ തൊട്ടാണ് ഡൽഹി സുൽത്താനേറ്റിന്റെ ചരിത്രം ആരംഭിക്കുന്നത്. അപ്പൊ ഡൽഹി സുൽത്താനേറ്റിന്റെ ഏറ്റവും ആദ്യത്തെ വ്യക്തി അല്ലെങ്കിൽ ഏറ്റവും ആദ്യത്തെ ഡൽഹി സുൽത്താൻ ആരെന്ന് ചോദിച്ചാൽ കുത്തുബുദ്ദീൻ ഐബക്ക്. വേണമെങ്കിൽ അവിടെ നിന്ന് നമുക്ക് പഠിച്ചു തുടങ്ങാം. പക്ഷെ അതിലേക്ക് എത്തിപ്പെട്ട ആ നാൾ വഴികൾ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഗ്യാപ്പുകളിലെ ചരിത്രം, അല്ലെ, ഹിസ്റ്ററി ഓഫ് ഗ്യാപ്സ്, ആ ഗ്യാപ്പുകളിൽ നിന്ന് ഇപ്പൊ ചോദ്യങ്ങൾ ചോദിക്കുന്നത് കൊണ്ട് നമ്മൾ ആ ഏരിയ കൂടെ പഠിച്ചു പോകുന്നത് മാത്രം. ഓക്കെ, അപ്പൊ ഈ ഒരു പോയിന്റ്, ഈ ഒരു സ്ലൈഡിൽ കൊടുത്തിട്ടുള്ള പോയിന്റ്സ് എങ്കിലും നിങ്ങളൊന്ന് മനസ്സിലാക്കി പോവുക. നമ്മൾ ക്ലാസ്സിനകത്ത് ഡീറ്റെയിൽ ആയിട്ട് കണ്ടതാണ്. ഇനി അതിനുശേഷം നടന്നിട്ടുള്ള യുദ്ധങ്ങൾ, മുഹമ്മദ് ഗോരിയുടെ യുദ്ധങ്ങൾ, അതായത് മറ്റേ നമ്മുടെ പൃഥ്വിരാജ് ചൗഹാനെ തോൽപ്പിച്ചതിന് ശേഷം നടന്നിട്ടുള്ള യുദ്ധങ്ങളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ബാറ്റിൽ ഓഫ് ചന്ദാവാർ 1193-94. ആരെയാണ്? ജയചന്ദ എന്ന് പറയുന്ന റൂളറെ തോൽപ്പിക്കുന്നു. ജയചന്ദനെ ഈസി ആയിട്ട് തോൽപ്പിക്കുന്നുണ്ട്. ആൻഡ് അതിനുശേഷം അദ്ദേഹം ഗസനിയിലേക്ക് പോകുന്ന വഴിക്ക് ആരെ കൊല്ലുകയാണ്? നമ്മുടെ ഈ പറയുന്ന ഗോരിയെ വധിക്കുന്നു. ഗോരിയുടെ മരണത്തിന് ശേഷം കുത്തുബുദ്ദീൻ ഐബക്ക് എന്ത് ചെയ്യുന്നു? ഡൽഹിയിൽ അധികാരം ഏറ്റെടുക്കുകയും അദ്ദേഹത്തിന്റെ ഫാദർ ഇൻ ലോ അവിടെ ഒരു ത്രെറ്റായിട്ട് നിന്നുണ്ടെങ്കിലും അദ്ദേഹത്തെ പിന്നീട് ഒതുക്കി ഡൽഹിയിൽ ആദ്യത്തെ സുൽത്താനായിട്ട് അവരോധിക്കുന്നു. ആര്? കുത്തുബുദ്ദീൻ ഐബക്ക് എന്ന് പറയുന്നത്. ഇതാണ് ചരിത്രം. ഓക്കെ, ഇത് മനസ്സിലായി കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മൾ പറഞ്ഞ 3 ഇൻവേഷൻസ് കൃത്യമായിട്ട് ഓർത്തിരിക്കുക. ആദ്യത്തെ ഇൻവേഷൻ എന്ന് പറയുന്നത് മുഹമ്മദ് ബിൻ കാസിമിന്റെ നേതൃത്വത്തിൽ. അവിടെയുള്ള മറ്റ് 2 കഥാപാത്രങ്ങളുടെ പേര് ഓർത്തിരിക്കുക. മുഹമ്മദ് ബിൻ കാസിമിനെ അയച്ചിട്ടുള്ള ഗവർണറുടെ പേരാണ് ഹജാജ് ബിൻ യൂസഫ്. മുഹമ്മദ് ബിൻ കാസിം ഏത് ഖലീഫേറ്റിന്റെ ഭാഗമായിരുന്നു? ഉമയ്യദ് ഖലീഫേറ്റിന്റെ ഭാഗമായിരുന്നു. ഏത് വർഷമാണ് സിന്ധ് ആക്രമിച്ചത്? 712. അവിടെ തോൽപ്പിച്ച രാജാവിന്റെ പേര് രാജ ദാഹിർ. സെക്കൻഡ് ഇസ്ലാമിക് ഇൻവേഷനിൽ നിങ്ങൾ ഓർത്തിരിക്കേണ്ട കാര്യം എന്താണ്? മുഹമ്മദ് ഓഫ് ഗസ്നി എന്ന് പറയുന്ന റൂളറാണ് ഓർത്തിരിക്കേണ്ടത്. അദ്ദേഹത്തിന് മുൻപേ ഉള്ള 2 റൂളേഴ്സിനെ കൂടെ പരിചയപ്പെട്ട് വെക്കുക. ഗസ്നി എന്ന് പറയുന്ന സ്ഥലം പിടിച്ചെടുത്ത് അലപ്തിജിന് ശേഷം അധികാരത്തിലേക്ക് വന്ന ഗസ്നാവിയുടെ എംപയർ ഫൗണ്ട് ചെയ്തത് ആരാണ്? സബുക്തിജിന്റെ മകനായിട്ട് സബുക്തിജിൻ ഭരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ ആർമിയിൽ കമാൻഡറായിട്ട്
ഉണ്ടായിരുന്ന വ്യക്തിയാണ് ആര്? മുഹമ്മദ് ഓഫ് ഗസനി. ഗസനിയാണ് പിന്നീട് എന്ത് ചെയ്യുന്നത്? ഇന്ത്യയിലേക്ക് കടക്കുകയും ഇന്ത്യയിലെ ഹിന്ദു ഷാഹി റൂളേഴ്സ്, കശ്മീർ ഏരിയ ഒക്കെ കേന്ദ്രീകരിച്ച് ഭരിച്ചിരുന്ന ഹിന്ദു ഷാഹി റൂളേഴ്സിലെ തോൽപ്പിക്കുന്നത്. അതിൽ ഏറ്റവും പ്രോമിനന്റ് ആയിട്ടുള്ള വിക്ടറിയാണ് ജയപാല എന്ന് പറയുന്ന രാജാവിന്റെയും ആനന്ദ്പാല എന്ന് പറയുന്ന രാജാവിന്റെയും എതിരെയുള്ളത്. ബാറ്റിൽ ഓഫ് പേഷാവാർ 1001 ബാറ്റിൽ ഓഫ് പേഷാവാറിലാണ് അത് നടക്കുന്നത്. നമ്മൾ ക്ലാസ്സിനകത്ത് കണ്ടതാണ്, ഞാൻ ഇവിടെ പറഞ്ഞിട്ടില്ല എന്നേ ഉള്ളൂ. ഓക്കെ. സോമനാഥ ക്ഷേത്രം ആക്രമിക്കുന്ന ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗസ്നിയാണ്, മുഹമ്മദ് ഓഫ് ഗസ്നിയാണ് 1025. ഇത് കറണ്ട് അഫയറിൽ വന്ന കാര്യമാണ്. കാരണം ഈ റീസെന്റ് ഹിസ്റ്ററിയിൽ, റീസെന്റ് പാസ്റ്റിൽ നമ്മുടെ ഇപ്പോഴത്തെ പ്രധാനമന്ത്രി സോമനാഥ ക്ഷേത്രം വിസിറ്റ് ചെയ്യുകയും അന്ന് ഈ ചരിത്രമൊക്കെ രണ്ടാമത് പത്രമാധ്യമങ്ങളിൽ നിന്നതുകൊണ്ട് ഈ ഒരു ഭാഗം ഓർത്തിരിക്കുക. ഓക്കെ. അടുത്തത് തേർഡ് ഇസ്ലാമിക് ഇൻവേഷൻ. നമ്മൾ മുഹമ്മദ് ഓഫ് ഗോരിയുടെ കാര്യം പറഞ്ഞു, അതിനകത്തുള്ള കാര്യങ്ങൾ. ഭീമ രണ്ടാമന്റെ കാര്യം പറഞ്ഞു, അതിനുശേഷം പൃഥ്വിരാജ് ചൗഹാന്റെ കാര്യം പറഞ്ഞു. ഏത് കോട്ട ആക്രമിച്ചെന്ന് ഇതിനു മുന്നേ ചോദിച്ചിട്ടുണ്ട്. തബറിന്ദ എന്നുള്ള പേരും വരും, ബറ്റിൻഡ എന്നുള്ള പേരും വരും. ബറ്റിൻഡ അല്ലെങ്കിൽ തബറിന്ദ ഏതെങ്കിലും ഒന്ന് പഠിച്ചിട്ട് പോയാൽ മറ്റേ ഓപ്ഷൻ വരുമ്പോൾ അയ്യോ ഞാൻ പഠിച്ചിട്ടില്ല മറന്നുപോയി എന്ന് പറഞ്ഞിരിക്കരുത്, രണ്ടും പഠിച്ചിട്ട് പോവുക. ഓക്കെ. ഇനി ബാറ്റിൽ ഓഫ് ചന്ദാവാറിന്റെ വർഷം ചോദിക്കും, 1193. ആരൊക്കെ തന്നെ തമ്മിലാണെന്ന് ചോദിക്കും. ആരൊക്കെയാണ്? കനൗജ് റൂളറായിട്ടുള്ള ജയചന്ദയും മുഹമ്മദ് ഗോരിയും തമ്മിലാണ്. മുഹമ്മദ് ഗോരിയെ മരണത്തിന് ശേഷം അധികാരത്തിലേക്ക് വന്നിട്ടുള്ള ഏറ്റവും ആദ്യത്തെ സുൽത്താൻ ആരാണ്? കുത്തുബുദ്ദീൻ ഐബക്ക്. അദ്ദേഹത്തിന്റെ അമ്മായച്ചന്റെ പേരും കൂടെ ഓർത്തിരിക്കുക, യിൽദിസ് എന്നുള്ളത്. യിൽദിസ് ആയിരുന്നു കുത്തുബുദ്ദീൻ ഐബക്ക് അധികാരത്തിലേക്ക് വരുമ്പോൾ അദ്ദേഹത്തിന്റെ പ്രധാനമായിട്ടുണ്ടായിരുന്ന വെല്ലുവിളി. പക്ഷെ അദ്ദേഹത്തെ ഒതുക്കിക്കൊണ്ട് കുത്തുബുദ്ദീൻ ഐബക്ക് എന്ത് ചെയ്യുന്നു? ഡൽഹി സുൽത്താനേറ്റിന് എന്ത് ചെയ്യുന്നു? തറക്കല്ലിടുന്നു. ഇതുവരെ കൃത്യമായിട്ട് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നമ്മൾ മുന്നോട്ട് പോകുന്നു. നമ്മൾ ഇനി നോക്കാനായിട്ട് പോകുന്നു ഡൽഹി സുൽത്താനേറ്റ്സ്. ഇവിടെ നിന്നുള്ള ചോദ്യങ്ങൾ നമുക്ക് നോക്കാം. Who among the following laid the foundation of കുത്തബ് മിനാർ at ഡൽഹി? ഡൽഹിയിലെ കുത്തബ് മിനാറിന്റെ ഫൗണ്ടേഷൻ പണി കഴിപ്പിച്ചത് ആര്? ജൂനിയർ എഞ്ചിനീയർ എക്സാമിന് ചോദിച്ച ചോദ്യമാണ്. എന്റെ ആൻസർ വരുന്നത് കുത്തുബുദ്ദീൻ ഐബക്ക്. അടുത്ത്, അമീർ അൽ ഖയാൽ is an Arabic title that is usually translated commander of the faithful or leader of the faithful. Who among the following was given this designation? അപ്പൊ അമീർ അൽ ഖയാൽ എന്ന് പറയുന്ന പട്ടം ആര്, അല്ലെങ്കിൽ ആ ഒരു പേരിൽ അറിയപ്പെട്ടിരുന്നത് ആര്? ജമാലുദ്ദീൻ യക്കൂത്തിനാണ് ഈ പേര് ഉണ്ടായിരുന്നത്. അതൊക്കെ ആരാണെന്ന് നിങ്ങൾക്ക് അറിയും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. നമ്മുടെ ക്ലാസ്സിനകത്ത് പഠിപ്പിച്ചിട്ടുണ്ട്, പഠിച്ചിട്ട് വന്നിരുന്നാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാം. ഇനി, who established Zerai-e-Adil, an exclusive market in Delhi for manufactured and exported goods to be sold or price fixes by administration. അപ്പോൾ ഈ Zerai-e-Adil എന്ന് പറയുന്ന മാർക്കറ്റ് എസ്റ്റാബ്ലിഷ് ചെയ്തത് ആര്? അലാവുദ്ദീൻ ഖിൽജി. NTPC 2021 2025 അതായത് ഇപ്പൊ കഴിഞ്ഞ അണ്ടർ ഗ്രാജുവേറ്റ് എക്സാംസിനും ഇതേ ചോദ്യം തന്നെ റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. സുൽത്താൻ മുഹമ്മദ് ബിൻ തുഗ്ലക് ഡിസൈഡ് ടു ഷിഫ്റ്റ് ഹിസ് ക്യാപിറ്റൽ ഫ്രം ഡൽഹി ടു ഡാഷ്. അപ്പോൾ ക്യാപിറ്റൽ ഷിഫ്റ്റ് ചെയ്യാൻ തീരുമാനിച്ചു ആര്? തുഗ്ലക് ഡൈനാസ്റ്റിയിലെ മുഹമ്മദ് ബിൻ തുഗ്ലക്. എങ്ങോട്ട്? ഡൽഹിയിൽ നിന്നും ദേവഗരിയിലേക്ക്. ഓക്കെ. RPF SIക്ക് ചോദിച്ച ചോദ്യമാണ്. ഇബ്ൻ ബത്തൂട്ട എന്ന് പറയുന്ന ഫേമസ് ആയിട്ടുള്ള മൊറോക്കൻ ട്രാവലർ ഇന്ത്യ വിസിറ്റ് ചെയ്തു ആരുടെ സമയത്ത്? ഡൽഹി സുൽത്താനേറ്റിന്റെ സമയത്ത്. ചന്ദ്രഗുപ്ത മൗര്യനല്ല, ബ്രിട്ടീഷുകാരല്ല, മുഗൾ ചക്രവർത്തിയല്ല. NTPC ചോദിച്ച ചോദ്യമാണ്. ഇൻ ദ 14th century, ഇത് ഇത്തവണത്തെ NTPC കൂടെ ചോദിച്ചിട്ടുണ്ട് കേട്ടോ, ഈ ഇബ്ൻ ബത്തൂട്ട എന്ന് പറയുന്ന റൂളറെ പറ്റിയിട്ട്. The 14th century India who used token currency of cheap metals in place of regular currency of gold and silver. അപ്പോൾ അത്തരത്തിലുള്ള ഒരു പരിഷ്കാരം കൊണ്ടുവന്ന ആരാന്ന് ചോദിച്ചാൽ മുഹമ്മദ് ബിൻ തുഗ്ലക് ആണ്. ഓക്കെ. ഇനി നമുക്ക് ഡൽഹി സുൽത്താനേറ്റ്സിലെ ഓരോ റൂളേഴ്സിനെ പറ്റി പഠിക്കാം, ഓരോ കാലഘട്ടത്തെ പറ്റി പഠിക്കാം. അപ്പോൾ ഈ ഒരു ഒറ്റ സ്ലൈഡിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് കുറേ കാര്യങ്ങൾ പഠിക്കാനായിട്ട് പറ്റും. ഒന്ന്, ഇവരുടെ ഓർഡർ. ആദ്യം വരുന്നത് അടിമ രാജവംശം, സ്ലേവ് ഡൈനാസ്റ്റി. രണ്ടാമത് വരുന്നത് ഖൽജി രാജവംശം. 3 തുഗ്ലക് രാജവംശം. 4 സയ്യിദ് രാജവംശം. 5 ലോധി രാജവംശം. ഇതിൽ എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂവിൽ ഏറ്റവും കൂടുതൽ പഠിക്കേണ്ടത് ആദ്യത്തെ 3 രാജവംശങ്ങളെ പറ്റിയിട്ടാണ്. ഓക്കെ. ഇനി നിങ്ങൾക്ക് ഇതിൻ്റെ മാരത്തോൺ സെഷൻസ്, മെഡീവൽ ഇന്ത്യൻ ഹിസ്റ്ററിയുടെ മാരത്തോൺ സെഷൻ ഞാൻ ഓൾറെഡി ക്ലാസ്സിനകത്ത് നമ്മുടെ യൂട്യൂബിനകത്ത് ചെയ്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ആ വീഡിയോ കണ്ടാലും ഇതിനകത്ത് ഞാൻ കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ അവിടെ പറയുന്നുണ്ട്. നിങ്ങൾക്ക് ആ വീഡിയോ വേണമെങ്കിൽ പഠിക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കാവുന്നതാണ്. അത് അത്യാവശ്യം ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു മാരത്തോൺ ആണ്. അത്യാവശ്യം ഡീറ്റെയിൽ ആയിട്ട് നമ്മളവിടെ കാര്യങ്ങൾ പറയുന്നുണ്ട് ഈ പറയുന്ന സുൽത്താനേറ്റിനെ പറ്റിയിട്ടൊക്കെ. ഓക്കെ. അപ്പോൾ ഡൽഹി സുൽത്താനേറ്റ്സ് എന്ന് നമ്മൾ വിളിക്കുന്ന രാജവംശങ്ങളെ പൊതുവിൽ 5 രാജവംശങ്ങളെ ചേർത്താണ് നമ്മൾ വിളിക്കുന്നത്. 1 അടിമ രാജവംശം, സ്ലേവ് ഡൈനാസ്റ്റി. 2 ഖൽജി രാജവംശം. 3 തുഗ്ലക്. 4 സയ്യിദ്. 5 ലോധി. അപ്പോൾ ഈ ഓർഡർ പഠിച്ചു വെക്കുക. 5 പേരുണ്ടെന്നും പഠിച്ചു വെക്കുക. ഇവരുടെ ഭരണ കാലഘട്ടം കൃത്യമായിട്ട് ഓർത്തിരിക്കുക. 1206 മുതൽ 1526 വരെ. അപ്പോൾ 320 വർഷമാണ് ഡൽഹി സുൽത്താനേറ്റ് ഡൽഹി കേന്ദ്രീകരിച്ച് ഭരിച്ചത്. എത്ര വർഷം? 320 വർഷം. ഇതിൽ ഏറ്റവും കൂടുതൽ കാലം ഡൽഹി ഭരിച്ച ഡൽഹി സുൽത്താനേറ്റ് ആരാന്ന് ചോദിക്കും. ആരാണ്? അത് തുഗ്ലക് രാജവംശമാണ്. ഏറ്റവും കുറവ് കാലം ഡൽഹി ഭരിച്ച രാജവംശം ആരാണെന്ന് ചോദിക്കും. അതാരാണ്? ഖൽജി രാജവംശമാണ്. അപ്പോൾ ഏറ്റവും കൂടുതൽ കാലം ഭരിച്ചത് തുഗ്ലക്, ഏറ്റവും കുറച്ച് കാലം ഭരിച്ചത് ഖൽജി.
എത്ര രാജവംശങ്ങളുണ്ട്? 5. എന്നാണ് ഭരണം ആരംഭിച്ചത്? 1206. എന്നാണ് അവസാനിച്ചത്? 1526. അപ്പൊ എത്ര വർഷം നീണ്ടു നിന്നു? 320 വർഷം നീണ്ടു നിന്നു. ഇത്രയും പോയിന്റ്സ് ഇവിടെ നിന്ന് പഠിച്ചു വെക്കുക, ഓർഡർ പഠിച്ചു വെക്കുക. ആദ്യം വന്ന അടിമ രാജവംശം, ഖൽജി രാജവംശം, തുഗ്ലക് രാജവംശം, പിന്നെ ആരാണ്? സയ്യിദ് രാജവംശം, ലോധി രാജവംശം. അങ്ങനെ 5 രാജവംശങ്ങളെ ചേർത്തിട്ടാണ് ഡൽഹി സുൽത്താനേറ്റ്സ് എന്ന് വിളിക്കുന്നത്. ഇനി ഇതിൽ അടിമ രാജവംശത്തിലെ പ്രധാനപ്പെട്ട റൂളേഴ്സിനെ നമുക്ക് ആദ്യം നോക്കാം. ഏറ്റവും ആദ്യം നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് കുത്തുബുദ്ദീൻ ഐബക്ക്. കുത്തുബുദ്ദീൻ ഐബക്ക് ഭരിച്ചിരുന്ന കാലഘട്ടമാണ് 1206 മുതൽ 1210 വരെ. ഓക്കെ, അദ്ദേഹത്തിന്റെ കോൺട്രിബ്യൂഷൻസ് എന്തൊക്കെയാണ്? അദ്ദേഹം മുഹമ്മദ് ഘോരിയുടെ, നമ്മൾ നേരത്തെ കണ്ട മുഹമ്മദ് ഘോരിയുടെ അടിമയായിരുന്നു. ഡൽഹി സുൽത്താനേറ്റിന്റെ ഫൗണ്ടറാണ്. മുഹമ്മദ് ബിൻ ബക്തിയാർ ഖൽജി അദ്ദേഹത്തിന്റെ കണ്ടംപററിയാണ്. മുഹമ്മദ് ബിൻ ബക്തിയാർ ഖൽജി അദ്ദേഹത്തിന്റെ കണ്ടംപററിയാണ്. ഈ അതുപോലെ തന്നെ ഹു ഡിഫീറ്റഡ് ലക്ഷ്മണ സേന. ലക്ഷ്മണ സേന എന്ന് പറയുന്നത് ബംഗാൾ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള റൂളറാണ്. ഇതൊക്കെ പഠിച്ചു വെക്കുക, കൃത്യമായിട്ട് പഠിച്ചു വെക്കുക. ബംഗാൾ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ലക്ഷ്മണ സേന എന്ന് പറയുന്ന റൂളറെ തോൽപ്പിച്ചത് മുഹമ്മദ് ബിൻ ബക്തിയാർ ഖൽജി എന്ന് പറയുന്ന കുത്തുബുദ്ദീൻ ഐബക്കിന്റെ കീഴിൽ വർക്ക് ചെയ്തിരുന്ന ഒരു കമാൻഡറാണ്. ഇതിനു മുന്നേ SSCക്ക് ചോദിച്ചിട്ടുണ്ട്, RRBക്ക് ചോദിച്ചിട്ടുണ്ട്. ഇദ്ദേഹമാണ് കുത്തബ് മിനാറിന്റെ പണി തുടങ്ങി വെച്ചത്. സ്റ്റാർട്ടഡ് ദ വർക്ക് ഓഫ് കുത്തബ് മിനാർ. കുത്തബ് മിനാർ ആരുടെ ഓർമ്മയ്ക്കാണ്? കുത്തുബുദ്ദീൻ, അതും ചോദിക്കും, കുത്തുബുദ്ദീൻ ബക്തിയാർ കാക്കി. കുത്തുബുദ്ദീൻ ബക്തിയാർ കാക്കി എന്ന് പറയുന്ന സൂഫി സെയിന്റിന്റെ ഓർമ്മയ്ക്ക് വേണ്ടിയിട്ടാണ് കുത്തുബുദ്ദീൻ ഐബക്ക് കുത്തബ് മിനാർ പണി കഴിപ്പിച്ചത്. അപ്പൊ ചോദ്യം എങ്ങനെയായിരിക്കും? കുത്തബ് മിനാർ പണി കഴിപ്പിച്ചത് ആരുടെ ഓർമ്മയ്ക്ക്? ഓപ്ഷൻ എ കുത്തുബുദ്ദീൻ ഐബക്ക്, ഓപ്ഷൻ ബി കുത്തുബുദ്ദീൻ ബക്തിയാർ കാക്കി, ഓപ്ഷൻ സി മുഹമ്മദ് ബിൻ ബക്തിയാർ ഖൽജി. ഇങ്ങനെയൊക്കെ ഓപ്ഷൻസ് വന്നാൽ നിങ്ങൾ കുടുങ്ങും. അപ്പൊ നേരെ ചുവ പഠിച്ചിട്ട് പോവുക. ഇദ്ദേഹത്തിന് ലഖ് ബക്ഷ് എന്നുള്ള പേരും കൂടെ ആർക്കുണ്ട്? ലഖ് ബക്ഷ് എന്ന് പറഞ്ഞാൽ കുത്തുബുദ്ദീൻ ഐബക്കിനെ വിളിക്കുന്ന മറ്റൊരു പേരാണ്. കാരണം അദ്ദേഹത്തിന്റെ ദാനശീലം വെച്ചിട്ടാണ് അദ്ദേഹത്തിന് ആ പേര് കിട്ടിയത്. ഇനി ഡൽഹിയിൽ ഇദ്ദേഹം പണി കഴിപ്പിച്ചതാണ് കുവത്തുൽ ഇസ്ലാം മോസ്ക്. കുവത്തുൽ ഇസ്ലാം മോസ്ക് ഡൽഹിയിൽ പണി കഴിപ്പിച്ചത് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് കുത്തുബുദ്ദീൻ ഐബക്കാണ്. ആദായ് ദിൻക ജോപ്ര, ഇവിടെ ഇമേജ് ഞാൻ കൊടുത്തിട്ടുണ്ട്. ഇത് അജ്മീറിൽ പണി കഴിപ്പിച്ചത് ആരാണെന്ന് ചോദിച്ചാൽ അതും കുത്തുബുദ്ദീൻ ഐബക്കാണ്. കുത്തബ് മിനാറാണ് ഈ കാണുന്നത്. ഇനി 1210 ലാഹോറിൽ വെച്ച് ചൗഗാൻ കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് മരണപ്പെട്ട വ്യക്തിയാണ് ആര്? കുത്തുബുദ്ദീൻ ഐബക്ക്. ഇതും ചോദിച്ചിട്ടുണ്ട്. ഏത് രാജാവാണ് ചൗഗാൻ കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് മരണപ്പെട്ടത് എന്ന് ചോദിച്ചിട്ടുണ്ട്. ആരാണ്? 1210 കുത്തുബുദ്ദീൻ ഐബക്കാണ്. അതുപോലെ തന്നെ ലൈബ്രറിയുടെ മുകളിൽ നിന്ന് വീണ് മരിച്ച ആളുകൾ, പോളോ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ മരിച്ച ആളുകൾ, അങ്ങനെയൊക്കെ 1-2 പേര് ചരിത്രത്തിലുണ്ട്. അപ്പൊ അതൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കി പഠിച്ചു പോവുക. ഓക്കെ, അപ്പൊ ഐബക്കിനെ പറ്റി പഠിച്ചു. 206, 210 കാലഘട്ടം. മുഹമ്മദ് ഘോരിയാണ്, മുഹമ്മദ് ഘോരിയുടെ അടിമയായിരുന്നു. അതുകൊണ്ടാണ് അടിമ രാജവംശം എന്ന് പറയുന്നത്. അദ്ദേഹമാണ് ഡൽഹി സുൽത്താനേറ്റിന്റെ ഫൗണ്ടർ. അദ്ദേഹത്തിന്റെ കണ്ടംപററി ആയിരുന്നു മുഹമ്മദ് ബിൻ ബക്തിയാർ ഖൽജിയാണ് ലക്ഷ്മണ സേന എന്ന് പറയുന്ന ബംഗാളിലെ റൂളറെ തോൽപ്പിക്കുന്നത്. കുത്തബ് മിനാറിന്റെ പണി തുടങ്ങി വെച്ചു. ലഖ് ബക്ഷ് എന്നുള്ള പേരിൽ അറിയപ്പെടുന്നു. കുവത്തുൽ ഇസ്ലാം മോസ്കും ആദായ് ദിൻക ജോൺപുറയും പണി കഴിപ്പിച്ചു. 1210 മരണപ്പെടുന്നു. എന്ത് കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ? ചൗഗാൻ കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത്. കുത്തുബുദ്ദീൻ ഐബക്കിന് ശേഷം അധികാരത്തിലേക്ക് വരുന്ന വ്യക്തിയാണ് ആര്? ഇൽതുത്മിഷ്. അപ്പൊ കുത്തുബുദ്ദീൻ ഐബക്കിന് ശേഷം അരം ഷാ എന്ന് പറയുന്ന റൂളർ കുറച്ചു കാലം, കഷ്ടി 1 വർഷത്തോളം ഇരിക്കുന്നുണ്ട്. അദ്ദേഹത്തെ തോൽപ്പിച്ചുകൊണ്ട് കുത്തുബുദ്ദീൻ ഐബക്കിന്റെ അടിമയായിട്ടുള്ള ഇൽതുത്മിഷ് അധികാരത്തിലേക്ക് വരുന്നു. ഇൽതുത്മിഷിന്റെ സമയത്ത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഇവന്റ് നടക്കുകയാണ്. ചെങ്കിസ് ഖാൻ ഇന്ത്യയെ ആക്രമിക്കാൻ തീരുമാനിക്കുന്നു. എന്നാൽ ചെങ്കിസ് ഖാൻ ഇന്ത്യയെ ആക്രമിക്കാതിരിക്കാൻ വളരെ ഡിപ്ലോമാറ്റിക് ആയിട്ടുള്ള ഒരു തീരുമാനം എടുത്ത വ്യക്തിയാണ് ആര്? ഇൽതുത്മിഷ്. അപ്പൊ ചെങ്കിസ് ഖാനിന്റെ സമകാലീനായിരുന്ന വ്യക്തി ആരാണ്? ഇൽതുത്മിഷ് ആണെന്ന് ചോദ്യം വരും. ആൻഡ് അദ്ദേഹം എന്ത് ചെയ്യുന്നു? ഹി സേവ്ഡ് ഇന്ത്യ ബൈ റെഫ്യൂസിംഗ് ടു സപ്പോർട്ട് ഖ്വാരിസിം ഷാ ജലാലുദ്ദീൻ. ഖ്വാരിസിം ഷാ ജലാലുദ്ദീൻ എന്ന് പറയുന്നത് ചെങ്കിസ് ഖാനിന്റെ ശത്രുവിനെ ഇന്ത്യയിൽ അഭയം കൊടുക്കാതെ ഇന്ത്യയെ ചെങ്കിസ് ഖാന്റെ ആക്രമണത്തിൽ നിന്നും രക്ഷിച്ച ഡൽഹി സുൽത്താൻ ആരാണെന്ന് ചോദിച്ചാൽ അത് ഇൽതുത്മിഷ് ആണ്. ഇൽതുത്മിഷ് അബ്ബാസിദ് ഖലീഫേറ്റ് എന്ന് പറഞ്ഞ 3ാമത്തെ ഖലീഫേറ്റ് ആണ്. അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്നും എന്ത് ചെയ്യുന്നു? ലെറ്റർ ഓഫ് ഇൻവെസ്റ്റിറ്റ്യൂർ കിട്ടുന്നു. ഏത് വർഷം? 1229. അതിന്റെ അർത്ഥം എന്താണ്? ലെജിറ്റിമസി കിട്ടുകയാണ് അദ്ദേഹത്തിന്റെ. ഇൽതുത്മിഷിന്റെ അധികാരത്തിന്, അദ്ദേഹത്തിന്റെ ടെറിട്ടറി, അദ്ദേഹം കീഴ്പ്പെടുത്തുന്ന ടെറിട്ടറിക്കെല്ലാം അബ്ബാസിദ് ഖലീഫറ്റിന്റെ ആശീർവാദം കിട്ടുകയാണ് ചെയ്യുന്നത് 1229. അദ്ദേഹം കുത്തബ് മിനാറിന്റെ പണി പൂർത്തീകരിക്കുന്നു. അദ്ദേഹമാണ് ഇഖ്ത എന്ന് പറയുന്ന സമ്പ്രദായം പ്രധാനമായിട്ട് കൊണ്ടുവരുന്നത്. അതുപോലെ തന്നെ ആർമി, കറൻസി സിസ്റ്റം ഒക്കെ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നമ്മുടെ ഇൽതുത്മിഷ് ആണ്. അദ്ദേഹം കൊണ്ടുവന്ന പുതിയൊരു പരിഷ്കാരമാണ് ഗ്രൂപ്പ് ഓഫ് 40 അഥവാ തുർക്കൻ ഇ ചഹൽഗനി ചലീസ എന്നെല്ലാം അറിയപ്പെട്ടിരുന്ന 40ഓളം വരുന്ന
തുർക്കി നോബിളുകളുടെ കൂട്ടായ്മ ഗ്രൂപ്പ് ഓഫ് 40 എന്ന് പറയുന്നത്. ഓക്കെ, അദ്ദേഹം എസ്റ്റാബ്ലിഷ് ചെയ്ത വെള്ളി നാണയങ്ങളെ തങ്ക എന്നുള്ള പേരിലും ചെമ്പ് നാണയങ്ങളെ ജിറ്റാൾ എന്നുള്ള പേരിലുമാണ് അറിയപ്പെട്ടിരുന്നത്. അദ്ദേഹം കൊണ്ടുവന്നിട്ടുള്ള ഒരു മിലിറ്ററി സ്ലേവ്സിന്റെ ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് ബന്ധാഗൻ. അപ്പൊ ബന്ധാഗൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിലിറ്ററി സ്ലേവ്സിന്റെ ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ്. അപ്പൊ അത്രയും കാര്യങ്ങൾ ഇൽതുത്മിഷുമായിട്ട് ബന്ധപ്പെട്ട് കൃത്യമായിട്ട് ഓർത്തിരിക്കുക. ഇൽതുത്മിഷിന്റെ മരണശേഷം 1236 അദ്ദേഹം മരണപ്പെട്ട് കഴിയുമ്പോൾ അടുത്തത് ആര് എന്നുള്ള ചോദ്യത്തിന് അധികാരത്തിലേക്ക് വരുന്ന വ്യക്തിയാണ് ആര്? റസിയ സുൽത്താന. ഇന്ത്യയുടെ ചരിത്രത്തിൽ ഡൽഹി കേന്ദ്രീകരിച്ചുകൊണ്ട് ഭരിച്ചിട്ടുള്ള ഏക രാജ്ഞി ആരെന്ന് ചോദിച്ചാൽ അത് റസിയ സുൽത്താനയാണ്. ഓക്കെ, അപ്പൊ ഇൽതുത്മിഷ് റസിയയെയാണ് അദ്ദേഹത്തിന്റെ സക്സസർ ആയിട്ട് നോമിനേറ്റ് ചെയ്യുന്നത്. അദ്ദേഹത്തിന്റെ ബ്രദർ, റസിയയുടെ ബ്രദർ റുക്നുദ്ദീൻ ഫിറോസ് എന്ത് ചെയ്യുന്നു? ഇവരെ റസിയയെ ബിട്രേ ചെയ്യുകയും അധികാരം കൈക്കലാക്കുകയും ചെയ്യുന്നുണ്ട്. ഷീ അറ്റംപ്റ്റഡ് ടു ക്രിയേറ്റ് എ കൗണ്ടർ നോബിലിറ്റി ഓഫ് നോൺ തുർക്കുകൾ. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പം ഈ ബ്രദർ ആയിട്ടുള്ള റുക്നുദ്ദീൻ ഫിറോസ് എന്ത് ചെയ്യുന്നുണ്ട്? പിന്നീട് ഇവരെ തോൽപ്പിച്ചുകൊണ്ട് അധികാരത്തിൽ കയറുന്നുണ്ട്. പക്ഷേ റസിയ സുൽത്താൻ ഇരുന്നിട്ടുള്ള ആ ഒരു 4 വർഷം അവർ ഒരുപാട് പരിഷ്കാരങ്ങൾ വരുത്താനായിട്ട് നോക്കുന്നുണ്ട്. അവർ ഒരുപാട് അനുഭവിച്ചിട്ടുണ്ട്. അവര് ഈ പറയുന്ന ചലീസ അല്ലെങ്കിൽ ചഹൽഗനി, ചഹൽഗനി എന്ന് പറഞ്ഞുകൊണ്ട് ഇൽതുത്മിഷ് അച്ഛനുണ്ടാക്കിയിട്ടുള്ള 40ഓളം വരുന്ന തുർക്കിഷ് വംശജരായിട്ടുള്ള നോബിൾസിന്റെ ആ ഒരു പവർഫുൾ ആയിട്ടുള്ള നോബിൾസിന്റെ പവറിനെ ഖണ്ഡിക്കുന്നതിന് വേണ്ടി മറ്റ് സമുദായങ്ങളിൽ നിന്ന് അല്ലെങ്കിൽ മറ്റ് എത്തനിസിറ്റിയിൽ നിന്നുള്ള ആളുകളെ വെച്ചുകൊണ്ട് ഒരു കൗണ്ടർ നോബിലിറ്റി ഓഫ് നോൺ തുർക്കികളല്ലാത്ത ആളുകളുടെ ഒരു കൗണ്ടർ നോബിലിറ്റി ക്രിയേറ്റ് ചെയ്യാനായിട്ട് ആരും നോക്കുന്നുണ്ട്? റസിയ സുൽത്താന നോക്കുന്നുണ്ട്. റസിയ സുൽത്താന എന്ത് ചെയ്യുന്നുണ്ട്? അബിസീനിയക്കാരനായിട്ടുള്ള മാലിക് ജമാലുദ്ദീൻ യക്കൂത്തിനെ എന്ത് ചെയ്യുന്നു? അപ്പോയിന്റ് ചെയ്യുന്നു. എന്തായിട്ട്? ആസ് എ അമീർ ഇ അക്കൂർ അഥവാ മാസ്റ്റർ ഓഫ് ഹോഴ്സസ് ആയിട്ട് അപ്പോയിന്റ് ചെയ്യുന്നു. ആൻഡ് അമീർ അൽ ഖയാൽ ലീഡർ ഓഫ് ഫെയ്ത്ത്ഫുൾ ദസ് ഇർഖഡ് നൊബിലിറ്റി. അപ്പൊ അബിസീനിയക്കാരനായിട്ടുള്ള മാലിക് ജമാലുദ്ദീൻ യക്കൂത്ത് എന്ന് പറയുന്ന വ്യക്തിയെ എന്ത് ചെയ്യുന്നു? അയാളൊരു നോൺ തുർക്കിഷ് ഒറിജിനുള്ള ആളല്ല. അദ്ദേഹത്തെ പിടിച്ചിട്ട് ഉത്തരവാദിത്തപ്പെട്ട ഒരു അധികാരത്തിൽ എഴുത്തുകയും അദ്ദേഹത്തിന് അമീർ അൽ ഖയാൽ എന്ന് പറയുന്ന ടൈറ്റിൽ കൊടുക്കുകയും ചെയ്യുന്നതിലൂടെ ഈ ചഹൽഗനി അഥവാ 40 നോബിൾമാർക്ക് എന്ത് ചെയ്യുന്നു? വിദ്വേഷം ഉണ്ടാകുന്നു. റസിയ പിന്നീട് എന്ത് ചെയ്യുന്നു? ആൻഡ് ഹർ ഹസ്ബൻഡ് അൽതുനിയ വർ ഡിഫീറ്റഡ് ആൻഡ് മർഡേർഡ് നിയർ ഖൈത്തൽ എന്ന് പറയുന്ന സ്ഥലത്ത് അൽതുനിയ എന്ന് പറയുന്ന റസിയയെയും റസിയയുടെ ഭർത്താവിനെയും റസിയയെയും കൂടെ ചേർത്ത് എന്ത് ചെയ്യുന്നു? പിന്നീട് ചതിച്ച് കൊലപ്പെടുത്തുകയാണ് ഉണ്ടാകുന്നത്. അപ്പൊ ഇതിന്റെ ഇടയിൽ ഒരുപാട് ബാക്ക്ഗ്രൗണ്ട് സ്റ്റോറീസ് ഒക്കെ നടക്കുന്നുണ്ട്. ഈ അൽതുനിയ എന്ന് പറയുന്ന പഞ്ചാബിന്റെ ഗവർണർ റസിയെ തട്ടിക്കൊണ്ടു പോകുന്നതും പിന്നീട് അവർ കല്യാണം കഴിക്കുന്നതും യക്കൂത്തുമായിട്ടുള്ള ഒരു ട്രയാങ്കിൾ ലവ് സ്റ്റോറി ഒക്കെ പിന്നീട് ആ സമയത്ത് പറയപ്പെടുന്നുണ്ട്. ഇനി അത്രയും കോംപ്ലിക്കേഷൻസിലേക്ക് അത്രയും നരേഷൻസിലേക്ക് നമ്മൾ പോകേണ്ട കാര്യമില്ല. നമുക്ക് ബേസിക് ആയിട്ടുള്ള ഫാക്ടുകൾ കൃത്യമായിട്ട് മനസ്സിലാക്കി ഓർത്ത് വെച്ച് പഠിച്ചു പോവുക. റസിയയുടെ ഭർത്താവിന്റെ പേര് അൽതുനിയ. യക്കൂത്ത് എന്ന് പറയുന്ന അബിസീനിയക്കാരനെ കൃത്യമായിട്ട് ഓർത്തിരിക്കുക. അദ്ദേഹത്തിന് കൊടുത്തിട്ടുള്ള ടൈറ്റിലുകൾ അമീർ അക്കൂർ എന്ന് പറഞ്ഞാൽ മാസ്റ്റർ ഓഫ് ഹോഴ്സസ്, അമീർ അൽ ഖയാൽ എന്ന് പറഞ്ഞാൽ ലീഡർ ഓഫ് ഫെയ്ത്ത്ഫുൾ. ഓക്കെ, ഇതാണ് റസിയ സുൽത്താനയെ പറ്റി അറിഞ്ഞിരിക്കേണ്ടത്. 1240 അവർ എന്ത് ചെയ്യുന്നു? അവരെ അട്ടിമറിച്ചുകൊണ്ട് അധികാരം വേറെ ആളുടെ കയ്യിലേക്ക് പോകുന്നു. പിന്നീട് ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ഒരു പോപ്പുലർ എന്ന് പറയാൻ പറ്റില്ല, ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ലീഡറാണ് ആര്? ബൽബൻ, ഗിയാസുദ്ദീൻ ബൽബൻ. 1266 മുതൽ 1287 വരെയാണ് ഗിയാസുദ്ദീൻ ബൽബൻ എന്ത് ചെയ്തിട്ടുള്ളത്? ഈ പറഞ്ഞ പോലെ ഭരിച്ചിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ പോളിസിയെ വിളിക്കുന്നത് പോളിസി ഓഫ് അയൺ ആൻഡ് ബ്ലഡ്. നമ്മുടെ മാർത്താണ്ഡവർമ്മ തിരുവിതാംകൂർ ഭരിച്ചിരുന്നപ്പോൾ ഒരു മുഷ്ടികൾ കൊണ്ട് ഭരിച്ചു എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ഗിയാസുദ്ദീൻ ബൽബനും ഡൽഹിയെ അങ്ങനെ ഭരിച്ചു എന്നാണ് പറയുന്നത്. അദ്ദേഹത്തിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള നേട്ടം എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞ ആ ചഹൽഗനി, ചലീസ 40 തുർക്കി നോബിൾമാരുടെ ആ പവർഫുൾ ആയിട്ടുള്ള ആ കൂട്ടായ്മയെ അദ്ദേഹം എന്ത് ചെയ്തു? ആദ്യം തന്നെ അങ്ങ് മുച്ചൂട് മുടിച്ചു കളഞ്ഞു. മാർത്താണ്ഡവർമ്മ എപ്രകാരമാണ് തിരുവിതാംകൂറിൽ 8 വീട്ടിൽ പിള്ളമാരുടെ ആ ഒരു ആധിപത്യത്തെ തള്ളിക്കളഞ്ഞത്, അതുപോലെ തന്നെ. ഓക്കെ, പ്യൂണിറ്റീവ് എക്സ്പെഡിഷൻ അഗെയിൻസ്റ്റ് തുർഗിൽ ഖാൻ, ഗവർണർ ഓഫ് ബംഗാൾ. അപ്പൊ ഇത് കണ്ടംപററി ആയതുകൊണ്ട് ഇതിന് മുന്നേ SSCക്ക് ചോദിച്ചിട്ടുണ്ട്. തുർഗിൽ ഖാനെ ഗവർണർ ഓഫ് ബംഗാളിന്റെ പ്യൂണിറ്റീവ് എക്സ്പെഡിഷൻ. അപ്പൊ ഇത് ആരുടെ സമയത്താണെന്ന് ചോദിച്ചിട്ടുണ്ട്? ഗിയാസുദ്ദീൻ ബൽബന്റെ സമയത്താണ്. ഇനി ചഹൽഗനിയുടെ ഈ പറഞ്ഞ പോലെ പവേഴ്സിനെ ബ്രേക്ക് ചെയ്യുന്നതിന് വേണ്ടി അദ്ദേഹം സ്പൈസിനെ എല്ലാ ഡിപ്പാർട്ട്മെന്റിലും അപ്പോയിന്റ് ചെയ്യുന്നു. ആർമിയെ സെൻട്രലൈസ്ഡ് ആക്കുന്നു. അപ്പൊ ഗിയാസുദ്ദീൻ ബൽബൻ നേരിട്ടാണ് ആർമിയെ കൈകാര്യം ചെയ്തിരുന്നത്. ഇനി റീഓർഗനൈസ്ഡ് ദ മിലിറ്ററി ഡിപ്പാർട്ട്മെന്റ്, ദിവാൻ ഇ അർസ്. അപ്പൊ ഈ ഡിപ്പാർട്ട്മെന്റുകൾ ഓർത്തിരിക്കുക, ചോദിക്കാറുണ്ട്. ദിവാൻ ഇ അർസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡൽഹി സുൽത്താനേറ്റിൽ ഏത് വകുപ്പാണെന്ന് ചോദിക്കും. റവന്യൂ ആണോ, മിലിറ്ററി ആണോ, സ്ലേവ് ആണോ, അങ്ങനെ ഒരു 3-4 വകുപ്പുകൾ തരും. അപ്പൊ ഇതിൽ ഏതാണ്? മിലിറ്ററി ഡിപ്പാർട്ട്മെന്റ് ആണ്. ഇദ്ദേഹം സ്വയം സ്വീകരിച്ച ടൈറ്റിലുകളാണ് സീലെ ഇല്ലാഹി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷേഡോ ഓഫ് ഗോഡ്, ദൈവത്തിന്റെ നിഴൽ. അതുപോലെ തന്നെ പേർഷ്യൻ ഉത്സവമായിട്ടുള്ള നവറൂസ്,
ഇന്ത്യയിലേക്ക് കൊണ്ടുവന്നത് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഗിയാസുദ്ദീൻ ബൽബനാണ്. ഇത് ഒരുപാട് വട്ടം ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. ഇനി അദ്ദേഹം കൊണ്ടുവന്നിട്ടുള്ള മറ്റ് 2 ഹീനമായിട്ടുള്ള സംവിധാനങ്ങളാണ് സിജ്ദ അഥവാ പ്രോസ്ട്രേഷൻ എന്ന് വിളിക്കും. അതുപോലെ തന്നെ പൈബോസ്, അദ്ദേഹത്തിന്റെ കാല് മുത്തം വെക്കുക, കാലിൽ തൊട്ട് മുത്തം വെക്കുക. അതുപോലെ തന്നെ സിജ്ദ എന്ന് പറഞ്ഞാൽ സാഷ്ടാംഗം പ്രണമിക്കുക. രാജാവിനെ കാണുമ്പോൾ, സുൽത്താനെ കാണുമ്പോൾ സാഷ്ടാംഗം പ്രണമിക്കണം, കാലിൽ മുത്തം വയ്ക്കണം. ഈ 2 പരിഷ്കാരങ്ങൾ അദ്ദേഹത്തിന്റെ കൊട്ടാരത്തിൽ നടപ്പിലാക്കിയിട്ടുണ്ടെന്നാണ് പറയുന്നത്. ഇനി ബൽബൻ അഡോപ്റ്റഡ് എ പോളിസി ഓഫ് കൺസോളിഡേഷൻ റേദർ ദാൻ എക്സ്പാൻഷൻ. അപ്പൊ അതിന് മുന്നേ പറ്റിയിട്ടുള്ള രാജാക്കന്മാരെ പോലെ എന്ത് ചെയ്തിട്ടില്ല, അദ്ദേഹത്തിന്റെ സാമ്രാജ്യത്തെ വലുതാക്കാൻ നോക്കിയില്ല. നേരെ മറിച്ച് അദ്ദേഹത്തിന്റെ കൈവശമുള്ള സാമ്രാജ്യത്തെ ഉരുക്കുമുഷ്ടികൾ കൊണ്ട് എന്ത് ചെയ്തു, അവിടെ അദ്ദേഹത്തിന്റെ ആധിപത്യത്തെ ഊട്ടി ഉറപ്പിക്കുകയാണ് ആര് ചെയ്തത്, ഗിയാസുദ്ദീൻ ബൽബൻ ചെയ്തത്. അദ്ദേഹം ഫിറോസ് ജലാലുദ്ദീൻ ഖൽജി എന്ന് പറയുന്ന ഖൽജി രാജവംശം ഫൗണ്ട് ചെയ്തിട്ടുള്ള രാജാവ്, അല്ലെങ്കിൽ അടുത്ത ഡൽഹി സുൽത്താനേറ്റിലെ 2ാമത്തെ രാജവംശം ഫൗണ്ട് ചെയ്തിട്ടുള്ള രാജാവ് ഗിയാസുദ്ദീൻ ബൽബന്റെ കീഴിൽ എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു മിനിസ്റ്റർ ഓഫ് വാർ ആയിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ബൽബൻ വാസ് റീപ്ലേസ്ഡ് ബൈ കൈക്വാബാദ്. ബൽബൻ 1287 മരിക്കുമ്പോൾ കൈക്വാബാദ് എന്ന് പറയുന്ന ഒരു അദ്ദേഹത്തിന്റെ മകനാണ് എന്ത് ചെയ്യുന്നത്, ഈ പറയുന്ന ഡൽഹി സുൽത്താനേറ്റിലേക്ക് അധികാരത്തിലേക്ക് വരുന്നത്. ബട്ട് ഹി വാസ് സൂൺ റീപ്ലേസ്ഡ് ബൈ ഹിസ് സൺ കൈമൂർ. കൈമൂർ എന്ന് പറയുന്ന മകൻ എന്ത് ചെയ്യുന്നു, റീപ്ലേസ് ചെയ്യുന്നു. കൈമൂറിനെ തോൽപ്പിച്ചുകൊണ്ട് ഫിറോസ് അഥവാ ജലാലുദ്ദീൻ ഖൽജി എന്ത് ചെയ്യുന്നു, ഖൽജി രാജവംശം എസ്റ്റാബ്ലിഷ് ചെയ്യുന്നു. ഓക്കെ, അലാവുദ്ദീൻ ഖൽജിയും ആൻഡ് ജലാലുദ്ദീൻ ഖൽജി. അപ്പോൾ ജലാലുദ്ദീൻ ഖൽജിയുടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഖൽജി രാജവംശം ഫൗണ്ട് ചെയ്ത ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വ്യക്തിയാണ് ആര്, ജലാലുദ്ദീൻ ഖൽജി. എന്നാൽ ഖൽജി രാജവംശത്തിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വ്യക്തി ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതാരാണ്, അലാവുദ്ദീൻ ഖൽജിയാണ്. അലാവുദ്ദീൻ ഖൽജി എന്ന് പറയുന്നത് ജലാലുദ്ദീൻ ഖൽജിയുടെ മരുമകനാണ്, സൺ ഇൻ ലോ, നെഫ്യൂ ആണ്. ആൻഡ് അദ്ദേഹം അമീർ ഇ തുസൂഖ് അഥവാ മാസ്റ്റർ ഓഫ് സെറിമണീസ് എന്ന് പറയുന്ന ആളെ ആയിട്ടാണ് ആരെ അപ്പോയിന്റ് ചെയ്യുന്നത്, അലാവുദ്ദീൻ ഖൽജീനെ അപ്പോയിന്റ് ചെയ്യുന്നത്. അതിനുശേഷം ഈ പറയുന്ന ജലാലുദ്ദീൻ ഖൽജിയുടെ നേതൃത്വത്തിൽ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ കീഴിലായിരുന്ന സമയത്ത് ബിൽസ അഥവാ വിദീഷ 1292-ലും ദേവഗിരി 1294-ലും ആര്, അലാവുദ്ദീൻ ഖിൽജി ഈ പറയുന്ന അമ്മായച്ചന്റെ കീഴിൽ ഇരുന്നു കൊണ്ട് പിടിച്ചെടുക്കുന്നുണ്ട്. അതിനുശേഷം ഈ പറയുന്ന അലാവുദ്ദീൻ ഖിൽജിക്ക് അരിസ് ഇ മുമാലിക് അഥവാ മിനിസ്റ്റർ ഓഫ് വാർ എന്ന് പറയുന്ന പട്ടം കൊടുക്കുന്നു ആര്, ജലാലുദ്ദീൻ ഖിൽജി. പിന്നീട് 1296-ൽ ഈ ജലാലുദ്ദീൻ ഖിൽജിയെ തന്നെ തട്ടിക്കൊണ്ട് ആരധികാരത്തിലേക്ക് വരുന്നു, അലാവുദ്ദീൻ ഖിൽജി വരുന്നു. നിങ്ങൾ പത്മാവത് എന്ന് പറഞ്ഞ സിനിമ കാണുമ്പോൾ കുറച്ചൊക്കെ അതിനകത്ത് ഈ പറഞ്ഞ പോലെ കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഇനി അലാവുദ്ദീൻ ഖിൽജി എന്ന് പറയുന്നത് ബൽബന്റെ പോളിസി തന്നെയാണ് അദ്ദേഹവും ഫോളോ ചെയ്തിരുന്നത്. എന്താണ്, പോളിസീസ് ഓഫ് റൂത്ത്ലെസ് ഗവർണൻസ്. But he curbed the powers of nobles and interference of ulema in the matters of the state. അലാവുദ്ദീൻ ഖിൽജിയെ നമ്മൾ പല രീതിയിൽ ഈ പറഞ്ഞ പോലെ വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ഫിഗറാണ്. അദ്ദേഹത്തിനെ ഈ പറഞ്ഞ പോലെ ഉരുക്കുമുഷ്ടികൾ കൊണ്ട് ഭരിക്കുന്നു, വളരെ കർശനക്കാരനായിട്ടുള്ള, വളരെ റിലീജിയസ് ടോളറൻസ് ഇല്ലാത്ത രാജാവ് എന്നൊക്കെ പറയുമ്പോഴും അദ്ദേഹം നേരത്തെ പറഞ്ഞ ആ നോബിൾസിന്റെ ആ അധികാരത്തെ എന്ത് ചെയ്യുന്നു, കൊട്ടാരത്തിൽ നിന്ന് അല്ലെങ്കിൽ ഈ പറയുന്ന അദ്ദേഹത്തിന്റെ സാമ്രാജ്യത്തിൽ നിന്നും തുടച്ചു നീക്കുന്നു. ആൻഡ് ഇന്റർഫിയറൻസ് ഓഫ് ഉലേമ, മൗലവിമാരും മുള്ളമാരും ഒന്നും സ്റ്റേറ്റ് അഫയേഴ്സിൽ ഇടപെടേണ്ട കാര്യമില്ല എന്ന് കർശനമായിട്ട് പറഞ്ഞു. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ ഇന്ന് പറയുന്ന മോഡേൺ പൊളിറ്റിയിലെ ഒരു പ്രധാനപ്പെട്ട ഒരു കൺസെപ്റ്റാണ് സെപ്പറേഷൻ ഓഫ് സ്റ്റേറ്റ് ഫ്രം റിലീജിയൻ. സെപ്പറേഷൻ ഓഫ് സ്റ്റേറ്റ്, രാജ്യത്തെ മതത്തിൽ നിന്ന് മോചിപ്പിക്കുക എന്ന് പറയുന്ന കൺസെപ്റ്റ്. അതിൻ്റെ ഏറ്റവും ഒരു എന്താ പറയുന്നത് പ്രിമിറ്റീവ് ഫോമിലുള്ള ഒരു സിസ്റ്റമാണ് ആര് കൊണ്ടുവന്നത്, അലാവുദ്ദീൻ ഖിൽജി കൊണ്ടുവന്നത്. മൗലവിമാരും മുള്ളമാരും ഒന്നും ഇനി നാട് എങ്ങനെ ഭരിക്കണം എന്നുള്ളത് പറയണം, നിങ്ങൾ മതപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ അവിടെ ഇരുന്ന് പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞ വ്യക്തിയാണ് ആര്, അലാവുദ്ദീൻ ഖിൽജി. ഓക്കെ, ഇനി അദ്ദേഹം കൊണ്ടുവന്നുള്ള റിഫോംസ് ഒരുപാട് വട്ടം ചോദിച്ചിട്ടുണ്ട്. ആർമിയിൽ അദ്ദേഹം കൊണ്ടുവന്നുള്ള റിഫോംസ് എന്താണ്, കേന്ദ്രത്തിൽ ഒരു പെർമനന്റ് ആയിട്ടുള്ള ഒരു ആർമി വെച്ചു അദ്ദേഹത്തിനെ സംരക്ഷിക്കുന്നതിനും അദ്ദേഹത്തിന്റെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട്. ദാഗ്, ഹൂലിയ എന്നിങ്ങനെയുള്ള 2 സംവിധാനങ്ങൾ അദ്ദേഹം കൊണ്ടുവന്നു. അതുപോലെ തന്നെ ദഫ്തർ ഇ ഫസിലത്ത് ഇ ഹസൻ എന്ന് പറഞ്ഞുകൊണ്ട് റവന്യൂ അതുപോലെ തന്നെ സാലറി ഒക്കെ റെക്കോർഡിക്കലാക്കാനായിട്ട് അദ്ദേഹം തീരുമാനിച്ചു. പിന്നെ ഫിനാൻഷ്യൽ അദ്ദേഹം ചരായി എന്ന് പറഞ്ഞുകൊണ്ട് ടാക്സ് കൊണ്ടുവന്നു. അതുപോലെ തന്നെ ഖരായി എന്ന് പറഞ്ഞുകൊണ്ടൊരു ടാക്സ്. ഖരായി ടാക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, മറ്റേ നമ്മുടെ വീടിനടയ്ക്കുന്ന ടാക്സ്. പിന്നെ കരാജ് എന്ന് പറഞ്ഞുകൊണ്ട് ടാക്സ് കൊണ്ടുവന്നു. പൈമൈഷ് എന്ന് പറഞ്ഞുകൊണ്ട് ഭൂമി മെഷർ ചെയ്യുന്നതിന് വേണ്ടി അദ്ദേഹം ഒരു സംവിധാനം ഏർപ്പാടാക്കി. മാർക്കറ്റിൽ പരിഷ്കാരങ്ങൾ കൊണ്ടുവന്നിട്ടുള്ള രാജാവ് ആരാന്ന് ചോദിക്കും, ആരാണ്, അലാവുദ്ദീൻ ഖിൽജിയാണ്. അദ്ദേഹം മന്തി എന്ന് പറയുന്ന കൺസെപ്റ്റ് കൊണ്ടുവന്നു. ക്ലോത്ത് മാർക്കറ്റ്, അതാണ് സാറായി ആദിൽ. ഇതൊരു ചോദ്യമായിട്ട് നിങ്ങൾ ഓൾറെഡി കണ്ടതാണ്. സാറായി ആദിൽ എന്ന് പറഞ്ഞുകൊണ്ട് തുണിക്ക് വേണ്ടിയിട്ടൊരു മാർക്കറ്റ് കൊണ്ടുവന്നു. കുതിരകൾക്ക് വേണ്ടി മാർക്കറ്റ് കൊണ്ടുവന്നു. അടിമകൾക്ക് വേണ്ടിയും കാലികൾക്ക് വേണ്ടിയൊക്കെ മാർക്കറ്റ് കൊണ്ടുവന്നിട്ടുള്ള, അങ്ങനെ മാർക്കറ്റിലെ പരിഷ്കാരങ്ങൾ കൊണ്ടുവന്നിട്ടുള്ള ഒരു രാജാവാണ് അലാവുദ്ദീൻ ഖിൽജി. അലാവുദ്ദീൻ ഖിൽജി കമ്മീഷൻഡ് സെവറൽ നോട്ടബിൾ ആർക്കിടെക്ചറൽ പ്രോജക്റ്റ്. ഒരുപാട് ആർക്കിടെക്ചറൽ പ്രോജക്റ്റുകൾ അദ്ദേഹം കൊണ്ടുവന്നിട്ടുണ്ട്. ഒന്ന് അലായ് ദർവാസ, അലായ് മിനാർ, സിറി ഫോർട്ട്,
അതുപോലെ തന്നെ ജമത് ഖാന മോസ്ക് തുടങ്ങിയവയെല്ലാം അലാവുദ്ദീൻ ഖിൽജി പണി കഴിപ്പിച്ചിട്ടുള്ള ആർക്കിടെക്ചറൽ മോണുമെന്റ്സ് ആണ്. അപ്പോൾ അതൊക്കെ ഓർത്ത് വെക്കട്ടെ, ഇതൊക്കെ ചോദ്യമായിട്ട് വരും. അലായി ദർവാസ ആരുകൊണ്ടെന്നാണ്? അലായി ദർവാസ എന്ന് പറയുന്നത് കുത്തബ് മിനാറിലേക്കുള്ള കവാടമാണ്. അപ്പോൾ കുത്തബ് മിനാറിന്റെ മുകളിൽ പണി കഴിപ്പിച്ചിട്ടുള്ള 4 ഡൽഹി സുൽത്താനേറ്റ്സിനെയാണ് പൊതുവെ നമ്മൾ പറയുക. അത് പണി തുടങ്ങിയിട്ടുള്ളതാരാണ്? കുത്തുബുദ്ദീൻ ഐബക്ക്. അതിന്റെ പണി പൂർത്തീകരിച്ചതാരാണ്? ഇൽതുത്മിഷ്. അതിലേക്കുള്ള കവാടം പണി കഴിപ്പിച്ചതാരാണ്? അലാവുദ്ദീൻ ഖിൽജി. അതാണ് അലായി ദർവാസ എന്ന് പറയുന്നത്. അതിന്റെ 4ാമത്തെ നില പണി കഴിപ്പിച്ച ആളാണ് ഫിറോസ് ഷാ തുഗ്ലക്. തുഗ്ലക് രാജവംശത്തിലെ ഫിറോസ് ഷാ തുഗ്ലക്. അപ്പോൾ കുത്തബ് മിനാർ എന്ന് പറയുന്ന ആ ഒരു ബിൽഡിങ്ങിൽ തന്നെ 4 സുൽത്താൻമാർ പല കാലഘട്ടങ്ങളിലായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്? വർക്ക് ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യം കൂടെ ഓർത്തിരിക്കുക. അലായി ദർവാസ, അലായി മിനാർ, ഇത് രണ്ടും പേരിൽ നിന്ന് കിട്ടും. സിറി ഫോർട്ട് ആര് പണി കഴിപ്പിച്ചാണ്? അലാവുദ്ദീൻ ഖിൽജി പണി കഴിപ്പിച്ചാണ്. ജമത് ഖാന മോസ്ക് ആര് പണി കഴിപ്പിച്ചാണ്? അലാവുദ്ദീൻ ഖിൽജി പണി കഴിപ്പിച്ചതാണ്. ഓക്കെ, ഇത്രയും ഖൽജി ഡൈനാസ്റ്റി ആയിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ ഓർത്തിരിക്കേണ്ടതാണ്. ഇനി ഇവിടെ ഓർത്തിരിക്കേണ്ട ഒരു കഥാപാത്രമാണ് ഗിയാസുദ്ദീൻ തുഗ്ലക് എന്ന് പറയുന്നത്. ഗിയാസുദ്ദീൻ തുഗ്ലക് ആണ് തുഗ്ലക് രാജവംശം ഫൗണ്ട് ചെയ്തിട്ടുള്ളത്. തുഗ്ലക് രാജവംശം ഫൗണ്ട് ചെയ്തിട്ടുള്ളവരാണ് ഗിയാസുദ്ദീൻ തുഗ്ലക്. അപ്പൊ ഈ പേരുകൾ കൺഫ്യൂസിംഗ് ആണ്. ഗിയാസുദ്ദീൻ ബൽബൻ ഉണ്ട്, ഗിയാസുദ്ദീൻ തുഗ്ലക് ഉണ്ട്. രണ്ട് ആളുകളാണ്, മാറിപ്പോരുത്. ഇനി ഈ ഫോളോഡ് എ പോളിസി ഓഫ് റീകൺസൈലേഷൻ വിത്ത് നോബിൾസ്. നമ്മുടെ അലാവുദ്ദീൻ ഖൽജിയും ഗിയാസുദ്ദീൻ ബൽബനും കൊണ്ടു നടന്ന പോലെയല്ല, നോബിൾസിനെയൊക്കെ കുറച്ചൊക്കെ പ്രീതിപ്പെടുത്തിയിട്ടാണ് ആര് മുന്നോട്ട് പോയത്? ഈ തുഗ്ലക്കിലെ ഫൗണ്ടർ ആയിട്ടുള്ള ഗിയാസുദ്ദീൻ തുഗ്ലക് മുന്നോട്ട് കൊണ്ടുപോയിട്ടുള്ളത്. അദ്ദേഹം ഖൽജിയുടെ സർവീസിൽ എന്ത് ചെയ്ത് പ്രവർത്തിച്ചിട്ടുണ്ട്. ഉലുഗ് ഖാൻ എന്ന് പറയുന്ന അലാവുദ്ദീൻ ഖൽജിയുടെ ബ്രദർ, അദ്ദേഹം പിന്നീട് കൊല്ലപ്പെടുകയാണ്. ആര്? ഉലുഗ് ഖാൻ പിന്നീട് മരണപ്പെടുകയാണ്. അത്രയും ഡീറ്റെയിൽ ആയിട്ടുള്ള ചരിത്രത്തിലേക്കൊന്നും പോകില്ല. നമ്മൾ ക്ലാസ്സിനകത്ത് ഞാനത് പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നില്ല. നിങ്ങൾ ഈ പേരുകൾ നോട്ട് ചെയ്ത് വെക്കുക. ഉലുഗ് ഖാൻ എന്ന് പറയുന്നത് അലാവുദ്ദീൻ ഖൽജിയുടെ ബ്രദർ ആണ്. അലാവുദ്ദീൻ ഖൽജിയുടെ ബ്രദറിന്റെ കീഴിൽ മിലിറ്ററി ആയിട്ട് സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട് ആര്? ഗിയാസുദ്ദീൻ തുഗ്ലക്. അത്രയും ഓർത്തിരിക്കുക. ഗിയാസുദ്ദീൻ തുഗ്ലക് 1325 മരിക്കുകയും അദ്ദേഹത്തിന്റെ മകനായിട്ടുള്ള ഫേമസ് ആയിട്ടുള്ള മുഹമ്മദ് ബിൻ തുഗ്ലക് എന്ത് ചെയ്യുന്നു? അധികാരത്തിൽ കയറുകയും ചെയ്യുന്നു. ഓക്കെ, അപ്പൊ അത്രയും പോയിന്റ്സ് തുഗ്ലക് ഡൈനാസ്റ്റിയുമായിട്ട് ബന്ധപ്പെട്ട് ഓർത്തിരിക്കുക. ഫൗണ്ടർ ആരാണ്? ഗിയാസുദ്ദീൻ തുഗ്ലക്. 1320 മുതൽ 1325 വരെയാണ് ഭരിച്ചത്. അദ്ദേഹം പോളിസി ഓഫ് റീകൺസൈലേഷൻ, നോബിൾസിനെ പ്രീതിപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് പോകാനാണ് ആര് തീരുമാനിച്ചത്? ഗിയാസുദ്ദീൻ തുഗ്ലക് തീരുമാനിച്ചത്. അലാവുദ്ദീൻ ഖിൽജിയുടെ ബ്രദർ ആയിട്ടുള്ള ഉലുഗ് ഖാന്റെ കീഴിൽ ഗിയാസുദ്ദീൻ തുഗ്ലക് സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട്. ഗിയാസുദ്ദീൻ തുഗ്ലക് 1325 മരണമടയുകയും അദ്ദേഹത്തിന്റെ മകനായിട്ടുള്ള മുഹമ്മദ് ബിൻ തുഗ്ലക് എന്ത് ചെയ്യുന്നു? അധികാരത്തിലേക്ക് കയറുകയും ചെയ്യുന്നു. ഓക്കെ, അത്രയും കാര്യങ്ങൾ ഓർത്തിരിക്കുക. അടുത്ത നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് മുഹമ്മദ് ബിൻ തുഗ്ലക്. മുഹമ്മദ് ബിൻ തുഗ്ലക്കിനെ വിളിച്ചിരുന്ന മറ്റൊരു പേരാണ് ജൗന ഖാൻ. അദ്ദേഹം ഗിയാസുദ്ദീൻ തുഗ്ലക്കിന്റെ മകനായിട്ട് ക്രൗൺ പ്രിൻസ് ആയിട്ടിരിക്കുന്ന സമയത്ത് അദ്ദേഹത്തെ വിളിച്ചിരുന്ന പേരാണ് ജൗന ഖാൻ. ജൗന ഖാൻ അച്ഛനൊക്കെ ആയിട്ട് തെറ്റിപ്പിരിഞ്ഞ കുറെ ചരിത്ര സംഭവങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഈ മുഹമ്മദ് ബിൻ തുഗ്ലക്കിനെയാണ് നമ്മൾ തുഗ്ലക് പരിഷ്കാരങ്ങൾ എന്നെല്ലാം പറഞ്ഞ് പിന്നീട് അറിയപ്പെട്ടിരുന്ന ആള്. അദ്ദേഹം ലേൺഡ് ആണ്, കൾച്ചേർഡ് ആണ്, ടാലന്റഡ് ആണ്. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി അദ്ദേഹത്തിന്റെ പോളിസീസ് എല്ലാം ഈ പറഞ്ഞ പോലെ തുഗ്ലക് പരിഷ്കാരങ്ങൾ എന്ന് പറഞ്ഞ് നമ്മളിന്ന് കളിയാക്കുന്ന രീതിയിലുള്ള നയങ്ങളാണ് അദ്ദേഹം സ്വീകരിച്ചിരുന്നത്. അദ്ദേഹം മംഗോൾ ആർമിയെ എന്ത് ചെയ്യുന്നു? റിപ്പൾസ് ചെയ്യുന്നു. ഇന്നോവേറ്റർ ആയിരുന്നു. ബട്ട് അൺലൈക്ക് അലാവുദ്ദീൻ ഖിൽജി ലാക്ക്ഡ് ദ വിൽ ടു എക്സിക്യൂട്ട് ഹിസ് പ്ലാൻസ് സക്സസ്ഫുള്ളി. അദ്ദേഹത്തിന്റെ നയങ്ങളെ കൃത്യമായിട്ട് ഇംപ്ലിമെന്റ് ചെയ്യാനായിട്ട്, നടപ്പിലാക്കാനായിട്ട് അദ്ദേഹത്തിന് സാധിച്ചില്ല എന്നുള്ളതാണ് ഈ പറയുന്ന തുഗ്ലക് പരിഷ്കാരങ്ങളെല്ലാം നമ്മൾ പറയുന്നത്. അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട പരിഷ്കാരങ്ങളാണ് ഞാൻ താഴെ കൊടുത്തിട്ടുള്ളത്. 1327 ഡൽഹിയിൽ നിന്നും ദൗലത്താബാദിലേക്ക് അഥവാ ദേവഗിരിയിലേക്ക് അദ്ദേഹം എന്ത് ചെയ്യുന്നു? ക്യാപിറ്റൽ മാറ്റുന്നു. ഇതിന് കാരണമായിട്ട് പറയുന്നത് മംഗോൾ ഇൻവേഷൻ പേടിച്ചുകൊണ്ട് ഡൽഹിയിൽ നിന്നും ഇദ്ദേഹം ക്യാപിറ്റൽ എങ്ങോട്ട് മാറ്റിയെന്നാണ്? ദൗലത്താബാദിലേക്ക് മാറ്റിയെന്നാണ്. ഇതിന്റെ പ്രശ്നം വരുന്നത് എങ്ങനെ? എന്തുകൊണ്ടാണ് ഈ പരിഷ്കാരം ഇന്ന് കുറ്റമായിട്ട് പറയുന്നത്, അല്ലെങ്കിൽ ആൾക്കാർ ക്രിട്ടിസൈസ് ചെയ്യുന്നത്? ഇദ്ദേഹം ക്യാപിറ്റൽ മാറ്റുമ്പോൾ ഇദ്ദേഹം ഒരുപാട് ആളുകൾ, ലക്ഷക്കണക്കിന് ആളുകൾ, ഈ സുൽത്താന്റെ കൂടെ അദ്ദേഹത്തിന്റെ കീഴിൽ വർക്ക് ചെയ്തിരുന്ന എല്ലാവരും, ആർമി ഉൾപ്പെടെ എല്ലാമാണ് എങ്ങോട്ട് മാറ്റുന്നത്? താഴത്തേക്ക് മാറ്റുന്നത്. വീണ്ടും ഒരു ഏതാനും വർഷങ്ങൾ കഴിയുമ്പോൾ അദ്ദേഹം എന്ത് ചെയ്യുന്നുണ്ട്? വീണ്ടും തിരിച്ച് ഡൽഹി ആരോ പിടിച്ചെടുക്കാൻ വരുന്നത് കാണുമ്പോൾ തിരിച്ച് മുകളിലേക്ക് മാറ്റുന്നുണ്ട്. അപ്പൊ ഈ രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഇദ്ദേഹത്തിന്റെ ഈ ചാഞ്ചാട്ടമാണ് അതിനൊരു തുഗ്ലക് പരിഷ്കാരം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളിന്ന് പുച്ഛിക്കുന്ന ഒരു അവസ്ഥയിൽ കൊണ്ടെത്തിച്ചത്. 2 ടോക്കൺ കറൻസി, ബ്രോൺസ് കോയിൻസ്, അതായത് ചെമ്പ് നാണയങ്ങളൊക്കെ അദ്ദേഹം അടിച്ചിറക്കാനായിട്ട് തുടങ്ങി. ഇത് വളരെ ഒരു പ്രശ്നം പിടിച്ചൊരു സംഭവമായിട്ട് മാറി. കാരണം എന്താണ്? ഈ സ്വർണവും വെള്ളി എന്ന് പറയുന്ന നാണയത്തിന് അതിന്റെ മൂല്യം കിട്ടുന്നത് ആ മെറ്റൽ ലഭ്യമല്ലാത്തത് കൊണ്ടാണ്, അല്ലെ? ഈസിലി അവൈലബിൾ അല്ല. നമുക്കത് കുഴിച്ചെടുക്കാനോ മോഷ്ടിക്കല്ലാതെ അല്ലെങ്കിൽ കാശ് കൊടുത്ത് വാങ്ങിക്കല്ലാതെ ഒരാളുടെ കയ്യിലേക്ക് സ്വർണമോ വെള്ളിയോ എത്തിപ്പെടാനുള്ള സാധ്യത എത്രത്തോളം ഉണ്ട്? കുറവാണ്, അല്ലെ? ചെമ്പ് അങ്ങനെയാണോ? അല്ല. ചെമ്പ് പാത്രങ്ങൾ അല്ലെങ്കിൽ ചെമ്പ് ഉൽപ്പന്നങ്ങളൊക്കെ കുറച്ചുകൂടെ സുലഭമാണ്. അത് കുറച്ചുകൂടി ഈസിലി അവൈലബിൾ ആയിട്ടുള്ള മെറ്റീരിയലാണ്. അപ്പോൾ ഈ കോപ്പർ കോയിൻസ് അടിച്ചിറക്കുന്നതിലൂടെ ആർമിയൊക്കെ ഫണ്ട് ചെയ്ത് നിർത്താം എന്നുള്ളൊരു ധാരണയാണ് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നത്. പക്ഷെ ആളുകളൊക്കെ സ്വന്തമായിട്ട് കോയിൻ അടിച്ചടക്കാൻ തുടങ്ങിയതോടുകൂടി മാർക്കറ്റ് അങ്ങ് പൊളിഞ്ഞു.
അപ്പോൾ അതാണ് അദ്ദേഹത്തിന്റെ രണ്ടാമത്തെ ഒരു പ്രശ്നമായിട്ട് പറയുന്നത്. മൂന്നാമത്തെ സംഭവമാണ് എക്സ്പെഡിഷൻ ഓഫ് ഖുറാസാൻ, അഥവാ പേർഷ്യയെ കീഴ്പ്പെടുത്താനായിട്ടും ഇറാഖിനെ കീഴ്പ്പെടുത്താനായിട്ടും പിന്നീട് ഈ പറഞ്ഞ പോലെ ചൈനയെ കീഴ്പ്പെടുത്താനൊക്കെ ആയിട്ട് അദ്ദേഹം തീരുമാനിക്കുന്നുണ്ട്. ഇതൊക്കെ ഈ പറഞ്ഞ പോലെ പ്രശ്നമായിട്ട് മാറുന്നുണ്ട്. ടാക്സേഷൻ ഇൻ ദ്വാബ്. ദ്വാബ് എന്ന് പറഞ്ഞാൽ രണ്ട് നദികൾക്കിടയിലുള്ള ഫെർട്ടൈൽ ആയിട്ടുള്ള ലാൻഡിനെയാണ് നമ്മൾ ദ്വാബ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ആ ഏരിയയെ ടാക്സേഷൻ നടപ്പിലാക്കാൻ അദ്ദേഹം ശ്രമിക്കുന്നു. അതിന്റെ ഭാഗമായിട്ട് അവിടെ ഈ പറഞ്ഞ പോലെ ആളുകൾ, കർഷകരൊക്കെ എന്ത് ചെയ്യുന്നു, സമരം ചെയ്യുന്നു, അല്ലെങ്കിൽ പ്രക്ഷോഭങ്ങൾ നടക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നു. അപ്പോൾ ഇദ്ദേഹം ചുരുക്കി പറഞ്ഞു കൊണ്ടുവന്നിട്ടുള്ള എല്ലാ പരിഷ്കാരങ്ങളും പാളിപ്പോകുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിപ്പെടുന്നു. ഇതാണ് മുഹമ്മദ് ബിൻ തുഗ്ലക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇനി നിങ്ങൾ ഓർത്തിരിക്കേണ്ടത് അതിനുശേഷം വന്നിട്ടുള്ള മുഹമ്മദ് ബിൻ തുഗ്ലക്കിന്റെ കസിൻ ആയിട്ടുള്ള ആരാണ്? ഫിറോസ് ഷാ തുഗ്ലക്കാണ്. അപ്പോൾ ഫിറോസ് ഷാ തുഗ്ലക്കിനെ പറ്റി പറയുമ്പോൾ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് താരിഖ് ഇ ഫിറൂസ് ഷാഹി എന്ന് പറയുന്ന പുസ്തകം, അത് എഴുതിയത് ആരാണ്? സിയാവുദ്ദീൻ ഭരണി എന്ന് പറയുന്ന എഴുത്തുകാരൻ എഴുതിയിട്ടുള്ള താരിഖ് ഇ ഫിറൂസ് ഷാഹി എന്ന് പറയുന്ന പുസ്തകം. ഇറ്റ് ഈസ് വൺ ഓഫ് ദ മെയിൻ സോഴ്സസ് ഓഫ് ഇൻഫർമേഷൻ റിഗാർഡിംഗ് സുൽത്താൻസ് ബാക്ക്ഗ്രൗണ്ട്. ഇനി ഹി ഇൻട്രൊഡ്യൂസ്ഡ് ദ സിസ്റ്റം ഓഫ് ഹെറിഡിറ്ററി അപ്പോയിന്റ്മെന്റ്സ് ടു ദ ഓഫീസ്. അപ്പോൾ ഫിറോസ് ഷാ തുഗ്ലക്കിനെ പറ്റി പറയുമ്പോൾ അദ്ദേഹം കുറച്ച് ഓർത്തഡോക്സ് ചിന്താഗതിക്കാരനായിരുന്നു. പക്ഷേ ആർക്കിടെക്ചറിലൊക്കെ ഒരുപാട് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ള വ്യക്തിയാണ്. അതേസമയം റിലീജിയസ് ആയിട്ട് കുറച്ച് ഓർത്തഡോക്സ് ആയിട്ടുള്ള വ്യക്തിയായിരുന്നു അദ്ദേഹം. ജസിയ സിസ്റ്റം, ഈ നോൺ മുസ്ലിംസിന്റെ മുകളിൽ ടാക്സ് ഈടാക്കുന്ന പരിപാടി, അതായത് ആ കാലഘട്ടത്തിൽ ഒരു സിസ്റ്റം ആയിരുന്നു. ഐദർ കൺവേർട്ട്, അല്ലെങ്കിൽ എന്ത് ചെയ്യുക, നിങ്ങൾ നിങ്ങളുടെ മതം ആയിട്ട് മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കൃത്യമായിട്ട് ഞങ്ങൾക്ക് ടാക്സ് തരിക. ഇങ്ങനത്തെ ഒരു റിലീജിയസ് പോളിസി ആണ് ഈ പറയുന്ന സുൽത്താൻ ഫോളോ ചെയ്തിരുന്നത്. ഓക്കെ, അദ്ദേഹം ഗവൺമെന്റ് ഒഫീഷ്യൽസിന്റെ സാലറി കൂട്ടി, യുദ്ധങ്ങൾ ഇല്ലാതിരിക്കുന്നതിന് വേണ്ടി ഗവൺമെന്റ് ഒഫീഷ്യൽസിന്റെ സാലറി കൂട്ടി, മ്യൂട്ടറി ഇല്ലാതിരിക്കുന്നതിനൊക്കെ അത് സഹായിച്ചു. പിന്നെ ടാക്സുകൾ ഒരുപാട് കുറച്ചു. അതിലൂടെ ഈ പറഞ്ഞ പോലെ റെവല്യൂഷൻസും റിബല്യൻസും ഒക്കെ എന്ത് ചെയ്തു, കുറെ കുറഞ്ഞു. പിന്നെ അബോലിഷൻ മെനി വെറൈറ്റീസ് ഓഫ് ടോർച്ചേഴ്സ്. അതിന് മുന്നേ ഇദ്ദേഹത്തിന്റെ മുൻഗാമികൾ നടത്തിയിരുന്ന പല ടോർച്ചറിങ് മെത്തേഡ്സ് അദ്ദേഹം അബോലിഷ് ചെയ്തു. സെപ്പറേറ്റ് വെൽഫെയർ ഡിപ്പാർട്ട്മെന്റ് അദ്ദേഹം കൊണ്ടുവന്നു. ആർക്ക് വേണ്ടി? അടിമകൾക്ക് വേണ്ടി. ആൻഡ് നോ വാർ പോളിസിയാണ് അദ്ദേഹം മുന്നോട്ട് വെച്ചിരുന്നത്. ഹെറിറ്റിക്സ് വർ പെർസിക്യൂട്ടഡ് ആൻഡ് ഇമ്പോസ്ഡ് ജസിയ. അപ്പോൾ അദ്ദേഹം പക്ഷേ റിലീജിയസ് ആയിട്ടുള്ള ഈ കാര്യത്തിൽ ഈ പറഞ്ഞ ഹെറിറ്റിക്സിനെ അദ്ദേഹം എന്ത് ചെയ്യുന്നു, പെർസിക്യൂട്ട് ചെയ്യുമായിരുന്നു, ജസിയ ഇമ്പോസ് ചെയ്യുമായിരുന്നു. അദ്ദേഹം പിന്നെ ഈ പറഞ്ഞ പോലെ കുറെ ആർക്കിടെക്ചർ മോണുമെന്റ്സും, ഈ പറഞ്ഞ പോലെ ഫിറോസ് ഷാ കോട്ട്ല, ഫിറോസാബാദ്, അങ്ങനെയുള്ള ഒരുപാട് ഇദ്ദേഹത്തിന്റെ പേരിൽ അറിയപ്പെടുന്ന ഒരുപാട് സ്ഥലങ്ങൾ ഇദ്ദേഹം തന്നെ മുൻകൈ എടുത്ത് പണി കഴിപ്പിച്ചതാണ്. ഇദ്ദേഹത്തിന്റെ സമയത്താണ് ഡൽഹി പിടിച്ചെടുക്കുന്നതിന് വേണ്ടി, ഇദ്ദേഹത്തിന്റെ സമയത്ത് നിന്നല്ല, ഈ പറയുന്ന തുഗ്ലക് രാജവംശത്തിന്റെ സമയത്താണ് ഡൽഹി പിടിച്ചെടുക്കുന്നതിന് വേണ്ടി ഒരു ശ്രമം നടത്തുന്നത്. അപ്പോൾ ദ സാക്ക് ഓഫ് ഡൽഹി പിടിച്ചെടുക്കുന്ന ഒരു സമയം ഉണ്ടാവുന്നു 1398 ബിറ്റ്വീൻ തിമൂർ, ദ ഫൗണ്ടർ ഓഫ് തിമുറിഡ് എംപയർ, ആൻഡ് നസിറുദ്ദീൻ മുഹമ്മദ് ഷാ. ആരാണ്? തുഗ്ലക് രാജവംശത്തിലെ ഒരു സുൽത്താനായിരുന്നു. അപ്പൊ അവരുടെ ഈ നസിറുദ്ദീൻ മുഹമ്മദ് ഷായുടെ കയ്യിൽ നിന്ന് ഡൽഹി പിടിച്ചെടുക്കാനായിട്ടൊരു ശ്രമം നടക്കുന്നത് തുഗ്ലക് രാജവംശത്തിന്റെ സമയത്താണ് എന്നുള്ള കാര്യം കൂടെ ഓർത്തിരിക്കുക. അലാവുദ്ദീൻ ഖിൽജിയും അതുപോലെ തന്നെ ഇതിന് മുന്നേ ഉണ്ടായിരുന്ന പല സുൽത്താൻമാരും അത് തടയിട്ടപ്പോൾ ഡൽഹി ഈ രീതിയിൽ ഇവരുടെ കയ്യിലേക്ക് കൈമോശം സംഭവിച്ചു പോയത് ഈ പറയുന്ന സമയത്താണെന്നുള്ള കാര്യം ഓർത്തിരിക്കുക. പിന്നീട് എന്ത് ചെയ്യുന്നു, അടുത്ത വന്ന സയ്യിദ് ഡൈനാസ്റ്റിയും എന്ത് ചെയ്യുന്നു, അവരുടെ കയ്യിൽ നിന്ന് റീക്യാപ്ചർ ചെയ്ത് അവിടെ ഒരു സുൽത്താനായിട്ട് എസ്റ്റാബ്ലിഷ് ആണ് ചെയ്യുന്നത്. ഈ 2-3 പോയിന്റ്സ് നമ്മൾ കൊടുത്തിട്ടുള്ളത് നിങ്ങൾ പഠിച്ചിട്ട് പോവുക. ഇത് ഈ പറഞ്ഞ പോലെ തമിഴ്നാട് SCERT കൊടുത്തിട്ടുള്ള 2-3 സ്ലൈഡ്സ് ആണ്, 2-3 സ്നിപ്പുകളാണ് ഞാൻ ഇവിടെ ഇട്ടിരിക്കുന്നത്. ഈ ഒരു ഐഡിയ കൂടെ നിങ്ങളൊന്ന് മനസ്സിലാക്കി പോകുക. ഞാനിത് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. ഈ കഥാപാത്രങ്ങളുടെ പേര് കൃത്യമായിട്ട് ഓർത്ത് വയ്ക്കുക. മാലിക് കഫൂർ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫിഗറാണ്. അതുപോലെ തന്നെ ഇബുൺ ബത്തൂത്തയെ പറ്റിയിട്ടും സിയാവുദ്ദീൻ ഭരണിയെ പറ്റിയിട്ടും തമിഴ്നാട് SCERT കൊടുത്തിട്ടുള്ള 2 സ്നിപ്പുകൾ കൂടെ ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇത് നിങ്ങൾ തന്നെ പഠിച്ച് മനസ്സിലാക്കി പോവുക. ഓക്കെ, ക്വസ്റ്റ്യൻ ചോദിക്കാൻ സാധ്യതയുണ്ട്, അതുകൊണ്ടാണ് ഞാൻ അവിടെ ആഡ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ അമീർ ഖുസ്രോ എന്ന് പറയുന്ന കഥാപാത്രത്തെ പറ്റിയിട്ടും പഠിച്ചു പോകണം, ചോദ്യം വരാൻ സാധ്യതയുണ്ട്. അമീർ ഖുസ്രോവിനെ വിളിക്കുന്ന കുറെ പേരുകളുണ്ട്. ഈ പറയുന്ന ഖവാലിയുടെ ഫാദർ, അതുപോലെ തന്നെ പാരറ്റ്, അതുപോലെ തന്നെ അങ്ങനെ കുറെ പേരുകളുണ്ട്. അദ്ദേഹത്തിന്റെ കുറെ കോഡ്സ് ഉണ്ട് ഫേമസ് ആയിട്ടുള്ളതൊക്കെ. ഷാലിമാർ ഗാർഡനിൽ കൊത്തിവെച്ചിട്ടുള്ള കോഡ്സ് ഒക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ വളരെ ഫേമസ് ആയിട്ടുള്ള സംഭവമാണ്. ആൻഡ് അതുപോലെ തന്നെ ഡൽഹി സുൽത്താനേറ്റ്സിന്റെ കീഴിൽ ഉണ്ടായിട്ടുള്ള ഈ ഡിപ്പാർട്ട്മെന്റുകൾ കൂടെ ഒന്ന് പഠിച്ചിട്ട് പോവുക. പ്രധാനപ്പെട്ട ഡിപ്പാർട്ട്മെന്റുകളും അതിന്റെ ഫംഗ്ഷൻസ് എന്താണെന്നും, അത് ഏതെങ്കിലും ഒരു സുൽത്താൻ ഇൻട്രൊഡ്യൂസ് ചെയ്തതാണെന്നുണ്ടെങ്കിൽ ആ ഇൻട്രൊഡ്യൂസ് ചെയ്ത സുൽത്താന്റെ പേര് ഞാൻ ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുണ്ട്. ഇതിനകത്ത് നിന്ന് ചോദ്യം വരാറുണ്ട്. അതുകൊണ്ടാണ് ഈ രീതിയിലൊരു ടേബിൾ ഫോർമാറ്റ് ആക്കി കൊടുത്തിട്ടുള്ളത്. ഇതും പറ്റിയാൽ പഠിച്ചു പോകുന്നത് വളരെ നല്ലതാണ്. ഓക്കെ, ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, ക്ലാസ്സിനകത്ത് എക്സ്പ്ലെയിൻ ചെയ്ത കാര്യമാണ്. ഇത് നിങ്ങൾക്ക് തന്നെ പഠിച്ചെടുക്കാവുന്നതാണ്. ഇത് വേറെ ഒന്നും ചെയ്യാനില്ല, ഇത് ഇങ്ങനെ തന്നെ അങ്ങ് പഠിച്ചെടുക്കുക എന്നുള്ളതല്ലാതെ അതിനകത്ത് വേറെ ഓപ്ഷൻ ഒന്നുമില്ല. പക്ഷേ ഇത് പഠിച്ചു വെക്കുന്നത് നല്ലതാണ്. ഇതിനകത്ത് ചോദ്യം ഇതിനു മുന്നേ ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, അടുത്ത് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ഡെക്കാൻ സുൽത്താനേറ്റ്സ് എന്ന് പറയുന്ന ഒരു ഭാഗമാണ്. അപ്പോൾ ഡൽഹി സുൽത്താനേറ്റിൽ ഞാൻ നേരത്തെ പറഞ്ഞ സയ്യിദും ലോധിയും ഞാൻ പറയുന്നില്ല. അത് പഠിക്കണം എന്ന് ആഗ്രഹമുള്ളവർക്ക് നമ്മുടെ മാരത്തോൺ ക്ലാസ് കാണാവുന്നതാണ്. അല്ലെങ്കിൽ നമ്മുടെ കോഴ്സിനകത്ത് ക്ലാസ് കണ്ടിട്ടുള്ള കുട്ടികളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിനകത്ത് ഡീറ്റെയിൽ ആയിട്ട് നമ്മളത് പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ഞാനിവിടെ അത് ആവർത്തിക്കുന്നില്ല. ഓക്കെ, കാരണം അതിനകത്ത് നിന്ന് ചോദ്യങ്ങൾ കുറവായതുകൊണ്ട് തന്നെ. പക്ഷെ ഇത്തവണത്തെ NTPCക്ക് സയ്യിദ് ഡൈനാസ്റ്റിയിൽ നിന്നും ചോദ്യം ചോദിച്ചിട്ടുണ്ട്. ഓക്കെ,
അപ്പോൾ അതൊന്ന് നോട്ട് ചെയ്ത് പോവുക. നമ്മുടെ മാരത്തോൺ സെഷനകത്ത് അതിനെപ്പറ്റി പറയുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ അവിടെ പോയി കാണാവുന്നതാണ്. അടുത്ത ഡെക്കാൻ സുൽത്താനേറ്റ്സ് എന്ന് പറയുന്ന ഒരു കൂട്ടരാണ്. ആ ഡെക്കാൻ സുൽത്താനേറ്റ്സ് എന്ന് പറയുന്നത് സുൽത്താനേറ്റിന് പിന്നിൽ അത് ഫോർമേഷന് കാരണമായിട്ടുള്ള ഒരു ചെറിയ ഒരു കഥ നിങ്ങൾ ഓർത്തിരിക്കുന്നത് നല്ലതാണ്. മുഹമ്മദ് ബിൻ തുഗ്ലക് 1325 അധികാരത്തിൽ കയറിയതിനു ശേഷം അദ്ദേഹത്തിന്റെ തുഗ്ലക് പരിഷ്കാരങ്ങളുടെ ഭാഗമായിട്ട് അദ്ദേഹം ക്യാപിറ്റൽ ഡൽഹിയിൽ നിന്നും ദൗലത്താബാദിലേക്ക് ക്യാപിറ്റൽ കൊണ്ടുവരുന്നു എന്ന് പറഞ്ഞു അല്ലെ. ദൗലത്താബാദിലെ ക്യാപിറ്റൽ എസ്റ്റാബ്ലിഷ് ചെയ്ത അദ്ദേഹം ഡെക്കാൻ ഏരിയ കേന്ദ്രീകരിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ അധികാരത്തെ എന്ത് ചെയ്യുന്നുണ്ട്, വിപുലീകരിക്കുന്നുണ്ട്. പിന്നീട് അദ്ദേഹം വീണ്ടും എങ്ങോട്ട് പോകുന്നു, ഡൽഹിയിലേക്ക് പോകുന്നു. ഈ രണ്ടാമത് ഡൽഹിയിലേക്ക് പോകുമ്പോൾ ഇദ്ദേഹം താഴെ പിടിച്ചു വെച്ചിട്ടുള്ള ഈ ഏരിയയെ കുറച്ച് ആളുകളുടെ മുകളിൽ കയ്യിൽ അധികാരം ഏൽപ്പിച്ചിട്ടാണ് പോകുന്നത്. പക്ഷെ ഈ അധികാരികൾ എന്ത് ചെയ്യുന്നു, അവർ ഇൻഡിപെൻഡൻസ് പരസ്യമായിട്ട് പറയുന്നില്ലെങ്കിലും അവർ ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള രാജാക്കന്മാരായിട്ടാണ് വർത്തിച്ചിരുന്നത്. ആൻഡ് മുഹമ്മദ് ബിൻ തുഗ്ലക്കിന് ഇവരുടെ മുകളിൽ കൃത്യമായിട്ടൊരു അധികാരം അല്ലെങ്കിൽ ഒരു പറഞ്ഞ അധികാരത്തിന്റെ സ്വരം അവിടെ എന്താ പറയുന്നത് ചെലുത്താനായിട്ട് സാധിക്കുന്നുണ്ടായിരുന്നില്ല. അപ്പൊ അങ്ങനെ ഫോം ചെയ്തിട്ടുള്ള ഒരു കുറച്ച് സുൽത്താനേറ്റ്സ്, ഡെക്കാൻ ഏരിയ കേന്ദ്രീകരിച്ചുകൊണ്ട് ഫോം ചെയ്തിട്ടുള്ള സുൽത്താനേറ്റ്സ് ആണ് ആര്, ഡെക്കാൻ സുൽത്താനേറ്റ്. പക്ഷെ ഡെക്കാൻ സുൽത്താനേറ്റ്സ് എന്ന് പറയുന്നത് ഫോം ചെയ്യുന്നതിന് മുന്നേ ഈ പറഞ്ഞ അവിടെ ഉണ്ടായിട്ടുള്ള ഒരു കിങ്ഡമാണ് ബാമണി കിങ്ഡം. അപ്പൊ അതിനെ പറ്റി കൂടെ നിങ്ങളൊന്ന് അറിഞ്ഞിരിക്കണം. അതിനുശേഷം വിജയനഗര സാമ്രാജ്യത്തെ പറ്റിയിട്ടും കൂടെ നിങ്ങൾ പഠിച്ചു വെക്കുക. ഓക്കെ, ചോദ്യം നോക്കാം. ഹു ഫൗണ്ടഡ് ദ ബാമണി കിങ്ഡം? ബാമണി കിങ്ഡം ഫൗണ്ട് ചെയ്തതാരാണ്? അലാവുദ്ദീൻ ബഹ്മാൻ ഷാ അഥവാ ഹസൻ ഗംഗു എന്ന് പറയുന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന വ്യക്തിയാണ് ബാമണി കിങ്ഡം ഫൗണ്ട് ചെയ്തത്. വിച്ച് അഹമ്മദ് നഗർ ക്യൂൻ ഒപ്പോസ്ഡ് ദ എംപറർ അക്ബർ? അക്ബർ എന്ന് പറയുന്ന മുഗൾ ചക്രവർത്തിയെ എതിർത്തത് ഏത് അഹമ്മദ് നഗർ ക്യൂൻ ആണ് എന്നുള്ളത്. അപ്പൊ നമ്മൾ മുഗൾ സാമ്രാജ്യം അടുത്ത സെഷനിലായിരിക്കും കവർ ചെയ്യുന്നുണ്ടായിരിക്കുക. പക്ഷേ ഈ ഒരു പോയിന്റ് കൂടെ നോട്ട് ചെയ്ത് വെക്കുക. ഇത് രണ്ടും NTPCക്ക് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. ആരാണ്? ചാന്ദ് ബീബി എന്ന് പറയുന്ന ലീഡറാണ് അല്ലെങ്കിൽ റൂളറാണ് എന്ത് ചെയ്യുന്നത്, അക്ബറിനെ ഒപ്പോസ് ചെയ്തത്. ഇനി ബാമണി കിങ്ഡത്തെ പറ്റിയിട്ട് പറയുന്ന പോയിന്റ്സ് നോക്കി വെക്കുക. ഇറ്റ് വാസ് ദ ഫസ്റ്റ് ഇൻഡിപെൻഡന്റ് മുസ്ലിം കിങ്ഡം ഓഫ് ഡെക്കാൻ വിത്ത് ഗുൽബർഗ, ഇന്നത്തെ കൽബുർഗി എന്ന് പറയുന്ന സ്ഥലം ആസ് ഇറ്റ്സ് ക്യാപിറ്റൽ ആക്കി വെച്ചുകൊണ്ട് ബാമണി കിങ്ഡം എസ്റ്റാബ്ലിഷ് ചെയ്യുന്നു. ദ ബാമണി കിങ്ഡം വാസ് എസ്റ്റാബ്ലിഷ്ഡ് ഇൻ 1347 ബൈ അലാവുദ്ദീൻ ബഹ്മാൻ ഷാ അഥവാ ഹസൻ ഗംഗു അഥവാ സഫർ ഖാൻ. ഈ എല്ലാ പേരുകളും ഓർത്തിരിക്കുക. ഹി വാസ് എൻ അഫ്ഗാൻ അഡ്വഞ്ചറർ. അദ്ദേഹമാണ് ഈ പറയുന്ന ബാമണി കിങ്ഡം എസ്റ്റാബ്ലിഷ് ചെയ്തത്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആൻഡ് മോസ്റ്റ് പ്രോമിനന്റ് ആയിട്ടുള്ള റൂളർ എന്ന് പറയുന്നത് ഫിറോസ് ഷാ ബഹ്മാനിയാണ്. 1397 മുതൽ 1422 വരെയാണ് അദ്ദേഹം ഭരിച്ചത്. ഫിറോസ് ഷാ ബഹ്മാനി. ഓക്കെ. അലാവുദ്ദീൻ അഹമ്മദ് ടു സക്സീഡഡ് ദ ത്രോൺ ഇൻ 1436. 1436 അലാവുദ്ദീൻ അഹമ്മദ് രണ്ടാമൻ എന്ത് ചെയ്യുന്നു, ത്രോൺ സക്സീഡ് ചെയ്യുന്നു. ചാന്ദ് മിനാർ, മിനാററ്റ് ഇൻ ദൗലത്താബാദ് വാസ് കൺസ്ട്രക്റ്റഡ് അണ്ടർ ഹിസ് റെയിൻ. അപ്പൊ ചാന്ദ് മിനാർ പണി കഴിപ്പിച്ചത് ആരാണെന്ന് ചോദിക്കും. അദ്ദേഹം ദേവരായ രണ്ടാമൻ എന്ന് പറയുന്നത് വിജയനഗര സാമ്രാജ്യത്തിൽ അത്യാവശ്യം പോപ്പുലർ ആയിട്ടുള്ള ഒരു റൂളറാണ്. അദ്ദേഹത്തെ വിജയനഗര ബാമണി കിങ്ഡത്തിന് സമകാലീനായിരുന്ന വിജയനഗര സാമ്രാജ്യത്തിലെ ദേവരായ രണ്ടാമനെ തോൽപ്പിച്ചതിന് പണി കഴിപ്പിച്ചതാണ് ചാന്ദ് മിനാർ. അപ്പൊ വിജയനഗര സാമ്രാജ്യത്തിലെ ദേവരായ രണ്ടാമനെ തോൽപ്പിച്ചതിന് പണി കഴിപ്പിച്ചിട്ടുള്ള സ്മാരകം ഏത്? ചാന്ദ് മിനാർ. ആരാണ് പണി കഴിപ്പിച്ചത്? അലാവുദ്ദീൻ അഹമ്മദ് രണ്ടാമൻ. അലാവുദ്ദീൻ അഹമ്മദ് രണ്ടാമൻ ഏത് രാജവംശത്തിലെ വ്യക്തിയാണ്? ബാമണി കിങ്ഡത്തിലെ. ഏത് വർഷമാണ് പണി കഴിപ്പിച്ചത്? 1436. ആരെ തോൽപ്പിച്ചതിനാണ്? വിജയനഗര സാമ്രാജ്യത്തിലെ ദേവരായ രണ്ടാമൻ. അപ്പൊ ഇതൊക്കെ തിരിച്ചും മറിച്ചും ചോദിക്കും. ഈ രീതിയിൽ ഓർത്ത് വെക്കുക, കഥയൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കി പോവുക. മഹ്മൂദ് ഗാവൻ എന്ന് പറയുന്ന ഒരു പേർഷ്യൻ സ്റ്റേറ്റ്സ്മാൻ ചീഫ് മിനിസ്റ്റർ ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്, ഓർ പേഷ്വ ഓഫ് ദ ബാമണി സുൽത്താനേറ്റ് ഫ്രം 1458 ആൻഡ് ഡിഫാക്ടോ റൂളർ ആസ് ദ പ്രൈം മിനിസ്റ്റർ ഫ്രം 1466 until his death in 1481. ഈ മഹ്മൂദ് ഗാവൻ was caught in a struggle between a rivalry between two groups of nobles, the Dakhanis and Afakis. അപ്പോൾ ഈ പേരുകൾ, ഈ പറയുന്ന ഇൻസിഡൻസ് ഒക്കെ ഒന്ന് ഓർത്ത് വെക്കുക. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഹിസ്റ്ററി ഓഫ് ഗ്യാപ്സ് ഇവിടെ നിന്നൊക്കെ ചോദ്യം വരും. ഈ പേരുകളൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഓക്കെ, ഞാൻ അതുകൊണ്ടാണ് ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് ഇതിനകത്ത് എഴുതിയിരിക്കുന്നത്. ശരിക്കും പറഞ്ഞ ബാമണി കിങ്ഡത്തെ പറ്റി ഇത്രയും ഡീറ്റെയിൽ ആയിട്ടുള്ള ക്ലാസ്സുകൾ നിങ്ങൾക്ക് കിട്ടില്ല പൊതുവിൽ. ഞാനിത് പറയാൻ കാരണം ഇവിടെ നിന്നൊക്കെ ചോദ്യങ്ങൾ വരാൻ സാധ്യതയുണ്ട്. ഓക്കെ, അപ്പോൾ അത് പഠിച്ചിട്ട് പോവുക. അപ്പോൾ ബാമണി കിങ്ഡം എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ നമ്മുടെ മുഹമ്മദ് ബിൻ തുഗ്ലക്ക് മുകളിൽ നിന്ന് താഴത്തേക്ക് വന്ന് തിരിച്ച് മുകളിലേക്ക് പോയി. അപ്പോൾ ആ ഒരു സമയത്ത് ഇവിടെ ഒരു പവർ വാക്വം വരികയും ആ അവസരം മനസ്സിലാക്കിക്കൊണ്ട് അവിടെ എസ്റ്റാബ്ലിഷ് ചെയ്തതാണ് ആര്? അലാവുദ്ദീൻ ബഹ്മാൻ ഷായുടെ കീഴിൽ 1347 വർഷം ഓർത്ത് വയ്ക്കുക. ഗുൽബർഗ ക്യാപിറ്റലാക്കി വെച്ചുകൊണ്ട് ആണ് ഇത് വരുന്നത്. അലാവുദ്ദീൻ ബഹ്മാൻ ഷായെ വിളിക്കുന്ന മറ്റൊരു പേരാണ് ഹസൻ ഗംഗു അല്ലെങ്കിൽ സഫർ ഖാൻ. ഇതടക്കം ചോദിച്ചിട്ടുണ്ട്. ഇതൊക്കെ ഈ പറഞ്ഞ പോലെ SSCക്കൊക്കെ ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റൂളറുടെ പേരാണ് ഫിറോസ് ഷാ ബഹ്മാനി. മറ്റൊരു റൂളറിന്റെ പേരാണ് അലാവുദ്ദീൻ അഹമ്മദ് രണ്ടാമൻ. അദ്ദേഹം പണി കഴിപ്പിച്ചതാണ് ചാന്ദ് മിനാർ. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഒരു ദൗലത്താബാദിലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള
ഒരു ആർക്കിടെക്ചറൽ മോണുമെന്റ് ആണ്. അതുകൊണ്ടാണ് അത് പഠിച്ചു വെക്കാൻ പറയുന്നത്. ആർക്ക് അഗെയിൻസ്റ്റ് ആയിട്ടുള്ള വിക്ടറി? ദേവരായ രണ്ടാമൻ, വർഷം 1436 എന്ന് പറഞ്ഞാൽ ബാമനി കിങ്ഡം തുടങ്ങി 100 വർഷത്തോളം കഴിഞ്ഞിട്ടാണ് ചാന്ദ് മിനാർ പണി കഴിപ്പിക്കുന്നത്. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റോളാണ് മഹമ്മൂദ് ഗവാൻ. മഹമ്മൂദ് ഗവാന് മറ്റൊരു പ്രസക്തി കൂടി ഉണ്ട്, ഗൺ പൗഡർ ഇന്ത്യയിലേക്ക് കൊണ്ടുവരുന്നത്. അപ്പോൾ ബാബർ ഗൺ പൗഡർ യൂസ് ചെയ്തിട്ട് നമ്മൾ പറയുന്നുണ്ട്, മുഗൾ ചക്രവർത്തിയായിട്ടുള്ള ബാബർ. അതിന് മുന്നേ ഗൺ പൗഡർ ഇന്ത്യയിലേക്ക് കൊണ്ടുവന്നു എന്ന് പല ഹിസ്റ്റോറിയൻസും പറയുന്ന ഒരു വ്യക്തിയാണ് മഹമ്മൂദ് ഗവാൻ. അദ്ദേഹം ഒരു പേർഷ്യൻ സ്റ്റേറ്റ്സ്മാൻ ആയിരുന്നു. ഗൺ പൗഡർ അദ്ദേഹത്തിന് മേ ബി കിട്ടിയിരിക്കുന്നത് ഈ പറഞ്ഞ ചൈനയിൽ നിന്നായിരിക്കാം ആദ്യം ഈ പറയുന്ന ഗൺ പൗഡർ വന്നതെന്നൊക്കെ പറയുന്ന അങ്ങനെ കുറേ ഇതിൻ്റെ സൈഡ് സ്റ്റോറീസ് ഉണ്ട്. നമ്മൾ ആ രീതിയിലേക്കൊന്നും പോകേണ്ട കാര്യമില്ല. ഈ ആളുടെ പേര് കൃത്യമായിട്ട് ഓർത്ത് വെച്ചാൽ മതി. ഓക്കെ. അതുപോലെ ഈ ദക്കനി, അഫാക്കി, ഇത് രണ്ടും എന്താണെന്നുള്ളത് ഓർത്തിരിക്കുക. ഈ രണ്ടും ഇന്ത്യയിൽ ഉണ്ടായിരുന്ന ആ കാലഘട്ടത്തിൽ ഡെക്കാൻ ഏരിയയിൽ ഉണ്ടായിരുന്നുള്ള പ്രധാനപ്പെട്ട ഗ്രൂപ്പ് ഓഫ് നോബിൾസ് ആണ് ദക്കാനി ആൻഡ് അഫാക്കീസ് എന്ന് പറയുന്നത്. കുറച്ച് അഫ്ഗാൻ വംശജരും ഉണ്ടായിരുന്നു, ഇവിടുത്തെ ഇൻഡിജിനസ് ആയിട്ടുള്ള ആളുകൾ ഉണ്ടായിരുന്നു. ഇവർ തമ്മിലുള്ള കോൺഫ്ലിക്റ്റിനിടയിൽ പെട്ടുപോയിട്ടുള്ള ഒരു വ്യക്തിയാണ് ആര്? മഹമ്മൂദ് ഗവാൻ എന്നുള്ള കാര്യം കൂടെ ഓർത്തിരിക്കുക. ഓക്കെ. ഇനി ബഹമനി കിങ്ഡം എന്ത് ചെയ്യുന്നു? പിന്നീട് കൃഷ്ണദേവരായ എന്ന് പറയുന്ന വിജയനഗര സാമ്രാജ്യത്തിലെ റൂളർ ബാമണി കിങ്ഡത്തിന്റെ അവസാനത്തെ റൂളറെ തോൽപ്പിക്കുകയും കിങ്ഡം 5 കഷ്ണമായിട്ട് മുറിയുകയും ചെയ്തു. അവരെയാണ് നമ്മൾ ഡെക്കാൻ സുൽത്താനേറ്റ്സ് എന്ന് വിളിക്കുന്നത്. ആ 5 സുൽത്താനേറ്റുകളാണ് ഡെക്കാൻ സുൽത്താനേറ്റ് എന്ന് വിളിക്കുന്നത്. അപ്പൊ ഡെക്കാൻ സുൽത്താനേറ്റിന്റെ പൂർവ്വ രൂപമാണ് ബാമനി എംപയർ. ബാമനി എംപയർ ഡിവൈഡ് ചെയ്തിട്ട് എന്ത് ചെയ്യുന്നു? ഈ പറഞ്ഞ പോലെ 5 കഷ്ണങ്ങളായിട്ട് മാറുന്നു. അതിൽ ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള 2 എണ്ണമാണ് അഹമ്മദ് നഗർ സുൽത്താനേറ്റ് എന്ന് പറയുന്നത്. അഹമ്മദ് നഗർ സുൽത്താനേറ്റ് ഫൗണ്ട് ചെയ്ത് അഹമ്മദ് നിസാം ഷാ. ചാന്ദ് ബീബി എന്ന് പറയുന്ന റൂളർ ഈ സമയത്ത് അഹമ്മദ് നഗർ ഡിഫെൻഡ് ചെയ്യുന്നു. ആർക്ക് അഗെയിൻസ്റ്റ്? എംപറർ അക്ബറിന് അഗെയിൻസ്റ്റ്. വർഷം 1595. 1490 അഹമ്മദ് നഗർ സുൽത്താനേറ്റ് എസ്റ്റാബ്ലിഷ് ചെയ്തെന്നുള്ള കാര്യം ഓർത്തിരിക്കുക. പേരാർ സുൽത്താനേറ്റ് 1490 ഫോം ചെയ്തു. ഫത്തുള്ള ഇമാദ് ഉൽ മുൽക്ക് ആണ് ഇത് ഫൗണ്ട് ചെയ്തത്. 1574 ഇത് വീണ്ടും അഹമ്മദ് നഗർ സുൽത്താനേറ്റ് എന്ത് ചെയ്യുന്നു? ഈ ബേരാറിനെ പിടിച്ചെടുക്കുന്നു. ബിഡാർ സുൽത്താനേറ്റിന്റെ ഫൗണ്ടറാണ് ഗാസി ബരീദ്. 1619 ബിജാപൂർ സുൽത്താനേറ്റ് ഇതിനെ പിടിച്ചെടുക്കുന്നു. ഇതാണ് ഫോം ചെയ്തതിൽ ഏറ്റവും സ്മോളസ്റ്റ് സുൽത്താനേറ്റ് എന്ന് പറയുന്നത്. അതിനുശേഷം വരുന്ന ഏറ്റവും പ്രോമിനന്റ് ആയിട്ടുള്ള 2 സുൽത്താനേറ്റ് നിങ്ങൾ ഇതെങ്കിലും പഠിച്ചു പോകണം, ബിജാപൂരും ഗോൽക്കൊണ്ടയും. ബിജാപൂർ സുൽത്താനേറ്റ് 1518 ഫോം ചെയ്യപ്പെടുന്നത്. അതായത് മുഗൾ സാമ്രാജ്യമൊക്കെ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നതിനേക്കാൾ മുന്നെയാണ് ബിജാപൂർ സുൽത്താനേറ്റ് ഫോം ചെയ്യുന്നത്. ഫൗണ്ട് ചെയ്തത് ആദിൽ ഷാഹി റൂളറാണ്. അതുകൊണ്ട് ആദിൽ ഷാഹി ഡൈനാസ്റ്റി എന്ന് അറിയപ്പെടുന്നു. ബാറ്റിൽ ഓഫ് ഗോവ 1510 ആരായിട്ട്? അൽഫോൺസോ ഡി ആൽബക്കുർക്ക് അഥവാ പോർച്ചുഗീസുകാരായിട്ട്. നമ്മൾ പയ്യെ മോഡേൺ ഇന്ത്യയിലേക്ക് കടക്കുകയാണ് കേട്ടോ. മോഡേൺ ഇന്ത്യയുടെ കുറെ ഗ്ലിംസുകൾ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. പോർച്ചുഗീസ് വൈസ്രോയ് ആയിട്ടുള്ള അൽഫോൺസോ ഡി ആൽബക്കുർക്ക് ബാറ്റിൽ ഓഫ് ഗോവയിൽ ഏറ്റുമുട്ടുന്നത് ആദിൽ ഷാഹി ഡൈനാസ്റ്റിയാണ്. ആദിൽ ഷാഹിയാണ് 1510. ഇനി ബാറ്റിൽ ഓഫ് തളിക്കോട്ട 1565 വളരെ പോപ്പുലർ ആയിട്ടുള്ള ബാറ്റിലാണ് ബാറ്റിൽ ഓഫ് തളിക്കോട്ട. വിജയനഗര സാമ്രാജ്യവും ഈ പറയുന്ന ഡെക്കാൻ സുൽത്താനേറ്റ് 5 സുൽത്താനേറ്റും കൂടെ ഒരുമിച്ച് വിജയനഗര സാമ്രാജ്യത്തെ തോൽപ്പിക്കുന്നു. അതാണ് ബാറ്റിൽ ഓഫ് തളിക്കോട്ട. ഇനി ശിവജി ക്യാപ്ചേർഡ് മേജർ പാർട്സ് ആൻഡ് ലേറ്റർ അനക്സ്ഡ് ബൈ ഔറംഗസേബ്. ശിവജി മഹാരാജ, നമ്മുടെ ഛത്രപതി ശിവജി 1600കളുടെ അവസാന കാലഘട്ടമാകുമ്പോൾ പവർഫുൾ ആയിട്ട് വരികയും ആ സമയത്ത് എന്ത് ചെയ്യുന്നു? ഈ ബിജാപൂർ സുൽത്താനേറ്റിന്റെ പ്രധാനപ്പെട്ട കോട്ടകൾ പോർട്ടൊക്കെ പിടിച്ചെടുക്കുകയും പിന്നീട് ഔറംഗസേബ് വന്നിട്ട് ബിജാപൂർ സുൽത്താനേറ്റിന്റെ മുഗൾ സാമ്രാജ്യത്തിന്റെ ഭാഗമാക്കി കൂട്ടിച്ചേർക്കുകയും ചെയ്യുന്നു. ഗോൽ ഗോംബസ് എന്ന് പറയുന്ന വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ആർക്കിടെക്ചറൽ മോണുമെന്റ് എന്ത് ചെയ്തിട്ടുണ്ട്? ഈ പറയുന്ന ബിജാപൂർ സുൽത്താനേറ്റിന്റെ ഭാഗമായിട്ട് പണി കഴിപ്പിച്ചതാണ്. അത് ആദിൽ ഷാ എന്ന് പറയുന്ന ഇവരുടെ ഫൗണ്ടിങ് റൂളറിന്റെ എന്താണ് ടോംബ് ആണെന്നുള്ള കാര്യം കൂടെ ഓർത്തിരിക്കുക. ഗോൽക്കൊണ്ട സുൽത്താനേറ്റ് 1518 തന്നെയാണ് ഫോം ചെയ്തത്. കുലി കുത്തുബ് ഷായാണ് പണി കഴിപ്പിച്ചത്. പിന്നീട് ഔറംഗസേബ് അനക്സ് ചെയ്യാണ് ചെയ്തത്. ഇവർ പണി കഴിപ്പിച്ചാണ് ചാർമിനാർ എന്ന് പറയുന്ന ഹൈദരാബാദിലെ മോണുമെന്റ്. അത് മുസി നദിയുടെ തീരത്താണെന്നുള്ള കാര്യം കൂടെ ഓർത്തിരിക്കുക. ഇത്രയും കാര്യങ്ങൾ ഡെക്കാൻ സുൽത്താനേറ്റ്സിനെ പറ്റി കൃത്യമായിട്ട് പഠിച്ചു വെക്കുക. അടുത്ത് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് വിജയനഗര സാമ്രാജ്യമാണ്. വിജയനഗര സാമ്രാജ്യം, അതിനകത്ത് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങൾ നമുക്ക് നോക്കാം. ആദ്യത്തെ ചോദ്യം, വീരനരസിംഹ വാസ് ദ റൂളർ ഓഫ് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഡൈനാസ്റ്റീസ് ഇൻ ഏൻഷ്യന്റ് ഇന്ത്യ? തുളുവ, സളുവ, സംഗമ, അരവിടു. യാതൊരു ദാക്ഷിണ്യമില്ലാത്ത ചോദ്യമാണ്. എന്ന് പറഞ്ഞാൽ വിജയനഗര സാമ്രാജ്യത്തിലെ എല്ലാ എന്തിനാണ് ഡൈനാസ്റ്റീസിനെ പറ്റിയിട്ട് നിങ്ങൾക്ക് അറിവുണ്ടെങ്കിൽ ഇത് എഴുതാനായിട്ട് പറ്റുള്ളൂ. ഹംപി ആരുടെ ക്യാപിറ്റലാണ്? NTPC ചോദിച്ച മറ്റൊരു ചോദ്യമാണ്. പക്ഷെ ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ചോദ്യമാണ്. ഏതാണ്? വിജയനഗര സാമ്രാജ്യമാണ്. ഓക്കെ. അപ്പോൾ നമുക്ക് അതിനെപ്പറ്റി ഒന്ന് പെട്ടെന്ന് റിവൈസ് ചെയ്തെടുക്കാം. ആദ്യം വിജയനഗര സാമ്രാജ്യത്തെ പറ്റി നമുക്ക് അറിവ് പകർന്നു തരുന്ന സോഴ്സസ് ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. കൃഷ്ണദേവരായയുടെ അമുക്ത മല്യാട എന്ന് പറയുന്ന കൃതി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഗംഗാദേവിയുടെ മധുര വിജയം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അല്ലാസാനി പെഡൻഡയുടെ മനുചരിതം ഇമ്പോർട്ടൻ്റ് ആണ്. മാത്രമല്ല ആ സമയത്ത് ഫോറിൻ ട്രാവലേഴ്സ് ആയിട്ടുള്ള ഇബുൻ ബത്തൂത്ത, നിക്കോള ഡി കോണ്ടി, അബ്ദുൾ റസാഖ്, ഡൊമിനിയോ പയസ്
ദേവരായ രണ്ടാമനെ നമ്മൾ നേരത്തെ കണ്ടു അല്ലെ. ദേവരായ രണ്ടാമനെ നേരത്തെ ബിജാപൂർ സുൽത്താനായിട്ട് തോൽപ്പിച്ച ചരിത്രവും ബാമണി കിങ്ഡം തോൽപ്പിച്ച ചരിത്രവും നമ്മുടെ ചാന്ദ്മിനാർ പണി കഴിപ്പിച്ചതിന്റെ കാര്യങ്ങളൊക്കെ നമ്മൾ നേരത്തെ കണ്ടതാണ് അല്ലെ. അപ്പോൾ ശ്രീരംഗം കോപ്പർ പ്ലേറ്റ് ബൈ ദേവരായ രണ്ടാമൻ, ഇതെല്ലാം സോഴ്സസ് ആണ് നമുക്ക് എന്തിനെ പറ്റിയുള്ളത്, വിജയനഗര സാമ്രാജ്യത്തെ പറ്റിയുള്ളത്. ഇനി വിജയനഗര സാമ്രാജ്യത്തിന്റെ ഡൈനാസ്റ്റീസ് ഏതൊക്കെയാണ്? പ്രധാനമായിട്ടും സംഗമ, സളുവ, തുളുവ, അരവിടു. അത് ആ ഓർഡറിൽ തന്നെ പഠിച്ചു പോവുക. സംഗമ, സളുവ, തുളുവ, അരവിടു, ഈ ഓർഡറിൽ തന്നെ പഠിച്ചു പോകാനായിട്ട് നോക്കുക. ഓക്കെ. വിജയനഗര എംപയറിന്റെ ഫൗണ്ടർ ആയിട്ട് നമ്മൾ പറയുന്നത് ഹരിഹര 1 ആൻഡ് ബുക്കരായ 1 എന്നിങ്ങനെ 2 റൂളേഴ്സിനെയാണ്. ആൻഡ് ഇവർ എന്തായിരുന്നു, കാകതീയ എന്ന് പറയുന്ന അതിന് സമാന്തരമായിട്ട് ആ കാലഘട്ടത്തിൽ സമകാലീനരായിട്ടുണ്ടായിരുന്ന കാകതീയ എന്ന് പറയുന്ന ഒരു രാജവംശത്തിന്റെ ഫ്യൂഡേറ്ററീസ് ആയിരുന്നു. അവർക്ക് കപ്പം കൊടുത്തു നിന്നിരുന്ന 2 ആളുകളാണ് ഹരിഹര 1 ആൻഡ് ബുക്കരായ 1 എന്ന് പറയുന്നത്. അവർ രണ്ടുപേരും കൂടെയാണ് ഈ എന്ത് ഫൗണ്ട് ചെയ്തത്, നമ്മുടെ വിജയനഗര സാമ്രാജ്യം ഫൗണ്ട് ചെയ്തത്. അപ്പോൾ ഇവിടെ നോക്കി നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും, ബാമണി സുൽത്താനേറ്റ് ഇവിടെ ഉണ്ട്. ഈ കാണുന്ന ഇത്രയും ഏരിയയാണ് നമ്മൾ അന്നത്തെ മുഹമ്മദ് ബിൻ തുഗ്ലക്കിന്റെ കയ്യിലുണ്ടായിരുന്നത്. അദ്ദേഹം വലിയ കാര്യത്തിൽ ദൗലത്താബാദിലൊക്കെ വന്ന് ഇവിടെ ക്യാപിറ്റലൊക്കെ എസ്റ്റാബ്ലിഷ് ചെയ്തിട്ട് തിരിച്ച് എവിടേക്ക് പോയി, ഡൽഹിയിലേക്ക് പോയി. ആ ഗ്യാപ്പിൽ ഇവിടെ ബാമണി സുൽത്താനേറ്റും വന്നു, വിജയനഗര സാമ്രാജ്യവും വന്നു. ക്യാപ്ചേർഡ് ആൻഡ് കൺവെർട്ടഡ് ബൈ മുഹമ്മദ് ബിൻ തുഗ്ലക്, ലേറ്റർ റീകൺവെർട്ടഡ് ടു ഹിന്ദുയിസം അണ്ടർ വിജയാരണ്യാസ് ഗൈഡൻസ്. അപ്പോൾ വിജയാരണ്യ എന്ന് പറയുന്ന ഗുരുവിന്റെ നേതൃത്വത്തിൽ തിരിച്ച് ഹിന്ദുയിസത്തിലേക്ക് വരികയും എന്ത് ചെയ്തു, വിജയനഗര സാമ്രാജ്യം എസ്റ്റാബ്ലിഷ് ചെയ്യുകയും ചെയ്യുന്നു. വർഷം 1336, വർഷം നോക്കി വെക്കുക. 1347 ബാമണി കിങ്ഡം എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. അതിനും ഒരുപാട് മുന്നേ തന്നെ, 10 വർഷം മുന്നേ എങ്കിലും വിജയനഗര സാമ്രാജ്യം വന്നിട്ടുണ്ട്. ഏത് നദിയുടെ തീരത്താണ്? തുംഗഭദ്ര നദിയുടെ തീരത്താണ്. ഇനി സംഗമ എന്ന് പറയുന്ന രാജവംശം ആണ് ഏറ്റവും ആദ്യം. ഈ ഹരിഹരയും ബുക്കയുടെയും ഡൈനാസ്റ്റി എന്ന് പറയുന്നത് സംഗമ രാജവംശമാണ്. നമ്മൾ ഡൽഹി സുൽത്താനേറ്റ്സ് പറഞ്ഞപ്പോൾ അതിനകത്ത് അടിമ രാജവംശം, കൽജി രാജവംശം, തുഗ്ലക് രാജവംശം, സയ്യിദ് ലോധി എന്ന് പറഞ്ഞ പോലെ തന്നെ നമ്മുടെ സംഗമ, സളുവ, അരവിടു, അങ്ങനെ നമ്മൾ തുളുവ, അരവിടു എന്നിങ്ങനെ ഇവിടെയും 4 രാജവംശങ്ങളുണ്ട്. അതിലെ സംഗമ രാജവംശത്തിലുള്ളതാണ് ഹരിഹരയും ബുക്കയും. ഓക്കെ. ഹരിഹര, ബുക്ക ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റൂളറാണ്. ദേവരായ രണ്ടാമൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റൂളാണ്. ഞാൻ നേരത്തെ പറഞ്ഞു ചാന്ദ് മിനാർ പണി കഴിപ്പിച്ചത് ദേവരായ രണ്ടാമനെ തോൽപ്പിച്ചതിന്റെ പുറത്താണ്. ഓക്കെ. ഇതിലെ സംഗമ റൂളറിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആളുകളെ പറ്റി നമുക്കൊന്ന് നോക്കി പോവാം. ഹരിഹരയാണ് ഫൗണ്ടർ ആയിട്ട് പറയുന്നത്. എസ്റ്റാബ്ലിഷ് ദ വിജയനഗര എംപയർ അലോങ് വിത്ത് ഹിസ് ബ്രദർ ബുക്കരായ. അദ്ദേഹം ഹൊയ്സാല എന്ന് പറയുന്ന ആ സമയത്ത് ഉണ്ടായിരുന്ന മറ്റൊരു രാജവംശമാണ് ഹൊയ്സാല രാജവംശത്തെ എന്ത് ചെയ്യുന്നുണ്ട്, തോൽപ്പിക്കുന്നു. ദേവരായ രണ്ടാമനെ വിളിച്ചിരുന്ന മറ്റൊരു പേരാണ് ഗജഭേദകര. എന്താണ്, എലിഫന്റ് ഹണ്ടർ എന്നുള്ള അർത്ഥത്തിലാണ് പറഞ്ഞിരിക്കുന്നത്. ഗജപതി റൂളേഴ്സിനെ തോൽപ്പിച്ചത് കൊണ്ടായിരിക്കാം അത്തരത്തിലൊരു പേര് അദ്ദേഹത്തിന് കിട്ടാനായിട്ട് കാരണമായത്. സംഗമ ഡൈനാസ്റ്റിയുടെ റൂളറാണ് അദ്ദേഹം. ഹി ഡിഫീറ്റഡ് ബാമനി സുൽത്താൻസ് ആൻഡ് റെഡ്ഡി കിങ്ഡം ഓഫ് കൊണ്ടവീടു. ഇനി എൻകറേജ്ഡ് പേർഷ്യൻ ആൻഡ് കന്നഡ സ്കോളേഴ്സ്. അദ്ദേഹത്തിന്റെ സമയത്ത് വന്നിട്ടുള്ള ആളുകളാണ് അബ്ദുൾ റസാഖ്, ഫിരിഷ്ട, നിക്കോള ഡി കൊണ്ടി തുടങ്ങിയ ആളുകളെല്ലാം. ഈ സ്ട്രെങ്തൻഡ് ഇറിഗേഷൻ സിസ്റ്റം ആൻഡ് ഇംപ്രൂവ്ഡ് അഗ്രികൾച്ചർ. ഇപ്പോൾ ദേവരായ രണ്ടാമൻ അത്യാവശ്യം പവർഫുൾ ആയിട്ടുള്ള പോപ്പുലർ ആയിട്ടുള്ള റൂളറാണ് എന്നുള്ള കാര്യം കൊണ്ട് ഓർത്തിരിക്കുക. അടുത്ത ഡൈനാസ്റ്റിയാണ് സളുവ. സംഗമ, സളുവ, തുളുവ, അരവിടു. സംഗമ, സളുവ, തുളുവ, അരവിടു. അതിൽ സളുവ ഡൈനാസ്റ്റി രണ്ടാമത്തെ ഡൈനാസ്റ്റിയാണ്. അതിന്റെ ഫൗണ്ടർ ആയിട്ട് പറയുന്നത് ആരാണ്? സളുവ നരസിംഹദേവരായയാണ്. ആൻഡ് അതിന്റെ ലാസ്റ്റ് റൂളറായിട്ട് പറയുന്നത് നരസിംഹരായ രണ്ടാമനെയാണ്. ഇത് 1486 മുതൽ 1491 വരെയാണ് ആരുണ്ടായിരുന്നത്? സളുവ ഡൈനാസ്റ്റി ഉണ്ടായിരുന്നത്. അടുത്താണ് തുളുവ ഡൈനാസ്റ്റിയുടെ ഫൗണ്ടർ ആയിട്ട് പറയുന്ന ആരാണ്? തുളുവ നരസനായക വാസ് എൻ ഇന്ത്യൻ ജനറൽ ആൻഡ് ലേറ്റർ ആൻഡ് ഇംപീരിയൽ റീജന്റ് ഹു ഫൗണ്ടഡ് ദ തുളുവ ഡൈനാസ്റ്റി ഓഫ് ദ വിജയനഗര എംപയർ. ഹി വാസ് ദ ഫാദർ ഓഫ് ദി എംപയറേഴ്സ് വീര നരസിംഹരായ, കൃഷ്ണദേവരായ, അച്യുതദേവരായ. ഈ 3 പോപ്പുലർ ആയിട്ടുള്ള റൂളേഴ്സിന്റെയും ഫാദർ ആയിട്ട് പറയുന്ന ആരാണ്? തുളുവ നരസ നായക എന്ന് പറയുന്ന റൂളർ. അദ്ദേഹം അതിന് മുന്നേ ഉണ്ടായിരുന്ന സളുവ രാജവംശത്തിന്റെ കീഴിൽ ഈ പറഞ്ഞ പോലെ ഒരു ആർമി ജനറൽ ആയിട്ട് വർക്ക് ചെയ്തിരുന്ന ആളാണ്. സ്വന്തമായിട്ടൊരു ഡൈനാസ്റ്റി എസ്റ്റാബ്ലിഷ് ചെയ്യുന്നു. അദ്ദേഹത്തിന്റെ മകനാണ് പിന്നീട് നാട് ഭരിക്കുന്നത്. അതിൽ ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള ആളാണ് കൃഷ്ണദേവരായ. ആൻഡ് ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ഒരു കാലഘട്ടത്തിൽ തുളുവ രാജവംശം വിജയനഗര സാമ്രാജ്യം ഭരിക്കുന്ന സമയത്താണ് ഇന്ത്യയിലേക്ക് വരുന്നത്? പോർച്ചുഗീസുകാർ ഇന്ത്യയിലേക്ക് വരുന്നത്. ഓക്കെ. കൃഷ്ണദേവരായ. സദാശിവറായാണ് അതിൽ ഏറ്റവും ലാസ്റ്റ് റൂളർ എന്ന് പറയുന്നത്. തുളുവ രാജവംശത്തിലെ സദാശിവറായനെ പറ്റി ഓർത്തിരിക്കുക. കൃഷ്ണദേവരായ നിങ്ങൾ പഠിച്ചിരിക്കേണ്ട ഒരു കഥാപാത്രമാണ്. 1509 മുതൽ 1530 വരെയാണ് കൃഷ്ണദേവരായ നാട് ഭരിക്കുന്നത്. കൃഷ്ണദേവരായയുടെ പ്രത്യേകത എന്താണ്? കൃഷ്ണദേവരായ ഇവിടെ വിജയനഗര സാമ്രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് 1526 ബാബർ മുഗൾ സാമ്രാജ്യത്തിന് തറക്കല്ലിടുന്നത്. ഓക്കെ. അപ്പൊ 2 പ്രധാനപ്പെട്ട രാജവംശങ്ങൾ, മുകളിൽ മുഗൾ സാമ്രാജ്യവും താഴെ വിജയനഗര സാമ്രാജ്യവും ഒരുമിച്ചുണ്ടായിരുന്ന ഒരു കാലഘട്ടമാണ് കൃഷ്ണദേവരായയുടെ കാലഘട്ടം എന്ന് പറയുന്നത്.
He was the greatest ruler of Tuluva dynasty and a contemporary of Babur. Krishnadevaraya founded a suburban township near Vijayanagara called Nagalapuram after his mother. ഇത് SSCക്ക് ചോദിച്ച ചോദ്യമാണ് കേട്ടോ. അമ്മയുടെ പേരിൽ കൃഷ്ണദേവരായ ഫൗണ്ട് ചെയ്തത് ഏത് നഗരമാണ്? നാഗലപുരം. ഇനി കൃഷ്ണദേവരായ നാഗലപുരം നഗരം ഫൗണ്ട് ചെയ്തത് ആരുടെ ഓർമ്മയിലാണ് എന്നും ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ തിരിച്ചും മറിച്ചും ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. കൃഷ്ണദേവരായ established friendly relationship with Portuguese, allowing them to settle at Bhatkal and build a fortress. ഓക്കെ, അപ്പോൾ കൃഷ്ണദേവരുടെ സമയത്ത് ഓൾറെഡി പോർച്ചുഗീസുകാരുണ്ട്. 1510 പോർച്ചുഗീസുകാർ ഗോവയിൽ ക്യാപിറ്റൽ മാറ്റുന്നുണ്ട്. ബാറ്റിൽ ഓഫ് ഗോവ നടക്കുന്നത് 1510. അപ്പോൾ അവരെയൊക്കെ നല്ല രീതിയിലാണ് അവർ ട്രീറ്റ് ചെയ്തിരുന്നത്, കൃഷ്ണദേവരായ ട്രീറ്റ് ചെയ്തിരുന്നത്. ആൻഡ് പോർച്ചുഗീസുകാർക്കും ഇദ്ദേഹത്തിന് റെസ്പെക്ട് ആയിരുന്നു. കാരണം ഇദ്ദേഹം അത്യാവശ്യം നല്ല പവർഫുൾ ആയിട്ടുള്ള ആ സമയത്ത് വലിയൊരു സാമ്രാജ്യത്തിന്റെ ഉടമയായിരുന്നു ആര്? കൃഷ്ണദേവരായ എന്ന് പറയുന്നത്. ഈ കൺസ്ട്രക്റ്റഡ് സെവറൽ ഡാംസ് ഇറിഗേഷന് വേണ്ടിയിട്ട് അദ്ദേഹം പണികഴിപ്പിച്ചാണ് വിജയമഹൽ, ഹൗസ് ഓഫ് വിക്ടറി, അസാര രാമ ടെമ്പിൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, വിതലസ്വാമി ടെമ്പിൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതെല്ലാം കൃഷ്ണദേവരായ പണികഴിപ്പിച്ചതാണ്. ഈ ടുക്ക് ദ ടൈറ്റിൽസ് യവനരാജ സ്ഥാപനാചാര്യ അഥവാ റീസ്റ്റോറർ ഓഫ് യവന കിങ്ഡം എന്ന് പറഞ്ഞുകൊണ്ടുള്ള ടൈറ്റിൽ സ്വീകരിച്ച ആരാണെന്ന് ചോദിക്കാം. അപ്പോൾ ഈ ടൈറ്റിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. യവനരാജ സ്ഥാപനാചാര്യ എന്ന് പറയുന്ന ടൈറ്റിൽ സ്വീകരിച്ച ആരാണ്? കൃഷ്ണദേവരായയാണ്. ആൻഡ് അഭിനവ ഭോജ എന്ന് പറഞ്ഞ ടൈറ്റിൽ സ്വീകരിച്ച ആരാണ്? ഇദ്ദേഹം തന്നെയാണ്. ആന്ധ്രഭോജ എന്നും ആന്ധ്ര പിതാമഹ എന്നും അറിയപ്പെട്ടിരുന്ന ആരാണ്? കൃഷ്ണദേവരായ തന്നെയാണ്. അപ്പോൾ അതൊക്കെ ഓർത്തിരിക്കുക. അദ്ദേഹത്തിന്റെ തെലുങ്ക് വർക്കാണ് അമുക്ത മല്യാട. അദ്ദേഹത്തിന്റെ സംസ്കൃത നാടകമാണ് ജംബാവതി കല്യാണം. അപ്പൊ ഇതെല്ലാം കൃഷ്ണദേവരായെ പറ്റിയിട്ടുള്ള പോയിന്റ്സ് ആണ്. ഒരുപാട് പോയിന്റ്സ് ഉണ്ട്, കൃത്യമായിട്ട് ഓർത്ത് വെക്കുക, കൺഫ്യൂഷൻ വരാൻ സാധ്യതയുണ്ട്. വിജയനഗര സാമ്രാജ്യത്തിൽ നിങ്ങൾ പഠിച്ചിരിക്കേണ്ട 4 റൂളേഴ്സ്, ഫൗണ്ടേഴ്സ് ആയിട്ടുള്ള ഹരിഹര, ബുക്ക, ദേവരായ രണ്ടാമൻ, കൃഷ്ണദേവരായ, ഈ 4 പേരുടെ പേരെങ്കിലും പഠിച്ചു പോവുക. പിന്നെ ഓരോ ഡൈനാസ്റ്റി, സംഗമ, സളുവ, തുളുവ, അരവിടു, ഓരോ ഡൈനാസ്റ്റിയുടെയും ഫൗണ്ടറിന്റെ പേരിങ്ങോട്ട് പഠിച്ചു പോവുക. ഓക്കെ, കൃഷ്ണദേവരായയുടെ കോർട്ടിനകത്ത് അഷ്ടദിഗജാസ് എന്ന് പറയുന്ന ഒരു സങ്കല്പം ഉണ്ടായിരുന്നു. നമ്മൾ ചന്ദ്രഗുപ്ത മൗര്യന്റെ കൊട്ടാരത്തിൽ നവരത്നങ്ങളെ പറ്റി പഠിച്ചിട്ടുണ്ട്. അത് പക്ഷെ 4 ഡിഫറെന്റ് മേഖലകൾ കൈകാര്യം ചെയ്തിരുന്ന ആൾക്കാരായിരുന്നു എന്നുണ്ടെങ്കിൽ, കൃഷ്ണദേവരായയുടെ കൊട്ടാരത്തിൽ അഷ്ടദിഗജാസ് എന്ന് പറയുന്നത് 8 സെലിബ്രേറ്റഡ് പോയിറ്റ്സ് ഓഫ് തെലുങ്ക് ഭാഷയിലെ പ്രധാനപ്പെട്ട കവികളായിരുന്നു ഇവർ 8 പേരും. അവരുടെ പേര് ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതിൽ ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള 2 പേരുടെ പേര് നിങ്ങൾ ഓർത്തിരിക്കണം. ഒന്ന് അല്ലാസാനി പെടണ അഥവാ പെടണ എന്നുള്ള പേരിൽ അറിയപ്പെടുന്ന അദ്ദേഹം എഴുതിയതാണ് മനുചരിതം. 2 നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കഥാപാത്രമാണ് ആര്? തെന്നാലി രാമകൃഷ്ണൻ. ഗ്രൂപ്പ് ഡിക്കൊക്കെ ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യമാണ്. തെന്നാലി രാമകൃഷ്ണൻ ആരുടെ കൊട്ടാരത്തിലെ അംഗമായിരുന്നു? കൃഷ്ണദേവരായയുടെ. ഇനി ദുവർത്തെ ബർബോസ, ഡൊമിംഗോ പയസ് തുടങ്ങിയ പോർച്ചുഗീസ് ട്രാവലേഴ്സ് വിജയനഗര സാമ്രാജ്യം ഈ കൃഷ്ണദേവരായയുടെ സമയത്ത് എന്ത് ചെയ്യുന്നുണ്ട്? വിസിറ്റ് ചെയ്യുന്നുണ്ട്. ആൻഡ് ആ സമയത്ത് അവിടുത്തെ ജീവിത രീതികളെ പറ്റിയിട്ടും സ്ത്രീകളുടെയും മറ്റാളുകളുടെയൊക്കെ അവസ്ഥയെ പറ്റിയിട്ടൊക്കെ ഇവർ എന്ത് ചെയ്യുന്നുണ്ട്? അവരുടെ പുസ്തകത്തിനകത്ത് വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഓർത്തിരിക്കുക. നമ്മൾ ഇന്നത്തെ ഈ റിവിഷൻ ക്ലാസ്സിൽ ഒരുപാട് ഏരിയ കവർ ചെയ്തു, ക്വിക്കായിട്ട് കവർ ചെയ്തു. അതിൻ്റെ മെറ്റീരിയൽസ് ഇതിനകത്തുണ്ട്. ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഞാൻ പല പോയിന്റ്സും പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ കൃത്യമായിട്ട് നോട്ട് ചെയ്ത് വെക്കുക. ആൻഡ് ഞാൻ ഇപ്പോഴും പറയുന്നു, നിങ്ങൾ ഈ വീഡിയോസ് കൃത്യമായിട്ട് ഫോളോ ചെയ്യുക. ചെയ്യാത്തവരുണ്ടെങ്കിൽ ചെയ്യുക, നിങ്ങൾക്കത് യൂസ്ഫുൾ ആയിരിക്കും. കൃത്യമായിട്ട് ഷെഡ്യൂളുകൾ അനുസരിച്ചിട്ട് തന്നെ ക്ലാസ്സുകൾ കാണാനായിട്ട് നോക്കുക. ക്ലാസ്സുകൾ കണ്ടിട്ട് മെറ്റീരിയൽ പഠിക്കാനായിട്ട് നോക്കുക. മെറ്റീരിയൽ ചുമ്മാ ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ട് ഇതിനകത്ത് എഴുതിയിരിക്കുന്ന കാര്യങ്ങൾ അങ്ങനെ അങ്ങ് പഠിച്ചാൽ എല്ലാം ആയെന്ന് വിചാരിക്കരുത്. ക്ലാസ്സുകളുടെ കൂടെ കാണുക. ക്ലാസ്സിനകത്ത് നിങ്ങൾക്ക് ഇപ്പോൾ ക്ലാസ് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാവും, ഞാൻ ഇതുമായിട്ട് ബന്ധപ്പെട്ട അനുബന്ധം ഒരുപാട് ഫാക്റ്റുകൾ വേറെ പറഞ്ഞു പോകുന്നുണ്ട്, കണക്റ്റിംഗ് സ്റ്റോറീസ് പറഞ്ഞു പോകുന്നുണ്ട്. ഇതൊക്കെ ക്ലാസ് കണ്ടാലേ കിട്ടുള്ളൂ. ഈ മെറ്റീരിയൽ മാത്രം ഡൗൺലോഡ് ചെയ്ത് വായിക്കുന്നവന് ഇതൊന്നും കിട്ടാനായിട്ട് പോകുന്നില്ല. ആൻഡ് ഇത് റിവിഷന് വേണ്ടി യൂസ് ചെയ്യുക. വീണ്ടും ഞാൻ പറയുന്നു, പഠിച്ചിട്ട് വന്ന് ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യുക, ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യുക, ക്വസ്റ്റ്യൻസിൻ്റെ സൊല്യൂഷന് വേണ്ടി ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യുക, PDF റിവിഷന് വേണ്ടി ഉപയോഗിക്കുക. ഓക്കെ, അപ്പോൾ എല്ലാവരും ഉഷാറായിട്ട് പഠിക്കുക. മറ്റൊരു ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം.